1 ಗಂಟೆ ಮುಂಚೆನೆ ತಲುಪಬೇಕಾಗಿತ್ತು, ಆದ್ರೆ ಕೆಲವು ತಡೆಗಳು ದಾರಿಯಲ್ಲಿ ಉಂಟಾಯಿತು. കാരണം ഏറ്റവും പുതിയ ബസ്സാ, പക്ഷേ ഹല്ലേലൂയ വണ്ടി ഹല്ലേലൂയ വളരെ സ്ലോവായിരുന്നു. ಹೊಸ ಬಸ್ ಆಗಿದೆ, ಆದ್ರೂ ಕೂಡ ಗಾಡಿ ಬಹಳ ನಿಧಾನವಾಗಿದೆ ಬಂದಿದ್ದು. സ്തോത്രം ചെയ്യുന്നു. എത്ര ഹല്ലേലൂയ സ്പീഡ് വണ്ടിക്ക് കുറഞ്ഞാലും ആത്മീയത്തിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ಆ ഹല്ലേലൂയ. ಗಾಡಿಗೆ ಎಷ್ಟು ಅಲೆಲೂಯ ನಿಧಾನವಾದ್ರೂ ಆತ್ಮಿಕತೆ ವೇಗವಾಗೇ ಇರ್ತದೆ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അതിവേഗത്തിൽ സംഭവിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನ ಕಾರ್ಯಗಳು ಅತಿ ವೇಗದಲ್ಲಿ ಸಂಭವಿಸುವುದಕ್ಕಾಗಿ ನಾನು ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. എല്ലാവരും വളരെ വളരെ സന്തോഷമായിരിക്കുക. ಎಲ್ಲರೂ ಬಹಳ ಸಂತೋಷದಿಂದ ಆಗಿರೋಣ, വിശ്വാസത്തോടെ ഇരിക്കുക. ನಂಬಿಕೆಯಿಂದ ಆಗಿರೋಣ. ഹല്ലേലൂയ. എന്റെ സഹായം എവിടെ നിന്ന് വരും? ನನ್ನ ಸಹಾಯವು ಎಲ್ಲಿಂದ ಬರ್ತದೆ? ഹല്ലേലൂയ. പലരും പലതിലും പ്രതീക്ഷിക്കുകയാണ് എന്റെ സഹായം അവിടുന്ന് വരുന്നത്. ಅನೇಕರು ಅನೇಕ ದಾರಿಯನ್ನ ನೋಡ್ತಾ ಇದ್ದಾರೆ, ನನ್ನ ಸಹಾಯ ಅಲ್ಲಿಂದ ಬರಬಹುದು. ഒരു കൂട്ടൻ ഭക്തന്മാര് പറയും, ಆದ್ರೆ ಒಂದು ಗುಂಪು ಭಕ್ತರುಗಳು ಹೇಳ್ತಾರೆ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവര് പറയും, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಂಡವರು ಹೇಳ್ತಾರೆ, ദാഹിക്കുന്ന ഏവരെയും വിളിച്ചു പറയും, ದಾಹ ಉಳ್ಳಂತ ಎಲ್ಲರೂ ಹೇಳ್ತಾರೆ, യേശുവിനെ വിശ്വസിക്കുന്നവര് പറയും, ಯೇಸುವನ್ನ ನಂಬುವವರು ಹೇಳ್ತಾರೆ, എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടായ യഹോവയിൽ ನನ್ನ ಸಹಾಯವು ಆಕಾಶವನ್ನು ಭೂಮಿಯನ್ನು ಉಂಟು ಮಾಡಿದಂತ ಯೆಹೋವನಿಂದಲೇ ಬರುತ್ತದೆ. വേറെ എവിടുന്നല്ല അവിടുന്നാ വരുന്ന സഹായം. ಬೇರೆ ಎಲ್ಲಿಂದಲೂ ಅಲ್ಲ, ಸಹಾಯ ಅಲ್ಲಿಂದಾಗಿದೆ ಬರುವಂತದ್ದು. ചില മുഖാന്തരങ്ങളൊക്കെ പലതുമായിരിക്കാം. ಅದಕ್ಕೆ ಕೆಲವು ಮುಖಾಂತರಗಳು ಯಾರು ಬೇಕಾದ್ರೂ ಇರಬಹುದು. അത് കാക്കയായിരിക്കാം, ಅದು ಕಾಗೆನೇ ಆಗಿರಬಹುದು. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. സ്തോത്രം ചെയ്യും. കാക്കയാകാം, ಅದು ಕಾಗೆ ಆಗಿರಬಹುದು, അത് കഴുതയാകാം, ಅದು ಕತ್ತೆ ಆಗಿರಬಹುದು, അത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത ചില മനുഷ്യന്മാരായിരിക്കാം, ಅದು ನಾವು ಕಾಣದೇ ಇರುವಂತ ಮನುಷ್ಯರಿಗೆ ಇರಬಹುದು. ഹല്ലേലൂയ. ಆಮೆನ್. അവിടെ നിന്നൊക്കെ സഹായം വരും. ಅಲ್ಲಿಂದಲೇ ಸಹಾಯ ಬರುತ್ತದೆ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്, ನನಗೆ ನಿಮಗೆ ಬೇಕಾಗಿರೋದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ಅನೇಕ ಬಾರಿ ನಮಗೆ ಉಂಟಾಗುವಂತ ಅವಘಡವೇನೆಂದ್ರೆ, എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ ക്രിയ ചെയ്യുന്ന ഒരു കുഴപ്പമാണ്, ನನಗೂ ನಿಮಗೂ ಉಂಟಾಗುವಂತ ಒಂದು ಸಮಸ್ಯೆ ಏನಂದ್ರೆ, സ്നേഹിക്കുന്നവർ നമ്മളെ വേദനിപ്പിക്കുമുണ്ടാകുന്നത്, ಪ್ರೀತಿಸುವವರು ನಮ್ಮನ್ನು ವೇದನೆ ಪಡಿಸುವಾಗ ಉಂಟಾಗುವಂತದ್ದಾಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. പക്ഷേ ഈ പരിശുദ്ധന ശക്തി നിൽക്കുമ്പോൾ, ಆದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿಯಲ್ಲಿ ನಿಂತಿರುವಾಗ കർത്താവ് ദൂത് തരുന്നു, ಅದರೊಳಗಡೆ ಕರ್ತನೊಂದು ಆಲೋಚನೆ ಕೊಡ್ತಿದ್ದಾರೆ. അവരിന്നൊന്നും അല്ല നമുക്ക് സഹായം, ಅವರಿಂದಲೂ ಅಲ್ಲ ನಮಗೆ ಸಹಾಯ, അവരിന്നൊന്നും അല്ല നമുക്ക് ആശ്വാസം, ಅವರಿಂದಲೂ ಅಲ್ಲ ನಮಗೆ ಸಾಂತ್ವನ. സഹായം ആശ്വാസം യഹോവയിൽ നിന്ന്. ನಮ್ಮ ಸಮಾಧಾನವು ಆ ಅಲೆಲುಯ ಸಾಂತ್ವನವು ಯೆಹೋವನಿಂದಲೇ ಆಗಿದೆ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. പക്ഷേ ഹല്ലേലൂയ. ಆದ್ರೆ ആമേൻ. ഞാൻ പറഞ്ഞില്ല, കാക്കയിലൂടെയും ನಾನು ಹೇಳಿರುವ ಕಾಗೆ ಮೂಲಕವೂ മറ്റു ആമേൻ ഒരു പരിചയമില്ലാത്ത വ്യക്തികളിലൂടെ ಬೇರೆ ಯಾವ ಪರಿಚಯ ಇಲ್ಲದೆ ಇರುವಂತ ವ್ಯಕ್ತಿಗಳಿಂದಲೂ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഹെൽപ്പ്, ಕೆಲವೊಮ್ಮೆ ನಮಗೆ ಸಿಗುವಂತ ಸಹಾಯ ദൈവത്തിൻ്റെതാ, ಅದು ದೇವರಿಂದ ಆಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. അതിനാ പറഞ്ഞ ആകാശം ഭൂമി യഹോവയിൽ നിന്ന് വരും. ಅದಕ್ಕಾಗಿದೆ ಹೇಳುದು, ಭೂಮಿ ಆಕಾಶಗಳನ್ನು ಉಂಟು ಮಾಡದ ಯೆಹೋವನಿಂದಲೇ ಸಹಾಯ ಬರುತ್ತದೆ. ഇത് പറയുമ്പോൾ പരിശുദ്ധന്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, ಇದನ್ನು ಹೇಳುವಾಗ ಪರಿಶುದ್ಧಾತ್ಮ ನಾನು ಒಳಗಡೆ ಹೇಳ್ತಿದ್ದಾರೆ, എന്നെ ചിലതിലൂടെ ദൈവം കടത്തിവിടുന്നതിന്റെ കാരണം, ನನ್ನನ್ನ ಕೆಲವೊಂದು ಹಾದಿಯಲ್ಲಿ ದೇವರು ಹಾದು ಹೋಗುವಂತೆ ಮಾಡುವುದಕ್ಕೆ ಕಾರಣ, ഹല്ലേലൂയ, ಆಮೆನ್, ആമേൻ, ചില വേദനയുടെ കടത്തിവിടുന്നത്, ಕೆಲವು ವೇದನೆಯಲ್ಲಿ ಹಾದು ಹೋಗುವಂತೆ ಮಾಡೋದು. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുമ്പോൾ ഈ ശുശ്രൂഷിക്കുന്നത് പോലെ അല്ല, ನೀವು ನೋಡುವಾಗ ಈ ಸೇವೆ ಮಾಡುವಂತೆ ಅಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. മറുഭാഗത്ത് ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ പൗലോസ് പറയുന്നത് പോലെ, ಪೌಲನ್ ಹೇಳುವ ಹಾಗೆ, ചിലയിടത്ത് മരണം സംഭവിക്കുന്ന പോലെ, ಕೆಲವೊಂದು ಸ್ಥಳದಲ್ಲಿ ಮರಣವೂ ಉಂಟಾಗುವ ಹಾಗೆ, ചിലയിടത്ത് ഭയങ്കരമായ ഉപദ്രവം സംഭവിക്കുന്ന പോലെ, ಕೆಲವೊಂದು ಸ್ಥಳದಲ್ಲಿ ಬಹಳ ಹಿಂಸೆ ಉಂಟಾಗುವ ಹಾಗೆ, മറുഭാഗത്ത് യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവൃത്തിയും വെളിപ്പെടുന്നു. ಆದ್ರೆ ಮತ್ತೊಂದು ಭಾಗದಲ್ಲಿ ದೇವರ ನಾಮದಲ್ಲಿ ದೇವರ ಕಾರ್ಯಗಳು ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. എന്റെ ജീവിതത്തിൽ ഇത് വരുന്നത് ಯಾಕೆ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಬರುವಂತದ್ದು നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ನಿಮಗೋಸ್ಕರ ಆಗಿರಬಹುದು, പലർക്കും വേണ്ടിയാ, ಅಥವಾ ಅನೇಕರಿಗೋಸ್ಕರ ಆಗಿರಬಹುದು. ഇതിൽ നിന്നൊരു ദൂത് കിട്ടാൻ വേണ്ടി. ಯಾಕಂದ್ರೆ ಇದ್ರೊಳಗಿನಿಂದ ಒಂದು ದೈವೋಕ್ತಿ ಸಿಗುವುದಕ್ಕಾಗಿ. കാരണം ಅದಕ್ಕೆ ಕಾರಣ, ഇവിടെയുള്ള പലരും വേദനിക്കുന്നതിന്റെ കാര്യം ഞാൻ പറയാം. ಇಲ್ಲಿರುವಂತ ಅನೇಕರು ವೇದನೆ ಪಡ್ತಿರುವಂತ ವಿಷಯ ನಾನು ಹೇಳ್ತೇನೆ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ನೀವು ಬಹಳ ಹೆಚ್ಚು ವೇದನೆ ಪಡ್ತಿರೋದು നിങ്ങളെ വേണ്ടപ്പെട്ടവരിൽ നിന്നാണ്. ನಿಮಗೆ ಬಹಳ ಬೇಕಾದವರಿಂದನೇ. നിങ്ങൾ പുറത്ത് പറയാത്തോണ്ട, ನೀವು ಹೊರಗಡೆ ಹೇಳ್ತಿಲ್ಲ ಅಷ್ಟೇ, മറ്റേ ആരൊന്നും അല്ല, ಬೇರೆ ಯಾರಿಂದಲೂ ಅಲ್ಲ, ഏറ്റവും കൂടുതൽ ಬಹಳ ಹೆಚ್ಚು. പക്ഷേ ಆದ್ರೆ ഇവിടെയാണ് പിശാച് തന്ത്രം മെനയുന്നത്. ಅಲ್ಲಾಗಿದೆ ಸೈತಾನನು ತಂತ್ರವನ್ನ ಎಣಿಯುತ್ತಾ ಇರುವಂತದ್ದು. കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ಕಾರಣವೇನೆಂದ್ರೆ, ആ മേഖലയിൽ കൂടെ പിശാചിന് കയറിയാലേ ಆ ಹಂತದಲ್ಲಿ ಸೈತಾನ ಬಂದ್ರೆ ಮಾತ್ರವೇ നിങ്ങളെ തടയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയെ, ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ತಡೆಯಕ್ಕಾಗೋದು, നിങ്ങളുടെ വിശ്വാസത്തെ തടയാൻ പറ്റും, ನಿಮ್ಮ ನಂಬಿಕೆಯನ್ನು ತಡೆಯಕ್ಕಾಗೋದು, ദൈവത്തിന്റെ ബന്ധത്തെ തടയാൻ പറ്റും. ದೇವರೊಂದಿಗಿನ ಸಂಬಂಧವನ್ನ ತಡೀಲಿಕ್ಕಾಗೋದು. അതിനാണ് വേണ്ടപ്പെട്ടതിലൂടെ പിശാച് കയറി വരുന്നത്. ಅದಕ್ಕಾಗಿದೆ ಬೇಕಾದವರಿಂದಲೇ ಸೈತಾನನ್ ಬರುವಂತದ್ದು. വളരെ മനസ്സിലാക്കുക, ಬಹಳ ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳಿ. മുഴുവൻ പേരും പറയും, ಇಲ್ಲಿರುವಂತ ಎಲ್ಲರೂ നിങ്ങളെ ಹೇಳ್ತಾರೆ, ഏറ്റവും വേദനിപ്പിച്ച വിഷയം അത് ചോദിച്ചാൽ, ನಿಮಗೆ ಬಹಳ ವೇದನೆ ಪಡಿಸುವಂತ ವಿಷಯ ಯಾವುದು ಅಂತ ಕೇಳಿದ್ರೆ, വേണ്ടപ്പെട്ടവരിന്ന് കേട്ട വേദനകരം അനുഭവം, ನನಗೆ ಬೇಕಾದವರಿಂದಲೇ ಉಂಟಾದ ವೇದನೆ ಪಟ್ಟಂತ ಅನುಭವ ಪಾಸ್ಟರ್ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പറയണം. ಆ ರೀತಿಯಲ್ಲಿ ಯಾರಾದ್ರೂ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಈ ಮೀಟಿಂಗ್ ಮುಗಿದ ಮೇಲೆ ಬಂದು ಹೇಳ್ರಿ ನೋಡೋಣ. ഹല്ലേലൂയ. ಆಮೆನ್. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇതേ പറയാനുള്ളൂ. ಎಲ್ಲರಿಗೂ ಬಹಳ ಹೆಚ್ಚಾಗಿ ಇದನ್ನೇ ಹೇಳಿಕ್ಕಿರುವಂತದ್ದು. ഇവിടെ ആരാ കുഴപ്പക്കാരൻ? ಇಲ್ಲಿ ಯಾರಾಗಿದೆ ಸಮಸ್ಯೆ? പിശാച തന്ത്രം ചെയ്തപ്പോൾ ಸೈತಾನನ್ನು ತಂತ್ರ ಮಾಡಿದಾಗ നമ്മൾ അത് കേട്ട് വേദനിച്ചതാ പറ്റിയത്. ನಾವು ಅದನ್ನ ಕೇಳಿ ವೇದನೆ ಪಟ್ಟದಾಗಿದೆ ನಮ್ಮ ಅವಘಡ. ಕಾರಣ എന്റെ സഹായം, ನನ್ನ ಸಹಾಯ എന്റെ വേണ്ടപ്പെട്ടവരല്ല, ನನಗೆ ಬೇಕಾದವರಲ್ಲ, എന്റെ ദൈവം ನನ್ನ ದೇವರು എന്റെ വേണ്ടപ്പെട്ടവരല്ല, ನನಗೆ ಬೇಕಾದವರಲ್ಲ, എന്റെ സുരക്ഷിതത്വം, ನನ್ನ ಸುರಕ್ಷತೆ,
എന്റെ വേണ്ടപ്പെട്ടവരല്ല, ನನಗೆ ಬೇಕಾದವರಲ್ಲ. ഒരു നിമിഷം അവരുടെ മേൽ പിശാച് കയറിയാൽ മതി. ಒಂದು ನಿಮಿಷ ಅವರ ಮೇಲೆ ಸೈತಾನ್ ಬಂದ್ರೆ ಸಾಕು, അവരെന്തിനും മടിക്കത്തില്ല നിങ്ങൾക്ക് മുമ്പ്. ಅವ್ರು ಏನಕ್ಕೂ ಬೇಸತ್ತು ಹೋಗೋದಿಲ್ಲ ನಿಮ್ಮ ಮುಂದೆ. എന്നാൽ യേശു അങ്ങനെയല്ല. ಆದ್ರೆ ಯೇಸು ಹಾಗಲ್ಲ. ഹല്ലേലൂയ. യേശു എപ്പോഴും ಯೇಸು ಯಾವಾಗಲೂ എനിക്കും നിങ്ങൾക്ക് വേണ്ടി, ನನಗಾಗಿ ನಿಮಗಾಗಿ അവൻ സ്നേഹത്തിന്റെ ഉറവ, ಅವನ ಪ್ರೀತಿಯ ಉಗಮ ಸ್ಥಾನವೇ ಆಗಿದ್ದಾನೆ. ഹല്ലേലൂയ. അവൻ കൈവിടാത്ത ಅವನು ദൈവമാണ്. ಕೈ ಬಿಡದ അവൻ ದೇವರಾಗಿದ್ದಾನೆ. ഒരു നാളും തള്ളിക്കളയത്തില്ല. ಅವನು ಎಂದಿಗೂ ಕೈ ಬಿಡುವುದಿಲ್ಲ. അവൻ ഓർക്കുന്ന ദൈവമാണ്. ಅವನು ತಳ್ಳಿ ಬಿಡುವುದಿಲ್ಲ. ಅವನು ನೆನಪು ಮಾಡಿಕೊಳ್ಳೋ ದೇವರಾಗಿದ್ದಾನೆ. ഓർക്കുന്ന ദൈവമാണ്. ಅವನು ನೆನಪು ಮಾಡಿಕೊಳ್ಳೋ ഒരു ದೇವರಾಗಿದ್ದಾನೆ. വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ ಒಬ್ಬ ವ್ಯಕ್ತಿ ಸುವಾರ್ತೆ ಸಾರಿದ್ರೆ അവൻ ഓർക്കുന്ന ദൈവമാണ്. ಅವನನ್ನ ನೆನೆಸ್ಕೊಳ್ಳೋ ದೇವರು. ഒരു ദിവസം ഉപവസിച്ചാൽ ಒಂದಿನ ಉಪವಾಸ ಮಾಡಿದ್ರೆ ഓർക്കുന്ന ദൈവം. ಅವನು ನೆನೆಸ್ಕೊಳ್ಳೋ ದೇವರು. ഒരു സ്തോത്രം പറഞ്ഞാൽ ಅವನು ಸ್ತೋತ್ರ ಮಾಡಿದ್ರೆ ഓർക്കുന്ന ദൈവം. ನೆನೆಸಿಕೊಳ್ಳೋ ದೇವರು. ഒരു ആരാധനയ്ക്ക് പോയാൽ ಒಂದು ಆರಾಧನೆಗೆ ಹೋದ್ರೆ അവൻ ഓർക്കുന്ന ദൈവം. ನೆನೆಸಿಕೊಳ್ಳೋ ದೇವರು. ഒരു ജോലി ಒಂದು നഷ്ടമാക്കി ಕೆಲಸ ನಷ್ಟವಾದ್ರೆ ദൈവത്തിൽ ഇരിക്കുന്നത് ಒಂದು ಕೆಲಸವನ್ನ ನಷ್ಟಪಡಿಸಿ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋದು, ഓർക്കുന്ന ദൈവം. ಅದನ್ನ ಆತನು ನೆನಪು ಮಾಡಿಕೊಳ್ಳೋ ದೇವರು. അവൻ ഓർക്കുന്നു. ಅವನು ನೆನೆಸುತ್ತಾನೆ. നമ്മൾ പറയുന്നത് നമ്മളെ മറ്റാരും ഓർക്കുന്നില്ല. ನಾವು ಹೇಳ್ತೇವೆ ನಮ್ಮನ್ನು ಬೇರೆ ಯಾರು ನೆನೆಸ್ಕೊಳ್ತಿಲ್ಲ. വേറെ ആരും ഓർക്കാത്തതിന്റെ കാരണം എന്താ ಬೇರೆ അറിയാമോ? ಯಾರು ನೆನೆಸ್ಕೊಳ್ಳೋದೇ ಕಾರಣ ಏನು ಗೊತ್ತಾ? ദൈവം ഓർക്കുന്നതുകൊണ്ട്. ದೇವರು ನೆನೆಸ್ಕೊಳ್ತಿರೋದ್ರಿಂದ, യേശു ഓർക്കുന്നത് കൊണ്ട്. ಯೇಸು ನೆನೆಸ್ಕೊಳ್ತಾ ಇರೋದ್ರಿಂದ. ഹല്ലേലൂയ. ಆಮೆನ್. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവം ಈ ಹಗಲು ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയാണോ? ನಿಮ್ ಜೀವಿತದಲ್ಲಿ ಆ ರೀತಿಯಾದ ಒಂದು ಪರಿಸ್ಥಿತಿ ഈ ಇದೆಯೋ? അവസ്ഥയിൽ ആരെങ്കിലും കടന്നു ಈ പോകുന്നുണ്ടോ? ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಯಾರಾದ್ರೂ ಹೋಗ್ತಾ ಇದ್ದೀರಾ? പക്ഷേ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ನೀವು ಒಂದು ವಿಷಯವನ್ನ ಅರ್ಥ ಮಾಡ್ಕೋಬೇಕು. നിങ്ങൾ ഓർക്കുന്ന ഒരു യേശു ഉണ്ട്. ನಿಮ್ಮನ್ನ ನೆನಪು ಮಾಡಿಕೊಳ್ಳುವ ಒಬ್ಬ ಯೇಸು ಇದ್ದಾರೆ. ഹെൽപ്പ് ചെയ്യുന്ന ഒരു യേശു ഉണ്ട്. ನಿಮಗೆ ಸಹಾಯ ಮಾಡುವ ಯೇಸು, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു യേശു ನಿಮ್ ഉണ്ട്. ಜೊತೆಯಲ್ಲೇ ಕೂರುವ ಯೇಸು, നിങ്ങൾ ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു യേശു ഉണ്ട്. ನಿಮ್ಮನ್ನ ಎಂದಿಗೂ ಕೈ ಬಿಡದ ಯೇಸು. ആ യേശു ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി ಆ ಯೇಸು ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಇಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾರೆ. ഹല്ലേലൂയ. അവർ ഇറങ്ങി വന്നിട്ടുണ്ട്. ಆತನ ಇಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾನೆ. എത്രയോ പേർക്ക് ഒരു ദുഃഖമുള്ള ഒരു വാർത്ത. ಎಷ್ಟೋ ಜನಗಳಿಗೆ ದುಃಖವಿರುವಂತ ಒಂದು ಸುದ್ದಿ. ഹല്ലേലൂയ. യേശു ഇവിടുന്ന് പോയല്ലോ. ಯೇಸು ಇಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ರಲ್ಲ 3.5 വയസ്സിൽ. 33 ವರ್ಷದಲ್ಲಿ. അന്ന് ഞാൻ ಅವತ್ ഉണ്ടായിരുന്നെങ്കിൽ ನಾನು ಇದ್ದಿದ್ದಿದ್ರೆ യേശുവിനെ ഒന്ന് കാണാൻ ಯೇಸು ನೋಡ್ಬೋದಾಯ್ತು. കയ്യൊന്ന് പിടിച്ച് എന്റെ തലയിൽ വെക്കാൻ ಆ ಕೈಯನ್ನ ಹಿಡಿದು ನನ್ನ ತಲೆ ಮೇಲೆ ಇಡಿಸ್ಕೋಬಹುದಾಗಿತ್ತು. ഒന്ന് മാറോട് ചേറി ഇരിക്കാൻ ಆತನ ಎದೆಗೆ ನಾನು ಕೂಡ ಅಪ್ಕೊಳ್ಬಹುದಾಗಿತ್ತು എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരാണ്. ಎಂಬುದಾಗೆಲ್ಲ ನಾವು ಯೋಚನೆ ಮಾಡುವವರಾಗಿದ್ದೇವೆ. യേശു എന്തിനാണ് പോയത്? ಯೇಸು ಯಾತಕ್ಕಾಗಿ ಹೋದ್ರು? ഹല്ലേലൂയ. ആമേൻ. എന്നാ ഞാനൊരു കാര്യം വിളിച്ചു ಆದ್ರೆ പറയാം. ನಾನೊಂದು ವಿಷಯ ಕೂಗಿ ಹೇಳ್ತೇನೆ. ഹല്ലേലൂയ. വിളിച്ചൊരു കാര്യം പറയാം. ಒಂದು ವಿಷಯ ಕೂಗಿ ಹೇಳ್ತೇನೆ. യേശു പോയത് പോലെ ಯೇಸು ಹೋದ ಹಾಗೆ മറ്റൊന്നിവിടെ വന്നു. ಬೇರೊಬ್ಬನಿಲ್ಲಿ ಬಂದನು. അതാ പരിശുദ്ധാത്മാവ്. ಆತನೇ ಪರಿಶುದ್ಧಾತ್ಮನು. പരിശുദ്ധാത്മാവ് വിട്ടുപോകത്തില്ല. ಪರಿಶುದ್ಧಾತ್ಮನ ಬಿಟ್ಟು ಹೋಗೋದಿಲ್ಲ. പരിശുദ്ധാത്മാവ് ഒരിക്കലും വിട്ടുപോകത്തില്ല. ಪರಿಶುದ್ಧಾತ್ಮನ ಎಂದಿಗೂ ಬಿಟ್ಟು ಹೋಗೋದಿಲ್ಲ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്താലേ വിട്ടുപോകത്തുള്ളൂ. ದೇವರಿಗೆ ಇಷ್ಟವಲ್ಲದನ್ನ ನಾವು ಮಾಡಿದ್ರೆ ಮಾತ್ರವೇ ಅವನ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುವುದು. പരിശുദ്ധാത്മാവ് വിട്ടുപോകത്തില്ല. ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಲ್ಲ. യേശു ഒരിക്കൽ ಎಂದಿಗೂ നമ്മുടെ പാപ മുഖാന്തരം ನಮ್ಮ ಪಾಪದ ಮೂಲಕ നമ്മളെ വിട്ടുപോയതല്ല. ಆಲೆಯಲ್ಲಿ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಿದ್ದಲ್ಲ, നമ്മളെ രക്ഷിക്കാനായി കടന്നുപോയി. ನಮ್ಮನ್ನು ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ ಹೋದನು. പരിശുദ്ധാത്മാവ് ಆದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮನು എനിക്ക് യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ನನಗೆ ಅವ್ರ ಜೊತೆಯಲ್ಲಿ ಇರ್ಲಿಕ್ಕಾಗಲಿಲ್ಲ. പക്ഷെ എനിക്ക് പകരമായി ಆದ್ರೆ ನನಗೆ ಬದಲಾಗಿ എന്നെ പോലെ ನನ್ನ ಹಾಗೆ നീ അവരോട് കൂടെ ഇരിക്കണം. ನೀನು ಅವ್ರ ಜೊತೆಯಲ್ಲಿ ಇರಬೇಕು. ഒരു ദിവസമല്ല, ಒಂದು ದಿನ ಅಲ್ಲ, ഒരാഴ്ചയല്ല, ಒಂದು ವಾರ ഒരു ಅಲ್ಲ, വർഷമല്ല, ಒಂದು ವರ್ಷ ಅಲ್ಲ, ലോക അവസാനത്തോളം ಲೋಕದ ಯುಗದ ಸಮಾಪ್ತಿವರೆಗೆ എല്ലാ നാളും ಎಲ್ಲಾ ದಿವಸ യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ನಾನು ನಿಮ್ ಸಂಗಡ ಇರ್ತೇನೆ. പരിശുദ്ധാത്മാവിൽ കൂടെ ഇരിക്കും. ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ನಾನು ನಿಮ್ ಸಂಗಡ ಇರ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. എനിക്ക് രാത്രി ആയാലും എന്താ പ്രശ്നം? ನನಗೆ ರಾತ್ರಿ ಆದ್ರೆ ಏನ್ ತೊಂದ್ರೆ? പകലായാലും എന്താ പ്രശ്നം? ಹಗಲಾದ್ರೆ ಏನ್ ಸಮಸ್ಯೆ? മരുഭൂമി ആയാലും എന്താ പ്രശ്നം? ಮರುಭೂಮಿ ಆದ್ರೆ ಏನ್ ಸಮಸ್ಯೆ? ശോധന ആയാലും എന്താ പ്രശ്നം? ಶೋಧನೆ ಆದ್ರೆ ಏನ್ ಸಮಸ್ಯೆ? എന്തെല്ലാം പ്രതികൂല എന്താ പ്രശ്നം? ಏನೆಲ್ಲ ಅನಾನುಕೂಲಗಳು ಬಂದ್ರೆ ಏನ್ ಸಮಸ್ಯೆ? ഏത് ആപത്ത് വന്നാലും എന്താ പ്രശ്നം? ಯಾವ ಆಪತ್ತುಗಳು ಬಂದ್ರೆ ಏನ್ ಸಮಸ್ಯೆ? ഒന്നും സംഭവിക്കത്തില്ല. ಏನು ಸಂಭವಿಸಿಲ್ಲ. ಕಾರಣ ലോക അവസാനത്തോളം ಯುಗದ ಸಮಾಪ್ತಿವರೆಗೆ എല്ലാ നാളും ಎಲ್ಲಾ ದಿವಸ കൂടെ ഇരിക്കാന്ന് പറഞ്ഞ ಜೊತೆ ಇರುತ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ഒറ്റയാളെ പറഞ്ഞിട്ടുള്ളൂ. ಒಬ್ಬನೇ ಅದನ್ನ ಹೇಳಿರೋದು. അവൻ ഒരിക്കലും മാറത്തില്ല. ಆತನ ಎಂದಿಗೂ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಲ್ಲ. അത് യേശുവാണ്. ಅದು ಯೇಸುವಾಗಿದ್ದಾರೆ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ಇವತ್ತು ಇಲ್ಲಿರುವಂತ ಪ್ರತಿಯೊಬ್ಬರಿಗೂ കർത്താവ് പറയുന്നു, ಕರ್ತನ ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ ഒരിക്കലും നിന്നെ പിരിഞ്ഞു മാറത്തില്ല. ನಾನು ಎಂದಿಗೂ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಲ್ಲ. നീ പിരിഞ്ഞാ പോലെ എനിക്ക് നിന്നോട് പിരിയാൻ മനസ്സില്ല. ನೀನ್ ಬಿಟ್ಟು ಹೋದ್ರು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಕ್ಕೆ ನನಗೆ ಮನಸ್ಸಿಲ್ಲ. നീ പ്രാർത്ഥന കുറച്ചാ പോലും ನೀನ್ ಪ್ರಾರ್ಥನೆ ಕಡಿಮೆ ಮಾಡಿದ್ರು ആരും കുറയ്ക്കാനല്ല. ಪ್ರಾರ್ಥನೆ ಯಾರು ಕಡಿಮೆ ಮಾಡ್ಬೇಕಂತಲ್ಲ. ജയിക്കാൻ പറ്റത്തില്ല. ಕಡಿಮೆ ಮಾಡಿದ್ರು ಜಯಿಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ആത്മീയം ചോർന്നു പോകും. ಆತ್ಮಿಕತೆ ಸೋತೋಗುತ್ತೆ. പക്ഷേ പ്രാർത്ഥന അല്പം കുറഞ്ഞെന്ന് ಆದ್ರೆ പറഞ്ഞാലും ಪ್ರಾರ್ಥನೆ ಸ್ವಲ್ಪ ಕಡಿಮೆ ಆದ್ರೂ വിട്ടുമാറാൻ പറ്റത്തില്ല. ಆತನಿಗೆ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಕ್ಕಾಗಲ್ಲ. വചനം കിടക്കുന്നു. ಯಾಕಂದ್ರೆ ವಾಕ್ಯ ಇದೆ, ലോകാവസാനത്തോളം ಯುಗದ ಸಮಾಪ್ತಿವರೆಗೆ എല്ലാ നാളും ಎಲ್ಲಾ ದಿವಸ ഞാൻ നിങ്ങളോട് കൂടെ ನಾನು ನಿಮ್ಮ ಸಂಗಡ ಇರ್ತೇನೆ. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ನಾನು ನಿಮ್ ಸಂಗಡ ಇರ್ತೇನೆ. യേശു കൂടെ ഇരുന്നാൽ ಯೇಸು ಜೊತೆಯಲ್ಲಿದ್ರೆ അവിടെ വേറെ ആർക്കും കയറി വരാൻ ಅಲ್ಲಿ പറ്റത്തില്ല. ಬೇರೆ ಯಾರಿಗೂ ಪ್ರವೇಶ ಮಾಡ್ಲಿಕ್ಕೆ അതാണ് ಆಗೋದಿಲ್ಲ. രഹസ്യം. ಅದಾಗಿದೆ ನಿನ್ನ ರಹಸ್ಯ. കാരണം യേശു ഉള്ളിടത്ത് ಯಾಕಂದ್ರೆ ಯೇಸು ಇರೋ ಸ್ಥಳದಲ್ಲಿ പിശാചിന്റെ ആത്മാവുള്ള ഒന്നും വരത്തില്ല. ಸೈತಾನನ ಆತ್ಮ ಇರುವಂತ ಯಾವುದು ಬರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ആരെങ്കിലും നിങ്ങളോട് വിരോധമായി ಯಾರಾದ್ರೂ ನಿಮಗೆ ವಿರೋಧವಾಗಿ നിങ്ങളുടെ അടുക്കൽ വരുന്നില്ലെങ്കിൽ ನಿಮ್ಮ ಬಳಿಗೆ ಬರ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ യേശു ഉള്ളത് കൊണ്ടാണ്. ಯೇಸು ಇರೋದ್ರಿಂದ ಆಗಿದೆ. പിശാചിന്റെ ആത്മാവുള്ള ആർക്കും നിങ്ങളുടെ അടുക്കൽ എടുക്കാൻ പറ്റില്ല. ಸೈತಾನನ ಆತ್ಮವಿರುವಂತ ಯಾರು ನಿನ್ನ ಹತ್ತಿರಕ್ಕೆ ಬರಕ್ಕಾಗೋದಿಲ್ಲ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ಈ ಲೋಕದಲ್ಲಿ ಬಹಳ ಹೆಚ್ಚು ಪ್ರೀತಿಸೋದು അമ്മയാണ്.
ತಾಯಿಯಾಗಿದ್ದಾರೆ, പക്ഷെ അപ്പനാണ്, ಒಂದು ಪಕ್ಷ ತಂದೆ ಆಗಿರ್ಬೋದು, സഹോദരങ്ങളാ. ಸಹೋದರರು ചില ഘട്ടത്തിൽ ಕೆಲವೊಂದು ಹಂತದಲ್ಲಿ അവര് പോലും നമ്മളെ വെറുക്കുന്നു. ಅವರು ಸಹ ನಮ್ಮನ್ನು ದ್ವೇಷ ಮಾಡ್ತಾರೆ. കാരണം വേറൊന്നുമല്ല, ಕಾರಣ ಬೇರೇನೂ ಅಲ್ಲ, യേശു നിന്റെ കൂടെ ഇരിക്കുമ്പോൾ, ಯೇಸು ನಿನ್ನ ಜೊತೆಯಲ್ಲಿರುವಾಗ ദുരാത്മാവുള്ള ഒരു വ്യക്തിക്ക് നിന്റെ അടുക്കൽ ದುರಾತ್ಮ ಇರುವಂತ ಯಾವ ವ್ಯಕ್ತಿಗೂ ನಿನ್ನ ಹತ್ತಿರ ಬರಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. അതാ സ്നേഹം കുറഞ്ഞതല്ല, ಅವರಿಗೆ ನಿನ್ನ ಮೇಲೆ ಪ್ರೀತಿ ಕಡಿಮೆ ಆಗಿದಲ್ಲ, സ്നേഹം കുറഞ്ഞതല്ല, ಪ್ರೀತಿ ಕಡಿಮೆ ಆಗಿದಲ್ಲ. യേശു മാറിയ മാത്രമേ ಯೇಸು ನಿನ್ನನ್ನು ಬಿಟ್ಟೋದ್ರೆ ಮಾತ್ರವೇ അവർക്ക് നിങ്ങളുടെ അടുക്കൽ കൂടി സഹായിക്കാൻ പറ്റൂ. ಅವರಿಗೆ ನಿನ್ನ ಹತ್ತಿರ ಬಂದು ಸಹಾಯ ಮಾಡಕ್ಕಾಗೋದು. അത് നിങ്ങളുടെ ഭർത്താവാകട്ടെ, ಅವ್ರು ನಿನ್ನ ಗಂಡನಾಗಿರ್ಲಿ, ഭാര്യയാകട്ടെ, ನಿನ್ನ ಹೆಂಡತಿ ಆಗಿರ್ಲಿ, സഹോദരങ്ങളാകട്ടെ, ಸಹೋದರರಾಗಿರ್ಲಿ, അപ്പനാകട്ടെ, ಅಪ್ಪ ಆಗಿರ್ಲಿ, അമ്മയാകട്ടെ, ಅಮ್ಮ ಆಗಿರ್ಲಿ, ആരുമാകട്ടെ, ಯಾರೇ ಆಗಿರ್ಲಿ, അതല്ല അവർ നിങ്ങളോട് അടുക്കണമെങ്കിൽ ಅವರೆಲ್ಲ ನಿಮ್ಮ ಹತ್ತಿರ ಬರ್ಬೇಕಂದ್ರೆ അവരിൽ അതുപോലെ യേശു കൂടെ ഉണ്ടായിരിക്കണം. ಅವರ ಜೊತೆಯಲ್ಲೂ ಯೇಸು ಜೊತೆಯಲ್ಲಿ ಇರಬೇಕು. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമായി, ಅನೇಕರ ಪ್ರಶ್ನೆಗಳಿಗೆ ಇದು ಉತ್ತರವಾಗಿದೆ, നിങ്ങളുടെ ചോദ്യമായത് ಅನೇಕರ ಪ್ರಶ್ನೆಯಾಗಿದೆ. ഇന്ന് പകല് പരിശുദ്ധൻ ഉറപ്പ് ಈ തരുന്നു. ಹಗಲು ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನು ದೃಢಪಡಿಸಿದ್ದಾರೆ. ചിലപ്പോ പറയാറുണ്ട്, ನೀನ್ ಕೆಲವೊಮ್ಮೆ ಹೇಳ್ಬಹುದು, ഞാൻ എങ്ങനെയോ ജീവിച്ചപ്പോൾ ನಾನು ಹೇಗೋ ಜೀವನ ಮಾಡಿದಾಗ ആർക്കും ഒരു കുഴപ്പമില്ല, ಯಾರಿಗೂ ಏನ್ ಸಮಸ್ಯೆ ಇರಲಿಲ್ಲ, ഞാൻ യേശുവിനോട് ജീവിതം ಆದ್ರೆ കൊടുത്തപ്പോൾ, ನಾನು ಯೇಸುವಿಗಾಗಿ ಜೀವಿತ ಕೊಟ್ಟಾಗ, ഞാൻ നല്ല കാര്യം ചെയ്യാൻ ನಾನು തുടങ്ങിയപ്പോൾ, ಒಳ್ಳೆ ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭ ഞാൻ ಮಾಡಿದಾಗ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭ ಮಾಡಿದಾಗ, കൈ പിടിച്ച് പ്രോത്സാഹിക്കേണ്ടവർ ನನ್ನನ್ನು ಕೈ ಹಿಡಿದು ಪ್ರೋತ್ಸಾಹ ಮಾಡಬೇಕಾದವರು എന്നോട് എതിർക്കുന്നത് എന്താണ്? ನನ್ನನ್ನು ಯಾಕೆ ವಿರೋಧ ಮಾಡ್ತಿದ್ದಾರೆ? ಕಾರಣ യേശു ഉള്ളിടത്ത് ಯೇಸು ಇರೋ ಸ್ಥಳದಲ್ಲಿ ദുരാത്മാവ് കയറി വരത്തില്ല. ದುರಾತ್ಮ ಹತ್ತಿರ ಬರೋದಿಲ್ಲ. വേറെ ആത്മാവുള്ള വ്യക്തിക്ക് കയറി വരാൻ ಬೇರೆ പറ്റില്ല. ಆತ್ಮ ಇರುವಂತ ವ್ಯಕ್ತಿಗೆ ಹತ್ತಿರ ಬರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. പ്രാർത്ഥിക്കുന്ന വ്യക്തി, ಪ್ರಾರ್ಥನೆ ಮಾಡೋ ವ್ಯಕ್ತಿ നിങ്ങളോട് സഹകരിക്കുന്നുണ്ടെങ്കിൽ, ನಿಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸ್ತಾ ಇದ್ರೆ, നിങ്ങൾ അവരുടെ മേൽ ദൈവാത്മാവുണ്ട്, ಅವ್ರ ಮೇಲೆ ದೇವರಾತ್ಮ ಇದ್ದಾರೆ. അല്ലാത്ത വ്യക്തി സഹകരിക്കത്തില്ല. ಅಲ್ಲದೆ ಇರುವಂತ ವ್ಯಕ್ತಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ನಿಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಲ್ಲ. മനസ്സിലാവുന്നവർക്ക് ദൈവത്തെ ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. പലർക്കും ഈ വിഷയം പലരും പറയാറുണ്ട്, ಅನೇಕರು ಹೇಳ್ತಾರೆ, പ്രാർത്ഥിക്കുന്നവരും ಪ್ರಾರ್ಥನೆ ಮಾಡುವವರು, ആരാധിക്കുന്നവരും ಆರಾಧನೆ ಮಾಡುವವರು ഇതെന്തോന്ന് മനസ്സിലാക്കാത്തത്. ಇದನ್ನ ಯಾಕೆ ಅವರು ಕೂಡ ಅರ್ಥ ಮಾಡ್ಕೊಳ್ತಿಲ್ಲ? യേശു ഉള്ളിടത്ത് എല്ലാവർക്കും വരാൻ പറ്റും. ಯೇಸು ಇರುವ ಸ್ಥಳದಲ್ಲಿ ಎಲ್ರಿಗೂ ಬರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. മനുഷ്യന് വരാം, ಮನುಷ್ಯ ಬರ್ಬಹುದು, മനുഷ്യന് യേശു ഉള്ള എവിടെയും കയറി വരാം. ಮನುಷ್ಯನು ಯೇಸು ಇರುವಂತ ಎಲ್ಲಿಗೂ ಬರಬಹುದು, ദുരാത്മാവിന് കയറി വരാൻ പറ്റത്തില്ല. ಆದ್ರೆ ದುರಾತ್ಮನಿಗೆ ಬರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ദുരാത്മ ആരുടെ മേൽ ഉണ്ടെങ്കിൽ കയറി വരാൻ പറ്റും. ದುರಾತ್ಮ ಯಾರ ಮೇಲಾದ್ರೂ ಇದ್ರೆ ಅವ್ರಿಗೂ ಬರ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇതായി സംഭവിക്കുന്നത്. ಇದಾಗಿದೆ ಸಂಭವಿಸ್ತಾ ಇರೋದು. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ ശ്രദ്ധിക്കുക. ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳಿಗೆ കർത്താവിനെ ಗಮನಿಸಿ, സ്തുതിക്കുക, കർത്താവിനെ സ്തോത്രം ചെയ്യുക. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങളിലൂടെ ಯಾತಕ್ಕಾಗಿ ಈ ಅನಾನುಕೂಲಗಳಲ್ಲಿ ഈ ആത്മീയത്തിൽ സന്തോഷിക്കുന്നത്? ಈ ಆತ್ಮಿಕತೆಯಲ್ಲಿ ಸಂತೋಷ ಪಡ್ತಿರೋದು ആത്മീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവാണ്. അതുകൊണ്ടാണ്. ಯಾಕಂದ್ರೆ ಆತ್ಮಿಕತೆಯಲ್ಲಿ ತುಂಬಿ ನಿಂತಿರೋದು ಯೇಸುವಾಗಿದ್ದಾರೆ. ಆದ ಕಾರಣ മറുഭാഗം എന്താണ്? ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ ಏನು? ആത്മീയത്തിൽ സന്തോഷിക്കാൻ കാരണം ಆತ್ಮಿಕತೆಯಲ್ಲಿ ಸಂತೋಷ ಪಡ ಕಾರಣ ಏನು? അല്ലാതിരിക്കുമ്പോൾ ಅಲ್ಲದೆ ಇರುವಾಗ നഷ്ടപ്പെട്ടതും ನಷ್ಟಪಟ್ಟದ್ದು, കിട്ടാത്തതും ಸಿಗದೇ ಇದ್ದದ್ದು എല്ലാം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും, ಎಲ್ಲವೂ ಈ ಆತ್ಮಿಕತೆಯಲ್ಲಿ ಸಿಗುತ್ತಾ ಇದೆ, അനുഭവിച്ചുകൊണ്ടിരിക്കും. ಅನುಭವಿಸ್ತಾ ಇದ್ದೇವೆ. അതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ಅದ್ರ ಒಳಗಡೆ ಆಗಿದೆ ನಾವು ನಿಂತಿರೋದು. ഹല്ലേലൂയ. അതിനകത്താണ് നമ്മൾ ಅದ್ರ നിൽക്കുന്നത്. ಒಳಗಡೆ ಆಗಿದೆ ನಾವು ನಿಂತಿರೋದು. നല്ല വിശപ്പുള്ളവന് ಬಹಳ ಹಸಿವೆ ಉಳ್ಳವನಿಗೆ ഭയങ്കര വിശപ്പാണ്, ಬಹಳ ಹಸಿವೆ, ഭയങ്കര വിശപ്പാ. ಬಹಳ ಹಸಿವೆ. ഒരു ഗോഡൌൺ മുഴുവൻ ಒಂದು ಗೋಡಾನ್ ಪೂರ್ತಿ മട്ടൻ ബിരിയാണി, ಮಟನ್ ಬಿರಿಯಾನಿ അതിന്റെ നടുക്ക് നിങ്ങളെ കൊണ്ട് നിർത്തിയ ಅದರ ಮಧ್ಯದಲ್ಲಿ ತಗೊಂಡೋಗಿ ನಿಮ್ಮ ನಿಲ್ಸಿದ್ರೆ കഴിക്കേണ്ട ആവശ്യമില്ല. ನಿಮಗೆ ನೀವು ತಿನ್ಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. സ്മെല്ലടിച്ചിന് നിങ്ങളുടെ വയറിന്. ಅದರ ವಾಸನೆ ಕುಡಿಯುವಾಗಲೇ ನಿಮ್ಮ ಹೊಟ್ಟೆ ತುಂಬುತ್ತೆ. അങ്ങനെയാണെങ്കിൽ ಹಾಗಿರೋದಾದ್ರೆ യേശുവിന്റെ സാന്നിധ്യത്തിനകത്ത് ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯದ ಒಳಗಡೆ നിങ്ങൾ അകത്ത് കയറുമ്പോൾ തന്നെ ನೀವು ಅದರ ಒಳಗಡೆ ಬರುವಾಗಲೇ സകല പരാജയങ്ങളും ನಿಮ್ಮ ಎಲ್ಲ ಸೋಲುಗಳು ನೀಗಲ್ಪಟ್ಟಿರುತ್ತವೆ. ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ನಂತರ ಅದನ್ನು ಚಿಂತೆ ಮಾಡ್ಲಿಕ್ಕೂ ಆಗೋದಿಲ್ಲ. സകല വേദനകൾ മാറി, ಎಲ್ಲ ವೇದನೆಗಳು ನೀಗಿರ್ತವೆ, ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ಚಿಂತೆ ಮಾಡ್ಲಿಕ್ಕೂ ಆಗೋದಿಲ್ಲ. സകല വിഷമങ്ങൾ മാറി, ಎಲ್ಲ ದುಃಖಗಳು ನೀಗಿರ್ತದೆ, ചിന്തിക്കാൻ കഴിയത്തില്ല. ಚಿಂತೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ಅದಲ್ವ ಇಲ್ಲಿ ಸಂಭವಿಸ್ತಿರೋದು, അതല്ലേ ഈ സെഷനിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ಅದಲ್ವ ಈ ಸೆಷನ್ಗಳಲ್ಲಿ ಸಂಭವಿಸ್ತಿರೋದು. സംഭവിക്കേണ്ടത് ಅದಾಗಿದೆ ಸಂಭವಿಸಬೇಕಾಗಿರೋದು. സെഷനിൽ യേശു ഉണ്ടെന്ന് എന്താ തെളിവ്? ಒಂದು ಸೆಷನ್ ಅಲ್ಲಿ ಯೇಸು ಇದ್ದಾರೆ ಅನ್ನೋದಕ್ಕೆ ಏನು ಗುರುತು? യേശുവിന്റെ അന്തരീക്ഷം അവിടെ വ്യാപരിക്കും. ಯೇಸುವಿನ ವಾತಾವರಣ ಅಲ್ಲಿ ವ್ಯಾಪರಿಸುತ್ತದೆ. അവിടെ ഏതില്ലെങ്കിലും ಅದು ಅಲ್ಲಿ ಯಾವುದಿಲ್ಲ ഒരു ಅಂದ್ರು പ്രശ്നവുമില്ല, ಏನ್ ಸಮಸ್ಯೆ ಇಲ್ಲ, അവിടെ ശത്രുത്വമില്ല, ಅಲ್ಲಿ ಶತ್ರುತ್ವ ಇಲ್ಲ, അവിടെ പരാജയമില്ല, ಅಲ್ಲಿ ಸೋಲಿಲ್ಲ, അവിടെ വേദനയില്ല, ಅಲ್ಲಿ ವೇದನೆ ಇಲ್ಲ, അവിടെ നഷ്ടബോധമില്ല, ಅಲ್ಲಿ ನಷ್ಟದ ಪ್ರಜ್ಞೆ ಇಲ್ಲ. എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം. ಎಲ್ಲರ ಮುಖದಲ್ಲೂ ಒಂದು ಸಂತೋಷ. ಕಾರಣ അവിടെ യേശു ഉണ്ടെന്ന് ಅಲ್ಲಿ ಯೇಸು ಇದ್ದಾರೆ ಅನ್ನೋದರ ಗುರುತಾಗಿದೆ. ಅದು മനസ്സിലാക്കാൻ ദൈവത്തെ ಅರ್ಥ സ്തുതിക്കുന്നു. ಆಗುತ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഇതെങ്ങനെ ഇത് മനസ്സിലായിട്ടും ಇದು ಅರ್ಥ ಆಗಿಯೂ ഇതിന് എത്ര വില കൊടുക്കണം നമ്മൾ? ಇದಕ್ಕೆ ಎಷ್ಟು ಬೆಲೆ ಕೊಡಬೇಕು ನಾವು? ഒരു മനുഷ്യന്റെ ಒಬ್ಬ ಮನುಷ್ಯನ അകത്ത് ಒಳಗಡೆ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് ಸಂತೋಷ ಪಡಿಸಲಿಕ್ಕೆ ഈ ಆಗುವಂತದ್ದು ലോകത്തിൽ ഒന്നിനും ಈ പറ്റില്ല. ಲೋಕದಲ್ಲಿ ಇರುವಂತ ಯಾವುದಕ್ಕೂ ಆಗೋದಿಲ್ಲ. ചിലപ്പോൾ ജഡത്തെ സന്തോഷിക്കാൻ കഴിയും. ಕೆಲವೊಮ್ಮೆ ಶರೀರವನ್ನ ಸಂತೋಷ ಪಡಿಸಕ್ ಆಗ್ಬೋದು, ആ സന്തോഷം ಆ നിലനിൽക്കത്തില്ല. ಸಂತೋಷ ನೆಲೆಗೊಳ್ಳೋದಿಲ್ಲ. ഏതാനും മണിക്കൂറുകൾ മാത്രം. ಯಾವ್ದಾದ್ರೂ ಗಂಟೆಗಳು ಮಾತ್ರ. എന്നാൽ ಆದ್ರೆ ഏത് സമയത്തും സന്തോഷിക്കും. ಯಾವುದೇ ಸಮಯದಲ್ಲೂ ಸಂತೋಷ ಪಡುವ യേശുവിന്റെ സാന്നിധ്യമാണ്. ಪಡ್ಲಿಕ್ಕೆ ಆಗುವಂತದ್ದು ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯದಿಂದಾಗಿದೆ. ഹല്ലേലൂയ. ഏത് കഷ്ടതയിലൂടെയും ಯಾವ ಕಷ್ಟದಲ್ಲೂ ജീവിക്കാൻ കഴിയുന്നത് ಜೀವನ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವುದು യേശുവിന്റെ സാന്നിധ്യത്തിലാണ്. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯದ ಮೂಲಕವಾಗಿದೆ. ഏത് രോഗത്തിലും ಯಾವ ರೋಗದಲ್ಲೂ ആമേ ജയകരമായ ഒരു ജീവിതം, ಜಯಕರವಾದ ಜೀವಿತವನ್ನು ನಡೆಸಲಿಕ್ಕೆ ಆಗುವುದು ആമേ യേശുവിന്റെ സാന്നിധ്യത്തിൽ ಯೇಸುವಿನ മാത്രമാണ്. ಸಾನ್ನಿಧ್ಯದಿಂದ ഏത് ಮಾತ್ರವಾಗಿದೆ. പ്രതികൂലത്തിലും ಯಾವ ಅನಾನುಕೂಲಕ್ಕೂ സന്തോഷിക്കാൻ കഴിയുന്നത് ಅದರಲ್ಲೂ ಸಂತೋಷ ಪಡ್ಲಿಕ್ಕೆ ಆಗುವಂತದ್ದು യേശുവിന്റെ സാന്നിധ്യം മാത്രമാണ്. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಮಾತ್ರವಾಗಿದೆ. ഹല്ലേലൂയ. ആമേൻ. ഇതേപോലെ പറയുവാൻ ಇದೇ ರೀತಿಯಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ വേറൊരു നാമമില്ല. ಬೇರೆ ಯಾವ ನಾಮವೂ ಇಲ್ಲ. ഇതേപോലെ അനുഭവിക്കുവാൻ ಈ ರೀತಿಯಲ್ಲಿ ಅನುಭವಿಸಲಿಕ್ಕೆ വേറൊരു നാമമില്ല. ಬೇರೆ ಒಂದು ನಾಮವಿಲ್ಲ. ഇതേപോലെ ಈ സന്തോഷിക്കുവാൻ
ರೀತಿಯಲ್ಲಿ ಸಂತೋಷಪಡ್ಲಿಕ್ಕೆ വേറൊരു നാമമില്ല. ಬೇರೊಂದು ನಾಮವಿಲ್ಲ. ഇതേപോലെ വിടുതൽ ಇದೇ അനുഭവിക്കുവാൻ ರೀತಿಯಲ್ಲಿ ಬಿಡುಗಡೆ ಅನುಭವಿಸಲಿಕ್ಕೆ വേറൊരു നാമമില്ല. ಬೇರೊಂದು ನಾಮವಿಲ್ಲ. ഹല്ലേലൂയ. ആരെക്കാൾ കൂടുതൽ, ಯಾರಿಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ, ആരെക്കാൾ കൂടുതൽ ಯಾರಿಗಿಂತ ಹೆಚ್ಚಾಗಿ ആശ്വാസത്തിന്റെ വാക്ക് കേൾക്കുവാൻ ಸಾಂತ್ವನದ ಮಾತುಗಳನ್ನು ಕೇಳಲಿಕ್ಕೆ ഇതേപോലെ നാമം വേറെ ಈ ഇല്ല. ರೀತಿಯಲ್ಲಿ ಒಂದು ಬೇರೆ ನಾಮವೂ ಇಲ್ಲ. എല്ലാ നാമത്തിനും ಎಲ್ಲಾ ഈ ನಾಮಗಿಂತಲೂ നാമ മേലായ ಈ നാമമാണ്. ನಾಮ ಮೇಲಾದ ನಾಮವಾಗಿದೆ. എല്ലാ നാമത്തിനും മേലായ ಎಲ್ಲಾ നാമം. ನಾಮಗಳಿಗಿಂತಲೂ ಮೇಲಾದ ನಾಮ. ആ നാമം നമ്മുടെ മേലുള്ളത് കൊണ്ട് ಆ ನಾಮ ನಮ್ಮ ಮೇಲಿರೋದ್ರಿಂದ ഒരു ശക്തിക്കും ಯಾವ ಶಕ್ತಿಗೂ ആരെയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ಯಾರನ್ನು വിധത്തിൽ ಏನು ಮಾಡ್ಲಿಕ್ಕಾಗದೆ ಇರೋ ರೀತಿಯಲ್ಲಿ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേ ಕಾರ್ಯ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮ ಮೂಲಕ ಕಾರ್ಯ ಮಾಡ್ತಿದ್ದಾರೆ. പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ಪರಿಶುದ್ಧಾತ್ಮನ ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭ വലിയ ಮಾಡಿದ್ರೆ വീര്യ പ്രവർത്തികൾ സംഭവിക്കും. ದೊಡ್ಡ ಮಹತ್ ಕಾರ್ಯಗಳಲ್ಲಿ ನಡೀತದೆ. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ಪರಿಶುದ್ಧಾತ್ಮ ಕಾರ್ಯ ಮಾಡುವಾಗ മൗനം പാലിച്ചിരിക്കത്തില്ല. ಮೌನವಾಗಿರೋದಿಲ್ಲ. ആരാധന സ്ഥലത്തിരിക്കാൻ പറ്റത്തില്ല. ಆರಾಧನೆ ಸ್ಥಳದಲ್ಲಿ ಮೌನವಾಗಿರಕ್ಕಾಗೋದಿಲ್ಲ. പരിശുദ്ധാത്മ വന്നപ്പോൾ ಯಾಕಂದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮ ಬಂದಾಗ നാക്ക് അഗ്നി ಅವರ ജ്വലിക്കത്തില്ല. ನಾಲಿಗೆಗಳು ಅಗ್ನಿಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟವು. അവർ ഇത് പറയാത്ത ഭാഷ, ಅವರು ಇದುವರೆಗೂ ಮಾತಾಡದೇ ಇರುವ ಭಾಷೆ, പ്രവചനം പുറത്തു വരാൻ തുടങ്ങി. ಪ್ರವಾದನೆಗಳು ಅವರ ಬಾಯಿಂದ ಹೊರಗಡೆ ಬಂತು. വചന വെളിപ്പാട് പുറത്തു വരും. ವಾಕ್ಯದ ಪ್ರಕಟಣೆ ಹೊರಗಡೆ ಬಂತು. രോഗശാന്തി പുറത്തു വരും. ರೋಗದ ಸೌಖ್ಯ ಹೊರಗಡೆ ಬಂತು. ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ಆತ್ಮಗಳು ರಕ್ಷಿಸಲ್ಪಟ್ಟವು. അവർക്ക് വലിയ സന്തോഷമുണ്ടായി. ಅವರ ಮಧ್ಯದಲ್ಲಿ ಬಹಳ ದೊಡ್ಡ ಸಂತೋಷವಾಯಿತು. അപ്പോസ്തല പ്രവൃത്തി ಅಪೊಸ್ತಲರ ಕೃತ್ಯ 2 മുതൽ താഴോട്ട് വായിക്കപ്പെടും. 2-1 ವಾಕ್ಯದಿಂದ ಕೆಳಗಡೆ ಓದುವಾಗ ಅಲ್ಲಿ ಕಾಣಬಹುದು. അങ്ങനെയാണെങ്കിൽ ಆಗಿರುವುದಾದ್ರೆ ആർക്കെങ്കിലും എന്തൊരു സംശയമുണ്ടെങ്കിൽ ಯಾರಿಗಾದ್ರೂ ಏನಾದ್ರೂ ಸಂದೇಹವಿದ್ದರೆ ഈ കൂട്ടായ്മ ಈ ಅನ್ಯೋನ್ಯತೆ പരിശുദ്ധന്റെ ശക്തി പ്രവർത്തിക്കുന്ന തെളിവാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಕಾರ್ಯ ಮಾಡ್ತಾ ಇರೋದ್ರ ಗುರುತಾಗಿದೆ. ഈ കൂട്ടായ്മ ಈ ಅನ್ಯೋನ್ಯತೆ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിവാണ്. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ ಇರೋದಕ್ಕೆ ಒಂದು ಗುರುತಾಗಿದೆ. യേശു വരുമ്പോൾ, ಯೇಸು ಬರುವಾಗ, പരിശുദ്ധൻ ക്രിയ ചെയ്യുമ്പോൾ ಪರಿಶುದ್ಧಾತ್ಮ ಕ್ರಿಯೆ ಮಾಡುವಾಗ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ಸುಮ್ಮನೆ ಇರಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. കാരണം അവർക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ಯಾಕಂದ್ರೆ ಅಲ್ಲಿ ಅವರಿಗೆ ಸಂತೋಷ ಪಡದೆ ಇರಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. അത് പരിശുദ്ധൻ ശക്തിയിലാണ്. ಯಾಕಂದ್ರೆ ಅದು ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಇಲ್ಲ ಆಗಿದೆ. ಅಲ್ಲಿ ಅಡങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ಸುಮ್ಮನೆ ಇರಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. അവരെ കൈ വരെ ഇരിക്കത്തില്ല. ಅವ್ರ ಕೈ ಸುಮ್ಮನೆ ಇರಲ್ಲ. കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ಅವ್ರ ಕೈಗಳನ್ನ ತಟ್ಟಿ ದೇವರನ್ನ ಮಹಿಮೆ ಪಡಿಸಲೇ ಇರ್ತಾರೆ. നാവ് അടങ്ങിയിരിക്കത്തില്ല. ಅವ್ರ ಬಾಯಿ ನಾಲಿಗೆ ಸುಮ್ಮನೆ ಇರಲ್ಲ. സ്തുതിയും മുഴങ്ങിക്കൊണ്ടിരിക്കും. ಸ್ತೋತ್ರವು ಸ್ತುತಿಯು ಮೊಳಗುತ್ತಲೇ ಇರ್ತದೆ. അവരുടെ ശരീരം ಅವ್ರ അടങ്ങിയിരിക്കത്തില്ല. ಶರೀರ ಸುಮ್ಮನೆ ಇರೋದಿಲ್ಲ. ഇതുവരെ പലതിനു വേണ്ടി ഓടിയതാ. ಇದುವರೆಗೆ ಅನೇಕ ವಿಷಯಗಳಿಗಾಗಿ ಓಡಿದ್ದಾಗಿದೆ ಈ ಶರೀರ. ഇനി ദൈവത്തെ മഹത്വപ്പെടുത്തും. ಆದ್ರೆ ಇನ್ನು ಈ ಶರೀರ ದೇವರನ್ನ ಮಹಿಮೆ ಪಡಿಸುತ್ತದೆ. യഹോവയായ ദൈവം ಯೆಹೋವ ದೇವರು ഒരു പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ ಒಂದು ಪರ್ವತದಲ್ಲಿ ಇಳಿದು ಬಂದಾಗ പർവ്വതം കുലുങ്ങി. ಪರ್ವತವು ಕದಲಿತು. മറ്റു പർവ്വതങ്ങളെല്ലാം നോക്കുക. ಬೇರೆ ಪರ್ವತಗಳೆಲ್ಲ ನೋಡ್ತಾ ಇವೆ. നീ അവിടെ ഉറച്ചിരിക്കേ. ನೀನಲ್ಲಿ ಸುಮ್ಮನಿರು. നീ അവിടെ ഉറച്ചിരിക്കേ. ಬೆಟ್ಟವೇ ನೀನ್ ಸುಮ್ಮನಿರು. നീ അവിടെ ഉറച്ചിരിക്കേണ്ടതാ. ನೀನಲ್ಲಿ ಸುಮ್ಮನೆ ಇರಬೇಕು. പർവ്വതം കുലുങ്ങാൻ പാടില്ല. ಬೆಟ್ಟಗಳು ಎಂದಿಗೂ ಅಲ್ಲಾಡಬಾರದು. വീട് വരേണ്ടത് ഈ പർവ്വതത്തിനകത്ത്. ಎಷ್ಟು ಮನೆಗಳು ಈ ಬೆಟ್ಟದಲ್ಲಿ ಕಟ್ಟಲ್ಪಡ್ಲಿಕ್ಕಿದೆ. ഒരുപക്ഷെ ഒരു ടൗൺ പോലും വരേണ്ടതാ. ಒಂದು ಪಕ್ಷ ಈ ಬೆಟ್ಟದ ಮೇಲೆ ಒಂದು ಪಟ್ಟಣವೇ ಕಟ್ಟಲ್ಪಡಬಹುದು. ഏത് ടൗൺ വന്നാലും, ಆದ್ರೆ ಯಾವ ಪಟ್ಟಣ ಬಂದ್ರು, ഏത് വീട് വന്നാലും, ಯಾವ ಮನೆ ಕಟ್ಟಿದ್ರು, ഏത് ഗവൺമെന്റ് ഇതിനകത്ത് സ്ഥാപിച്ചാലും, ಯಾವ ಸರ್ಕಾರ ಏನ್ ತಗೊಂಡು ಬಂದು ಇಲ್ಲಿ ಸ್ಥಾಪನೆ ಮಾಡಿದ್ರು, യഹോവ എന്റെ മേൽ ഇറങ്ങിയാൽ ಯೆಹೋವನು ಬೆಟ್ಟವಾಗಿರುವ ನನ್ನ ಮೇಲೆ ಇಳಿದ್ರೆ എനിക്ക് കുലുങ്ങാതിരിക്കാൻ ನನಗೆ പറ്റില്ല. ಕದಲದೆ ಇರಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ആരാധന വെളിപ്പെടും. മല പോലും ദൈവത്തെ ആരാധിക്കുന്നു. ಬೆಟ್ಟಗಳು ಕೂಡ ದೇವರನ್ನ ಆರಾಧಿಸುತ್ತವೆ ದೈವ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುವಾಗ. ಕಾರಣ ആ മലയിൽ പരിശുദ്ധാത്മ ഇറങ്ങിയ തെളിവാണ്. ಆ ಬೆಟ್ಟದ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮ ಇಳಿದದರ ಗುರುತಾಗಿದೆ ಅದು. യേശുവിന്റെ അധികാരമാണ്. ಯೇಸುವಿನ ಅಧಿಕಾರಗಳ ನಾಮದಲ್ಲಿ. ഹല്ലേലൂയ. ಆಮೆನ್. ഈ ഉത്സാഹം വരുമ്പോഴാണ് ಈ ಉತ್ಸವ ಬರುವಾಗಿದೆ. അത് പ്രതികരിക്കുന്ന ശരീരമായിരിക്കും. ಅಲ್ಲಿ ಅದಕ್ಕೆ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡುವ ಉತ್ಸಾಹ ಬರುವಾಗ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡುವ ಶರೀರವಾಗಿರುತ್ತದೆ. കണ്ണും മൂക്കും ചെവിയും കൈയും കാലും ശരീരം മൊത്തമായിരിക്കും. ಕಣ್ಣು ಮೂಗು ಕಿವಿ ಅಲ್ಲಲ್ಲಿ ಶರೀರ ಕೈ ಕಾಲುಗಳೆಲ್ಲವೂ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡ್ತವೆ. ഹല്ലേലൂയ. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ಅದಕ್ಕಾಗಿದೆ ಕೀರ್ತನೆಗಾರನು എന്റെ ಹೇಳೋದು, സർവ്വ അന്തരംഗവുമേ ನನ್ನ ಸರ್ವೇಂದ್ರಿಯಗಳೇ ഞാൻ യഹോവയെ സ്തുതിക്കും. ಯೆಹೋವನನ್ನೇ ಕೊಂಡಾಡು. ഞാൻ യഹോവയെ സ്തുതിക്കും. ನಾನು ಯೆಹೋವನನ್ನು ಕೊಂಡಾಡ್ತೇನೆ. പൗലോസ് പറയുന്നു, ಪೌಲನ್ ಹೇಳ್ತಾನೆ, ഞങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ ನಾವು മഹത്വപ്പെടുത്തും. ಶರೀರದಿಂದ ದೇವರನ್ನ ಮಹಿಮೆ ಪಡಿಸ್ತೇವೆ. ഒരു പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ ಒಂದು ಬೆಟ್ಟದಲ್ಲಿ ದೇವರು ಇಳಿದಾಗ ആ പർവ്വതം ഇങ്ങനെ കുലുങ്ങിയെങ്കിൽ, ಆ ಬೆಟ್ಟ ಈ ರೀತಿಯಲ್ಲಿ ಅಲುಗಾಡಿದ್ರೆ, നിങ്ങളുടെ മേലെ ആ സാന്നിധ്യം ഇറങ്ങി, ನನ್ನ ಮತ್ತು ನಿಮ್ಮ ಮೇಲೆ ಆ ಸಾನ್ನಿಧ್ಯ ಇಳಿದ್ರೆ, ഒരു പർവ്വതം കുലുങ്ങാൻ സാധ്യത കുറവാണ്. ಒಂದು ಬೆಟ್ಟ ಅಲುಗಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಬಹಳ ഒരു ಕಡಿಮೆ. മനുഷ്യന് ഈസി ആയിട്ട് കുലുങ്ങാൻ കഴിയും. ಆದ್ರೆ ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಈಸಿಯಾಗಿ ಅಲುಗಾಡಬಹುದು. എന്നാൽ യഹോവ ഇറങ്ങിയപ്പോൾ ಆದ್ರೆ ಯೆಹೋವನು ಇಳಿದಾಗ പർവ്വതം കുലുങ്ങിയെങ്കിൽ ಬೆಟ್ಟ ಅಲುಗಾಡಿದ್ರೆ, ഞാനും നിങ്ങൾ എത്ര അധികം ദൈവത്തെ ನಾನು ബഹുമാനിക്കണം. ನೀವು ಎಷ್ಟು ಅಧಿಕವಾಗಿ ದೇವರ ಮಹಿಮೆ ಪಡಿಸಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പർവ്വതത്തിനകത്ത് ആത്മാവില്ല. ಪರ್ವತಕ್ಕೆ ಆತ್ಮ ಇಲ್ಲ. എന്നിട്ടത് കുലുങ്ങിയെങ്കിൽ, ಆ ಬೆಟ್ಟಕ್ಕೆ ಆತ್ಮ ಇಲ್ಲ, ಆದ್ರೂ ಕೂಡ ಅದು ನಡಗಿದ್ರೆ, ಆ ಮಹಿಮೆ ಇಳಿದು ಬಂದಾಗ ಕದಲಿದ್ರೆ, ആത്മാവിൽ അകത്ത് സൃഷ്ടിച്ച മനുഷ്യൻ ಆತ್ಮದಿಂದ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟಿರುವ ಮನುಷ್ಯನು ദൈവത്തോട് എത്ര നന്ദി കാണിക്കണം. ದೇವರಿಗೆ ಎಷ್ಟು ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸಬೇಕು. ഓ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ದೇವರ ಸಾರೂಪ್ಯದಲ್ಲಿ ആമേ സൃഷ്ടിച്ചത് ಸೃಷ್ಟಿಸಿದ್ದು മനുഷ്യനെ മാത്രമാണ്. ಮನುಷ್ಯರನ್ನ ಮಾತ್ರವಾಗಿದೆ. അകത്തെ മനുഷ്യൻ ಒಳಗಿನ ಮನುಷ್ಯ ദൈവം ഊതിയപ്പോൾ ದೇವರು ഊದಿದಾಗ അവന്റെ അകത്ത് ಅವನ ಒಳಗಡೆ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടു. ಆತ್ಮವು ಸೃಷ್ಟಿಸಲ್ಪಟ್ಟಿತು. ആ ഊതിയവൻ ಆ ಊದಿದವನು സർവശക്തനാണ്. ಸರ್ವಶಕ್ತನಾದ അവൻ അവന്റെ മേലേക്ക് ഇറങ്ങിയാൽ ಆ ಸರ್ವಶಕ್ತನ ಅವನ ಮೇಲೆ ಏನಾದ್ರೂ ಇಳಿದು ಬಂದ್ರೆ ആരാധന എങ്ങനെ വെളിപ്പെടും? ಆರಾಧನೆ ಹೇಗ್ ಪ್ರಕಟವಾಗುತ್ತೆ? ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിനെ എപ്പോഴും ഇഷ്ടം. ಕರ್ತನಿಗೆ ಯಾವಾಗಲೂ ಇಷ್ಟ. ഹല്ലേലൂയ.
ആമേ എന്തിലും ആമേ വ്യക്തികളിലെ കൂടിയിരിക്കാനാണ്. ಯಾವ್ದಾದ್ರು ವ್ಯಕ್ತಿಗಳ ಮೇಲೆ ಆತನ ಇರಬೇಕೆಂಬುದು. അതിനാ വാദക്കുന്നവൻ മുട്ടുന്നത്. ಅದಕ್ಕಾಗಿದೆ ಅವನು ಬಾಗಿಲನ್ನು ನಿಂತ್ಕೊಂಡು ತಟ್ಟುತ್ತಾ ಇರೋದು. വാദക്കുന്ന മുട്ടുക ಬಹಳ ಸುಂದರ ಬಾಗಿಲನ್ನು ನಿಂತ್ಕೊಂಡು ತಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ഇങ്ങോട്ട് വന്ന വാദക്കുന്ന മുട്ടുക യേശു. ಆತನೇ ನಮ್ಮ ಬಳಿ ಬಂದು ಬಾಗಿಲನ್ನು ನಿಂತ್ಕೊಂಡು ತಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ಸಭೆಯ ಬಾಗಿಲಲ್ಲಿ ಬಂದು ನಿಂತ್ಕೊಂಡು ತಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. സഭയ്ക്കകത്ത് ಯಾವ ಸಭೆಯೊಳಗಡೆ ആമേ സഭയിൽ എഴുതി ಸಭೆಗೆ ಬರೆಯಲಾಯಿತು. ആമേ ഞാൻ വാദക്കുന്ന മുട്ടുന്നു. ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ 7 ಸಭೆಗಳಲ್ಲಿ ಇರುವಂತ ಆಲೋಚನೆಯಲ್ಲಿ ಹಲ್ಲೆಲೂಯಾ ಆತನ ಸಭೆಗಳಿಗೆ ಬರೆದನು ಬಾಗಿಲನ್ನು ನಿಂತ್ಕೊಂಡು ತಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ആരെങ്കിലും തുറന്നാൽ ಯಾರಾದ್ರೂ ತೆರೆದುಕೊಟ್ರೆ ആരെങ്കിലും തുറക്കാൻ മനസ്സ് ಯಾರಿಗಾರು ತೆರೆಯಕ್ಕೆ ಮನಸ್ಸಿದ್ರೆ ഏതെങ്കിലും സഭയ്ക്ക് തുറക്കാൻ ಯಾವ್ದಾದ್ರು ಒಂದು ಸಭೆಗೆ ತೆರೆಯಕ್ಕೆ ಮನಸ್ಸಿದ್ರೆ ഞാൻ അവിടെ കയറി വരും. ನಾನು ಅವರೊಳಗಡೆ ಬರ್ತೇನೆ. പർവ്വതം കുലുങ്ങിയതുപോലെ ಪರ್ವತವು ಕದಲಿದ ಹಾಗೆ പലരും അവിടെ ಅನೇಕರು ಅಲ್ಲಿ ആത്മാവിൽ സന്തോഷിക്കും. ಆತ್ಮದಲ್ಲಿ ಸಂತೋಷ ಪಡುತ್ತಾರೆ. പലരും നൃത്തം ചെയ്യും. ಅನೇಕ ನೃತ್ಯ ಮಾಡ್ತಾರೆ. പലരും ദൈവത്തെ സ്തുതിക്കും. ಅನೇಕರು ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾರೆ. പലരിൽ സന്തോഷം. ಅನೇಕರಲ್ಲಿ ಸಂತೋಷ ಉಂಟಾಗ್ತದೆ. പലരിലും വിടുതലുണ്ടാകും. ಅನೇಕರಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟಾಗ್ತದೆ. യേശുവിന്റെ അധികാരം. ಯೇಸುವಿನ ಅಧಿಕಾರವುಳ್ಳ ನಾಮದಲ್ಲಿ. ഹല്ലേലൂയ ಆಮೆನ್ ഹല്ലേലൂയ ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. ആമേൻ. നമ്മുടെ മേൽ കർത്താവ് ഇറങ്ങിയാൽ ಕರ್ತನು ನಮ್ಮ ಮೇಲೆ ಇಳಿದ್ರೆ നമ്മളൊന്ന് കുലുങ്ങിയാൽ ನಾವು കದಲಿದ್ರೆ രോഗാത്മാവ് ഭയപ്പെടും. ರೋಗಾತ್ಮ ನಮ್ಮಲ್ಲಿ ಭಯಪಡುತ್ತೆ. ഹല്ലേലൂയ ശരീരത്തിലുള്ള രോഗാത്മാവ് ಶರೀರದಲ್ಲಿರುವ ರೋಗದ ಆತ್ಮ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ದೈವ ಸಾನ್ನಿಧ್ಯ ನಮ್ಮಲ್ಲಿ ಇಳಿಯುವಾಗ ആരാധിക്കുമ്പോൾ ನಾವು ದೇವರನ್ನ ಆರಾಧಿಸುವಾಗ രോഗാത്മാവ് ഭയപ്പെടും. ರೋಗದ ಆತ್ಮ ನಮ್ಮಲ್ಲಿ ಭಯಪಡುತ್ತೆ. രോഗം കാരണം ആരാധിക്കാൻ പറ്റത്തില്ല. ರೋಗದ ಕಾರಣವಾಗಿದೆ ಆರಾಧನೆ ಮಾಡ್ಲಿಕ್ಕೆ ಬಿಡದೆ ಇರೋದು. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ದೈವ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುವಾಗ ദൈവത്തിന്റെ ശക്തി ದೇವರ ಶಕ್ತಿ രോഗത്തിന് ശരീരത്തെ തടയാൻ കഴിയത്തില്ല. ಆ ದೇವರ ಶಕ್ತಿಯ ಮುಂಭಾಗದಲ್ಲಿ ರೋಗಕ್ಕೆ ಈ ಶರೀರದಲ್ಲಿ ತಡೆದು ನಿಲ್ಲಕ್ಕಾಗೋದಿಲ್ಲ. അങ്ങനെ ആരാധിക്കുമ്പോൾ ಹಾಗೆ ನಾವು ಆರಾಧಿಸುವಾಗ രോഗം അവിടെ നിൽക്കത്തില്ല. ಇನ್ನು ಆ ರೋಗ ನಿನ್ನ ಶರೀರದಲ್ಲಿ ನಿಲ್ಲೋದಿಲ್ಲ. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ನೀವು ಕೇಳೋ ವಾಕ್ಯದಲ್ಲಿ ആരാധന വെളിപ്പെടും. ಆರಾಧನೆ ಪ್ರಕಟವಾಗುತ್ತೆ. ആ രോഗം അവിടെ നിൽക്കാൻ ಆ പറ്റില്ല. ರೋಗಕ್ಕೆ ನಿಲ್ಲಕ್ಕಾಗೋದಿಲ್ಲ. കാരണം വരുന്നത് ಯಾಕಂದ್ರೆ ಬರ್ತಿರೋದು വിടുവിക്കുന്നതാണ്. ಬಿಡುಗಡೆ ಮಾಡುವಂತದ್ದಾಗಿದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഒരുപക്ഷെ ആർക്കെങ്കിലും തോന്നാൻ ചിലപ്പോൾ ಒಂದು ಪಕ್ಷ ಯಾರಿಗಾದ್ರೂ ಅನ್ನಿಸ್ಬೋದು, ഒരു വാക്യം വായിക്കാതാണല്ലേ ಅಲ್ಲ പറഞ്ഞോണ്ടിരിക്കുന്നത്. ಒಂದು ವಾಕ್ಯನೂ ಓದಿಸದೆ ಈ ತರ ಹೇಳ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾರೆ. വാക്യം വായിച്ചു തന്നെ പോവാം. ಹಾಗಾದ್ರೆ ವಾಕ್ಯ ಓದ್ಬಿಟ್ಟೆ ಹೋಗೋಣ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ಯೆಶಾಯನ ಪ್ರವಾದನೆ ಗ್ರಂಥ 55:11 നമ്മൾ തുടങ്ങുന്നു. 55ನೇ ಅಧ್ಯಾಯದ 11ನೇ ವಾಕ್ಯದಿಂದ ನಾವು ಆರಂಭ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಿದ್ದೇವೆ. പറഞ്ഞാൽ പ്രസംഗിച്ച് കഴിഞ്ഞല്ല തുടങ്ങാൻ പോവാണ്. ಪ್ರಾರಂಭ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇವೆ ಅಂತ ಹೇಳಿದ್ರೆ ಮುಗಿಯಕ್ಕೆ ಹೋಗ್ತಿದೆ ಅಂತಲ್ಲ, ಇನ್ನೇನು ಪ್ರಾರಂಭವಾಗ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ ಅಂತಾನೆ ಆ ಮಾತಿನ ಅರ್ಥ. വായിക്കാം. ഹല്ലേലൂയ. യെശയ്യാ 55:11 എല്ലാവർക്കും നല്ല പരിചയം. 55:11 ಎಲ್ಲರಿಗೂ ಸುಪರಿಚಿತವಾದಂತ ಒಂದು ವಾಕ್ಯ. ಹಾಗೆಯೇ ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತು ನನ್ನ ಇಷ್ಟಾರ್ಥವನ್ನ ನೆರವೇರಿಸಿ ನಾನು ಉದ್ದೇಶಿಸಿದ್ದನ್ನು ಕೈಗೂಡಿಸಿದ ಹೊರತು ನನ್ನ ಕಡೆಗೆ ವ್ಯರ್ಥವಾಗಿ ಹಿಂದಿರುಗುವುದಿಲ್ಲ. സ്തോത്രം. ബൈബിളുള്ള എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ಬೈಬಲ್ ಇರುವಂತ ಎಲ್ಲರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೀನಿ. ഹല്ലേലൂയ. ಆಮೆನ್. ഇത് സൺഡേ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ಇದು ಸಂಡೇ ಸ್ಕೂಲ್ ಕಲಿಯಲಿಕ್ಕಾಗಿ ಮಾತ್ರ ಇರೋದಲ್ಲ. ഇത് ഞറക്കെടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ಇದು ಚೀಟ ತೆಗೆಯೋಕ್ಕಾಗಿ ಮಾತ್ರ ಇರುವಂತದಲ್ಲ. നമ്മൾ ഈ മത്സരമൊക്കെ വെക്കുമ്പോഴേ ಈ ಸ್ಪರ್ಧೆಯನ್ನೆಲ್ಲ ಇಡ್ತೀವಲ್ಲ ನ್ಯೂ ಇಯರ್ಗೆ ಕ್ರಿಸ್ಮಸ್ಗೆಲ್ಲ ഈ റഫറൻസ് ഒക്കെ എടുക്കുമല്ലോ. ಬೈಬಲ್ ರೆಫರೆನ್ಸ್ ಮಾಡ್ತೀವಲ್ಲ. ഹല്ലേലൂയ. അത് നിങ്ങൾ അതെന്താ വേണ്ട നിങ്ങൾ ചെയ്താ, പക്ഷെ അതിനുള്ളതല്ല ഇത്. ഹല്ലേലൂയ. ಅವಾಗ ಮಾಡೋದು ನಿಮಗೆ ಬಿಟ್ಟಿದ್ದು, ಆದ್ರೆ ഹല്ലേലൂയ. ಅದೆಲ್ಲ ನನ್ನ ವಿಷಯ. ഹല്ലേലൂയ. ಆಮೆನ್. അങ്ങനെയുള്ള കാര്യം നമുക്ക് എളുപ്പമാണ്. ಆ ರೀತಿಯಾದ ವಿಷಯಗಳು ನಮಗೆಲ್ಲ ಬಹಳ ಸುಲಭ. അതുകൊണ്ട് നമ്മൾ പുറത്തു വരാത്ത വിടുതലായിട്ട്. ಆದ ಕಾರಣವೇ ನಾವು ಹೊರಗಡೆ ಬರ್ತಾ ಇಲ್ಲ, ಬಿಡುಗಡೆ ಆಗಿದೆ. ഈ വചനം ಆದ್ರೆ ಈ ವಾಕ್ಯ അങ്ങനെയല്ല ಆ കൊടുത്തിരിക്കുന്നത്. ರೀತಿಯಲ್ಲಿ ಅಲ್ಲ ಕೊಟ್ಟಿರೋದು. ಹಾಗೆಯೇ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತು, ഈ വചനം പുറപ്പെട്ടെങ്കിൽ, ಈ ವಾಕ್ಯವು ನನ್ನ ಬಾಯಿಂದ ಹೊರಟಿದ್ರೆ, ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ടാൽ, ದೇವರ ಬಾಯಿಂದ ವಾಕ್ಯವು ಹೊರಟ್ರೆ ഒരിക്കലും ಅದು വെറുതെ വരത്തില്ല. ಎಂದಿಗೂ ಅದು ಸುಮ್ಮನೆ ಬರೋದಿಲ್ಲ. ഒരു വീടിനോട് പറഞ്ഞാൽ ಒಂದು ಮನೆಗೆ ಒಂದು ಆಲೋಚನೆ ಹೇಳಿದ್ರೆ വെറുതെ വരത്തില്ല. ಸುಮ್ಮನೆ ಬರೋದಿಲ್ಲ. ഒരു സമുദ്രത്തിനോട് ಒಂದು പറഞ്ഞാൽ ಸಮುದ್ರಕ್ಕೆ ಮಾತು ಹೇಳಿದ್ರೆ വെറുതെ വരത്തില്ല. ಸುಮ್ಮನೆ ಬರೋದಿಲ್ಲ. അങ്ങനെ ആദ്യം സംഭവിച്ചത്. ಹಾಗೆ ಆಗಿದೆ, ಮೊದಲು ಸಂಭವಿಸಿತು. വചനം പുറപ്പെട്ടു, ವಾಕ್ಯ ಹೊರಟಿತು, ഉണ്ടാകട്ടെ, ಉಂಟಾಗಲಿ, അവിടെ ഉണ്ടായി. ಅಲ್ಲಿ ಉಂಟಾಯಿತು. കാരണം വാക്കിന് ഭയങ്കര വിലയാണ്. ಯಾಕಂದ್ರೆ ಯೇಸುವಿನ ಮಾತಿಗೆ ಬಹಳ ಬೆಲೆಯಾಗಿದೆ. യേശുവിന്റെ വചനത്തിന് ഭയങ്കര വിലയാണ്. ಯೇಸುವಿನ ಮಾತಿಗೆ ಬಹಳ ಬೆಲೆ. ആവശ്യമില്ലാത്ത വാക്ക് അവിടുന്ന് വരത്തില്ല. ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಇರುವಂತ ಮಾತು ಅವನಿಂದ ಬರೋದಿಲ್ಲ. വരുന്ന വാക്കിന് ഭയങ്കര വിലയായി. ಆದ್ರೆ ಬರುವಂತ ಮಾತಿಗೆ ಬಹಳ ಬೆಲೆ ಇರುತ್ತದೆ. വരുന്ന വചനത്തിന് ഭയങ്കര വിടുതലായിരിക്കും. ಬರುವಂತ ವಾಕ್ಯದಲ್ಲಿ ಭಯಂಕರ ಬಿಡುಗಡೆ ಆಗಿರುತ್ತದೆ. വരുന്ന വചനം ಬರುವಂತ ವಾಕ್ಯ ശരീരം പ്രവർത്തിക്കാൻ മാത്രമല്ല, ಶರೀರ ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಮಾತ್ರ ಅಲ್ಲ, മനസ്സിനകത്ത് കയറും, ಮನಸ್ಸಿನ ಒಳಗಡೆ ಬರುತ್ತೆ. എന്നിട്ടും തീരത്തില്ല, ಅಲ್ಲಿಯೂ ಮುಗಿಯೋದಿಲ್ಲ, ആത്മാവിലേക്ക് അത് കയറും. ಆತ್ಮದ ಒಳಗಡೆ ಪ್ರವೇಶ ಮಾಡುತ್ತದೆ. ലക്ഷ്യം ആത്മാവിലേക്ക് വന്ന് എത്തണം. ಯಾಕಂದ್ರೆ ಈ ವಾಕ್ಯದ ಗುರಿ ನಮ್ಮೊಳಗಿನ ಆತ್ಮಕ್ಕೆ ಬಂದು ತಲುಪಬೇಕು ആത്മാവിലെ ಅನ್ನೋದು. വചനം എത്തിയാൽ മാത്രമേ ಆತ್ಮಕ್ಕೆ ವಾಕ್ಯವು ಬಂದು ತಲುಪಿದ್ರೆ ಮಾತ್ರವೇ ക്രിയകൾ നടക്കത്തുള്ളൂ, ಕ್ರಿಯೆಗಳು ನಡೆಯೋದು, മാനസാന്തരം ഉണ്ടാകും, ಮಾನಸಾಂತರ ಉಂಟಾಗುವುದು. ആത്മാവിലേക്ക് കയറിയാൽ മാത്രമേ ಆತ್ಮಕ್ಕೆ ವಾಕ್ಯ ಬಂದ್ರೆ ಮಾತ್ರವೇ ആന്തരിക സൗഖ്യം നടക്കത്തുള്ളൂ. ಆಂತರಿಕವಾಗಿ ಸೌಖ್ಯಗಳು ನಡೆಯುವಂತದ್ದು. ആത്മാവിലേക്ക് കയറിയാൽ മാത്രമേ ಆತ್ಮಕ್ಕೆ ವಾಕ್ಯ ಬಂದ್ರೆ ಮಾತ್ರವೇ ശക്തി തിരിച്ചറിയാൻ പറ്റൂ. ಅದರ ಶಕ್ತಿ ಏನೆಂಬುದಾಗಿ ನಾವು ತಿಳ್ಕೊಳ್ಳಿಕ್ಕಾಗುವುದು. അതിന് ആത്മാവിലേക്ക് വരുന്നത് വരെ
വരെ ವಾಕ್ಯವು ಆತ್ಮಕ್ಕೆ ಬರುವ ತನಕ വിടുതലിന് തടസ്സമായിരിക്കും. ಬಿಡುಗಡೆಗೆ ಅದು ತಡೆಯಾಗಿರುತ್ತದೆ. ശരീരത്തിലേക്ക് അറിയാലോ, ಶರೀರಕ್ಕೆ ಬಂದ್ರೆ, മനസ്സിൽ കരുതുന്നതോ ಮನಸ್ಸಿಗೆ ಬಂದ್ರೆ കാണാപ്പാടം പഠിച്ചിരിക്കുന്ന പോലെ ಕಂಠಪಾಠ ಕಲಿತ ಹಾಗೆ ಮಾತ್ರ ಅದಾಗುತ್ತದೆ. ആത്മാവിൽ കയറിയാൽ ಆದ್ರೆ ಆತ್ಮದೊಳಗಡೆ ವಾಕ್ಯ ഒരു ಬಂದ್ರೆ വ്യക്തി ആത്മീയനാക്കി മാറ്റും. ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ವಾಕ್ಯ ಆತ್ಮಿಕನಾಗಿ ಮಾಡ್ತದೆ. ഒരു വ്യക്തിയെ പവർഫുൾ ആക്കി ಒಬ್ಬ മാറ്റും. ವ್ಯಕ್ತಿಯನ್ನ ಶಕ್ತಿಯುತನಾಗಿ ವಾಕ್ಯ ಮಾಡ್ತದೆ. ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽ മുഴുവൻ മാറ്റി ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಮಾಹಿತಿಗಳನ್ನ ಅದು ಬದಲಾಯಿಸುತ್ತದೆ. അങ്ങനത്തെ വചനേ വരത്തുള്ളൂ. ಆ ರೀತಿಯಾದ ವಾಕ್ಯವಾಗಿದೆ ಬರುವಂತದ್ದು. അങ്ങനത്തെ വചന വരാൻ ಆ പാടില്ല. ರೀತಿಯಾದ ವಾಕ್ಯನೇ ಬರಬೇಕು. യേശുവിന്റെ വചനമാണെങ്കിൽ ಯೇಸುವಿನ ವಾಕ್ಯವಾಗಿದೆ. വെറുതെ വരത്തില്ല. ಸುಮ್ಮನೆ ಅದು ಬರೋದಿಲ್ಲ. വെറുതെ വന്നു പോകാൻ. ಸುಮ್ಮನೆ ಬಂದು ಹೋಗ್ಲಿಕ್ಕೆ. വചനം വ്യാജമല്ല. ವಾಕ್ಯವು ವಂಚನೆ ಅಲ್ಲ. വചനം ശക്തിയുള്ളതാണ്. ವಾಕ್ಯವು ಶಕ್ತಿ ಉಳ್ಳದಾಗಿದೆ. വചനം ആത്മാവിന്റെ ശക്തിയുള്ളതാണ്. ವಾಕ್ಯವು ಆತ್ಮನ ಶಕ್ತಿ ಉಳ್ಳದಾಗಿದೆ. വചനം ഇരുവായിട്ടുള്ള വാളാണ്. ವಾಕ್ಯವು ಇಬ್ಬಾಯಿ ಕತ್ತಿಯಾಗಿದೆ. ഏത് പാറയെ തകർക്കുന്നതാണ് വചനം. ಯಾವ ಬಂಡೆಯನ್ನು ಒಡೆದು ಬಿಡುವಂತದಾಗಿದೆ ದೇವರ ವಾಕ್ಯ. വചനം യേശുവാണ്. ವಾಕ್ಯವು ಯೇಸುವಾಗಿದ್ದಾನೆ. വചനം തീയാണ്. ವಾಕ್ಯವು ಬೆಂಕಿಯಾಗಿದೆ. വചനത്തിന് അഭിഷേകമുണ്ട്. ವಾಕ್ಯದಲ್ಲಿ ಅಭಿಷೇಕವಿದೆ. വചനം വന്നാൽ ವಾಕ್ಯ ಬಂದ್ರೆ ആ കൂടെ അഭിഷേകം ಅದರ കരുതും. ಜೊತೆಯಲ್ಲಿ ಅಭಿಷೇಕವು ಇರುತ್ತದೆ. വചനം വന്നാൽ ವಾಕ್ಯ ಬಂದ್ರೆ ആ കൂടെ രോഗശാന്തി ಅದರ കരുതും. ಜೊತೆಯಲ್ಲಿ ರೋಗ ಸೌಖ್ಯವು ಬರ್ತದೆ. വചനം വന്നാൽ ವಾಕ್ಯ ಬಂದ್ರೆ ആ കൂടെ സമാധാനം കരുവരും. ಅದರ ಜೊತೆಯಲ್ಲಿ ಸಮಾಧಾನವು ನಿಮ್ಮೊಂದಿಗೆ ಬರ್ತದೆ. വചനം വന്നാൽ ವಾಕ್ಯ ಬಂದ್ರೆ ആ കൂടെ വിടുതൽ കരുവരും. ಅದರ ಜೊತೆಯಲ್ಲಿ ಬಿಡುಗಡೆಯೂ ಬರ್ತದೆ. ಕಾರಣ വചനം യേശുവിന്റെ ആയതുകൊണ്ട് ವಾಕ್ಯವು ಯೇಸುವಿನದಾಗಿರೋದ್ರಿಂದ യേശുവിന്റെ വചനം ಯೇಸುವಿನ ವಾಕ್ಯ ചുമ്മാ വന്ന് പോകത്തില്ല. ಸುಮ್ಮನೆ ಬಂದು ಹೋಗೋದಿಲ್ಲ. ചുമ്മാ വന്ന് പോകുന്നുവെങ്കിൽ ಸುಮ್ಮನೆ ಬಂದು ಹೋಗ್ತಿದ್ರೆ ഒന്നെങ്കിൽ ಒಂದೋ അത് യേശുവിന് വന്നതല്ല, ಅದು ಯೇಸುವಿನಿಂದ ಬಂದಿದ್ದಲ್ಲ. അതല്ലെങ്കിൽ ಅಲ್ಲದೆ ಇದ್ರೆ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ಅಂಗೀಕಾರ ಮಾಡ್ಲಿಕ್ಕೆ ನಿಮ್ಗೆ ഈ ಆಗಿಲ್ಲ. രണ്ടിലും അല്ലാതെ ಇವೆರಡಲ್ಲೂ ಅಲ್ಲದೆ ദൈവപ്രവൃത്തി ದೇವರ ಕಾರ್ಯ നടക്കാതിരിക്കത്തില്ല. ನಡೆಯದೇ ಇರೋದಿಲ್ಲ. യേശുവിന്റെ വായിന്ന് വന്നാൽ ಯೇಸುವಿನ ಬಾಯಿಂದ ಬಂದ್ರೆ ഏറ്റെടുക്കാൻ കഴിവുണ്ടെങ്കിൽ ಅಂಗೀಕಾರ ಮಾಡಕ್ ನಿಮ್ಗೆ ಆಗಿದ್ರೆ അത് വെറുതെ വരത്തില്ല. ಅದು ಸುಮ್ಮನೆ ಬಂದು ಹೋಗುದಿಲ್ಲ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ದೇವರಿಗೆ ಇಷ್ಟ ಇರುವಂತ ಕಾರ್ಯವನ್ನ നിന്റെ ജീവിതത്തിൽ, ನಿನ್ನ ಜೀವಿತದಲ್ಲಿ, നിന്റെ വിഷയത്തിൽ, ನಿನ್ನ ವಿಷಯದಲ್ಲಿ, നിന്റെ വീട്ടിൽ, ನಿನ್ನ ಮನೆಯಲ್ಲಿ, നിന്റെ സാഹചര്യത്തെ ನಿನ್ನ ಸನ್ನಿವೇಶದಲ್ಲಿ മാറ്റുന്നത് വരെ ಬದಲಾಯಿಸುವ ತನಕ അതിന്റെ പ്രവൃത്തി അത് ಅದೇ ചെയ്തുകൊണ്ടിരിക്കും. ಕಾರ್ಯವನ್ನ ಅದು ಮಾಡ್ತಲೇ ಇರ್ತದೆ. അതിന്റെ പ്രവൃത്തി ಅದೇ ചെയ്തുകൊണ്ടിരിക്കും. ಕಾರ್ಯವನ್ನ ವಾಕ್ಯ ಮಾಡುತ್ತಲೇ ಇರ್ತದೆ. പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ಅದೇ ಕಾರ್ಯ ಮಾಡುತ್ತಲೇ ಇರ್ತದೆ. അകത്ത് പണി നടക്കും. ಒಳಗಡೆ ಕಾರ್ಯಗಳು ನಡೀತದೆ. അകത്ത് എന്തൊക്കെ ഒരുക്കം നടക്കും. ಒಳಗಡೆ ಏನೆಲ್ಲ ಸಿದ್ಧತೆಗಳು ನಡೀತದೆ. അപ്പൊ ചോദിക്കുകയാണ് മറ്റു അവയവങ്ങൾ, ಹಾಗಾದ್ರೆ ನಾವು ಕೇಳ್ತೇವೆ, എന്താ ഇത്ര ധൃതി? ಏನಕ್ಕಾಗಿದೆ ಇಷ್ಟೊಂದು ಅರ್ಜೆಂಟ್? എന്താ ಈ മനസ്സിത്ര കിടന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ಯಾಕೆ ಇಷ್ಟರ ಮಟ್ಟಿಗೆ ಈ ಮನಸ್ಸು ಕಾರ್ಯ ಮಾಡ್ತಾ ಇದೆ? എന്താ ഈ ആത്മാവത്ര ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ಯಾಕೆ ಈ ಆತ್ಮ ಇಷ್ಟೊಂದು ಕೆಲಸ ಮಾಡ್ತಾ ಇದೆ? ജോലി ചെയ്യാൻ കാരണം ಕೆಲಸ ಮಾಡೋ ಕಾರಣ എന്റെ അകത്ത് ನನ್ನ ಒಳಗಡೆ ദൈവവചനം വന്നിട്ടുണ്ട്. ದೇವರ ವಾಕ್ಯ ಬಂದಿದೆ. എന്നിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകും? ನನ್ನ ಒಳಗಡೆ ಏನೋ ಸಂಭವಿಸಕ್ಕೆ അതിന്റെ ಹೋಗ್ತಿದೆ. പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ಅದ್ರ ಕೆಲಸ ನಡೀತಾ ಇರೋದಾಗಿದೆ ಒಳಗಡೆ. കാരണം എനിക്ക് ഇഷ്ടമുള്ളത് ಯಾಕಂದ್ರೆ ನನಗಿಷ್ಟ ಇರುವಂತದ್ದು എന്റെ നിങ്ങളുടെ അകത്ത് ನನ್ನ ನಿಮ್ಮ ಒಳಗಡೆ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ದೇವರಿಗೆ ಇಷ್ಟ ಇರುವಂತದ್ದು ನನ್ನ ಮತ್ತು ನಿಮ್ಮ ಒಳಗಡೆ ಕ್ರಿಯೆ ನಡೀತಾ ಇದೆ, ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದೆ. ദൈവം ഒരു ആഗ്രഹിച്ചു. ದೇವರೊಂದು ಒಂದನ್ನು ಆಸೆ ಪಟ್ಟರು. ഇന്ന് ഞായറാഴ്ച രാവിലെ ಇವತ್ತು ಭಾನುವಾರ ಬೆಳಗ್ಗೆ ഈ സഭയെ, ಈ ಸಭೆಯನ್ನ, ഈ സഭയിലുള്ളവരെ ಈ ಸಭೆಯಲ್ಲಿ ಇರುವವರನ್ನ, എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. ಈ ಸಭೆಯಲ್ಲಿ ಇರುವವರಿಗೆ ಆತನ ಏನೋ ಮಾಡ್ಲಿಕ್ಕಾಗಿ ಆಸೆ ಪಟ್ಟನು. എന്തോ ഒരു വ്യത്യസ്തത കൊണ്ട് ಏನೋ ആഗ്രഹിക്കും. ಒಂದು ವ್ಯತ್ಯಸ್ತ ಹಂತಕ್ಕೆ ತರುವುದಕ್ಕಾಗಿ ಬಯಸಿದನು. അപ്പൊ അവിടെ എന്ത് വരണം? ಹಾಗಾದ್ರೆ ಅಲ್ಲಿ ಏನ್ ಬರಬೇಕು? വചനം വരണം. ವಾಕ್ಯ ಬರಬೇಕು. അവിടെ വചനം വരണം. ಅಲ್ಲಿ ವಾಕ್ಯ ಬರಬೇಕು. അവിടെ യേശുവിന്റെ വചനം വരണം. ಅಲ್ಲಿ ಯೇಸುವಿನ ವಾಕ್ಯ ആ ಬರಬೇಕು. വചനം ಆ വരികയാണെങ്കിൽ ವಾಕ್ಯ ಬರುವುದಾದ್ರೆ വന്ന് നമ്മുടെ അകത്ത് ಬಂದು ನಮ್ಮ ಒಳಗಡೆ ചിലപ്പോൾ ಕೆಲವೊಮ್ಮೆ സെക്കൻഡ് കൊണ്ട് മാറ്റങ്ങൾ നടക്കും. ಸೆಕೆಂಡ್ಗಳಲ್ಲಿ ಬದಲಾವಣೆಗಳನ್ನು ನಡೆಸಲ್ಲ. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും, ಕೆಲವೊಮ್ಮೆ ಒಂದು ದಿನದಲ್ಲಾಗಿರ್ಬೋದು, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും, ಕೆಲವೊಮ್ಮೆ ಒಂದು ವಾರದಲ್ಲಾಗಿರ್ಬೋದು, ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും. ಕೆಲವೊಮ್ಮೆ ಒಂದು ವರ್ಷದಲ್ಲಾಗಿರ್ಬೋದು. വാഗ്ദത്ത സമയെന്നോ ವಾಗ್ದಾನ ಸಮಯ ಯಾವಾಗ್ಲೂ ആ സമയത്ത് ಆ ಸಮಯದಲ್ಲಿ ഇത് മുഴുവൻ ಇದು പ്രവർത്തിച്ചുകൊണ്ട് ಪರಿಪೂರ್ಣವಾಗಿ ಕಾರ್ಯ ഈ ಮಾಡಿ ഒരു വ്യത്യസ്തനായി മാറുന്ന ನೀನೊಬ್ಬ ವಿಶೇಷ ವ್ಯಕ್ತಿಯಾಗಿ ಮಾರ್ಪಡತಕ್ಕ ഈ ರೀತಿಯಲ್ಲಿ വചനം വന്ന് ചെയ്യുക തന്നെ ചെയ്യും. ಈ ವಾಕ್ಯ ನಿನ್ನೊಳಗಡೆ ಬಂದು ಆ ಕಾರ್ಯವನ್ನ ಮಾಡೇ ಮಾಡುತ್ತದೆ. കാരണം എന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം ಯಾಕಂದ್ರೆ ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತುಗಳು വേസ്റ്റ് ആയിട്ട് തിരിച്ചു വരത്തില്ല. ವೇಸ್ಟ್ ಆಗಿ ಹಿಂದಿರುಗಿ ಬರೋದಿಲ್ಲ. വിടുതലെ കാണാതെ പുറത്ത് വരത്തില്ല. ಬಿಡುಗಡೆ ಕಾಣದೆ ಅದು ಹೊರಗಡೆ ಬರಲ್ಲ ಎಂಬುದಾಗಿ ദൈവം ഇഷ്ടമുള്ള ದೇವರಿಗೆ ಇಷ್ಟ ಇರುವ ആ വിടുതൽ, ಆ ಬಿಡುಗಡೆ ആ പോയ സ്ഥലത്ത് ಆ ಹೋದ ಸ್ಥಳದಲ್ಲಿ കാണാതെ ಕಾಣದೆ തിരിച്ചു വരത്തില്ലെന്നാ പറയുന്നത്. ತಿರುಗಿ ಬರೋದಿಲ್ಲ ಅಂದಾಗಿದೆ ಹೇಳ್ತಿರೋದು. അങ്ങനെയാണെങ്കിൽ ಹಾಗಿರುವುದಾದ್ರೆ ഇവിടെ ഏതൊക്കെ വചനം ഇവിടെ വന്നിട്ടുണ്ട് നമുക്കറിയാം. ಇಲ್ಲಿ ಯಾವುದೆಲ್ಲ ವಾಕ್ಯಗಳು ಇದುವರೆಗೆ ಬಂದಿದೆ ಅಂತ ನಮಗೆ ಗೊತ್ತು. ഇത് ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ಇದು ಕೆಲವು ವರ್ಷಗಳು ചില ಕಳೆಯುವಾಗ, മാസങ്ങൾ കഴിയുമ്പോൾ ಕೆಲವು ತಿಂಗಳು ಕಳೆಯುವಾಗ ഇതിന്റെ ക്രിയ പലരും ಇದರ കണ്ടുകൊണ്ടിരിക്കും. ಕ್ರಿಯೆಯನ್ನು ಅನೇಕರು ಕಾಣುತ್ತಾರೆ. കാരണം എന്റെ വായിന്ന്, ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം, ದೇವರ ಬಾಯಿಂದ ಹೊರಟ ಮಾತುಗಳು അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ള ചെയ്യുക തന്നെ ചെയ്യും. ಅದಕ್ಕೆ ಇಷ್ಟ ಇರೋದನ್ನ ಮಾಡೇ ಮಾಡ್ತವೆ. ചിലപ്പോൾ സെക്കൻഡ് കൊണ്ടായിരിക്കും, ಕೆಲವೊಮ್ಮೆ ಸೆಕೆಂಡ್ ಅಲ್ಲಿ ಆಗಿರ್ಬೋದು, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കും, ಕೆಲವೊಮ್ಮೆ ಒಂದು ದಿನದಲ್ಲಿ ചിലപ്പോൾ ಆಗಿರ್ಬೋದು, ഒരാഴ്ച കൊണ്ടായിരിക്കും, ಕೆಲವೊಮ್ಮೆ ಒಂದು ವಾರ ತಗೊಳ್ಬಹುದು, ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും. ಕೆಲವೊಮ್ಮೆ ಒಂದು ವರ್ಷದಲ್ಲಿ അത് ಆಗಿರ್ಬೋದು. ഇഷ്ടമുള്ള ചെയ്യുക തന്നെ ചെയ്യും. ಅದಕ್ಕೆ ಇಷ್ಟ ಇರೋದನ್ನ ಆ ವಾಕ್ಯ ಮಾಡೇ ಮಾಡ್ತದೆ. അതിനാ ഈ വചനം വരുന്നത്. ಅದಕ್ಕಾಗಿದೆ ವಾಕ್ಯ ಬರುವಂತದ್ದು. ഈ ദൈവത്തിന്റെ ശബ്ദത്തിന്, ದೇವರ ಶಬ್ದಕ್ಕೆ ആമേ ഭയങ്കര വിലയുള്ള, ಭಯಂಕರ ಬೆಲೆ ಇದೆ. ആമേ ഭയങ്കര അത്ഭുതമാണ് ആ ശബ്ദം. ಭಯಂಕರ ಅದ್ಭುತವಾಗಿದೆ ಆ ಶಬ್ದ. അത് സഭയിൽ വന്നാൽ, ಆ ಸಭೆಗೆ ಬಂದ್ರೆ സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ಸಭೆಯಲ್ಲಿ ದೇವರ ಕಾರ್ಯ ಪ್ರಕಟವಾಗುತ್ತದೆ. വ്യക്തിയിൽ വന്നാൽ, ವ್ಯಕ್ತಿಯಲ್ಲಿ ಬಂದ್ರೆ വ്യക്തിയിലുള്ള വിളി പുറത്തു വരും. ವ್ಯಕ್ತಿಯಲ್ಲಿರುವಂತ ಕರೆಯುವಿಕೆ ಹೊರಗಡೆ ಬರುತ್ತೆ. എന്റെ വായിന്ന് പുറപ്പെടുന്ന ನನ್ನ വചനം ಬಾಯಿಂದ ಹೊರಟ ಮಾತು ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ದೇವರಿಗೆ ಇಷ್ಟ ಇರುವ ಕಾರ್ಯವನ್ನ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. ಅದನ್ನ ಮಾತ್ರವೇ ಅದು ಮಾಡೋದು. അത് മാത്രമേ ಅದು ചെയ്യത്തുള്ളൂ. ಮಾತ್ರವೇ ಮಾಡೋದು. അതിനകത്ത് മാനസാന്തരം വരും. ಅದ್ರೊಳಗಡೆ ಮಾನಸಾಂತರ ಬರುತ್ತೆ. മാനസാന്തരപ്പെടുത്താൻ നോക്കണ്ട. ಮಾನಸಾಂತರ ಪಡಿಸಕ್ಕೆ ಒಬ್ರು ನೋಡೋದ್ ಬೇಡ.
ഹല്ലേലൂയ. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅದವರಿಗಾಗಿ ಸ್ತೋತ್ರ. ദൈവത്തിന്റെ വായിന്ന വചനം വരുന്നെങ്കിൽ ದೇವರ ಬಾಯಿಂದ ಮಾತು ಬರ್ತಾ ಇದ್ದಾರೆ, അതിനകത്ത് മാനസാന്തരം ಅದರೊಳಗಡೆ ಮಾನಸಾಂತರ ಇರುತ್ತೆ. മാനസാന്തരപ്പെടുത്താൻ നമ്മൾ നോക്കരുത്. ಮಾನಸಾಂತರ ಪಡಿಸಕ್ಕೆ ನಾವು ನೋಡೋದು ಬೇಡ. കാരണം സ്ത്രീയെ ഓടിച്ചുകൊണ്ടുവന്നവർ കല്ലിട്ടിട്ട് പോയത് പോലെ പോണ്ടി വരും. ಕಾರಣ ಏನಂದ್ರೆ ಸ್ತ್ರೀಯನ್ನ ಓಡಿಸ್ಕೊಂಡು ಬಂದವರು ಕಲ್ಲೆಸೋದು ಅಲ್ಲೇ ಓಡದ ಹಾಗೆ ಓಡಬೇಕಾಗಿ ಬರುತ್ತೆ. അല്ലല്ല, ദൈവത്തിന്റെ വായിന്ന വചനം വരികയാണെങ്കിൽ ಆದ್ರೆ ದೇವರ ಬಾಯಿಂದ ಮಾತು ಬಂದ್ರೆ മാനസാന്തരം മാത്രമല്ല, ಮಾನಸಾಂತರ ಮಾತ್ರವಲ್ಲ, വിടുതലുണ്ടായിരിക്കും. ಅದರೊಳಗಡೆ ಬಿಡುಗಡೆ ಇರುತ್ತೆ. ദൈവത്തിന്റെ വായിന്ന് വരികയാണെങ്കിൽ ದೇವರ ಬಾಯಿಂದ ಬರ್ತಾ ಇದ್ದಾರೆ, വിടുതൽ മാത്രമല്ല, ಬಿಡುಗಡೆ ಮಾತ್ರ ಅಲ್ಲ, അതിനകത്ത് അഭിഷേകം. ಅದರೊಳಗಡೆ ಅಭಿಷೇಕ ಇರುತ್ತದೆ. ദൈവത്തിന്റെ വായിന്ന വചനം ದೇವರ ಬಾಯಿಂದ ಬರುವ അഭിഷേകം മാത്രമല്ല, ಅದರಲ್ಲಿ ಅಭಿಷೇಕ ಮಾತ್ರವಲ್ಲ, ഇല്ലാത്തത് സൃഷ്ടിക്കാൻ കഴിയും. ಇಲ್ಲದ ಇರೋದನ್ನು ಕೂಡ ಸೃಷ್ಟಿ ಮಾಡಕ್ಕೆ ಆ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಶಕ್ತಿ ಇದೆ. ആരുടെയും ജീവിതത്തിൽ ಯಾರ್ದಾದ್ರೂ ಜೀವಿತದಲ್ಲಿ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ, ಏನಾದ್ರೂ ಇಲ್ಲದೆ ಇರುವಂತ ಪರಿಸ್ಥಿತಿ ಇದೆಯಾ? അതിനെ നടക്കത്തില്ല നമ്മൾ ಅದು പറയും. ನಡೆಯಲ್ಲ ಎಂಬುದಾಗಿ ನಾವು ಹೇಳ್ಬೋದು. സാധ്യതയില്ലാത്തതിനെ നടക്കത്തില്ല. ಸಾಧ್ಯತೆ ಇಲ್ಲ, ಆದ ಕಾರಣ ಅದು ನಡೆಯಲ್ಲ. മോളെ നീ അതിനെ ആഗ്രഹിക്കണ്ട, ಮಗನೇ ನೀನ್ ಅದಕ್ಕೆ ಆಸೆ ಪಡಬೇಡ, മോനെ നീ അതിനെ ആശിക്കണ്ട, ಮಗನೇ ನೀನ್ ಅದಕ್ಕೆ ಆಸೆ അത് ಪಡಬೇಡ, നടക്കാൻ പോകുന്ന കാര്യമല്ല. ಅದ್ ನಡೆಯಕ್ ಹೋಗ್ತಿಲ್ಲ. പക്ഷേ ಆದ್ರೆ ആരൊക്കെ പറഞ്ഞാലും ಯಾರೆಲ್ಲ ಆ ರೀತಿಯಲ್ಲಿ ದೈವ- ಬಂದು ನಿಮ್ಗೆ ಹೇಳಿದ್ರು ദൈവവചനം വരികയാണെങ്കിൽ ದೇವರ ಮಾತು ನಿಮ್ಮ ಬಳಿ ಬರೋದಾದ್ರೆ അത് നടക്കുക തന്നെ ಅದ ചെയ്യും. ನಡದೇ ನಡೀತದೆ. ಕಾರಣ ಯಾಕಂದ್ರೆ നടക്കാൻ സാധ്യതയില്ലാത്തടത്ത് ನಡೀಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲದ അത് ಸ್ಥಳದಲ್ಲಿ സൃഷ്ടിക്കപ്പെടും. ಅದು ಸೃಷ್ಟಿಯಾಗುತ್ತದೆ. അത് സൃഷ്ടിക്കപ്പെടും. ಅದು ಸೃಷ್ಟಿಯಾಗುತ್ತೆ. അത് സൃഷ്ടിക്കപ്പെടും. ಅದು ಸೃಷ್ಟಿಯಾಗುತ್ತೆ. മറിയലൊരു ദൈവത്തിന്റെ പദ്ധതി, ಮರಿಯಳಲ್ಲಿ ಒಂದು ದೇವರ ಕಾರ್ಯ, ദൈവപുത്രൻ ജനിക്കുമെന്ന്. ದೇವರ ಮಗನು ಜನಿಸ್ತಾನೆ ಎಂಬುದಾಗಿ, നടക്കത്തിലെന്ന് ആരെല്ലാം പറഞ്ഞു, ನಡೆಯಲ್ಲ ಎಂಬುದಾಗಿ ಯಾರೆಲ್ಲ ಹೇಳಿದ್ರು ദൈവവചനമാ വരികയാണെങ്കിൽ ದೇವರ ವಾಕ್ಯವಾಗಿದೆ ಬರ್ತಿರೋದಾಗಿದ್ರೆ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കും. ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ಅವಳು ಗರ್ಭ ಧರಿಸ್ತಾಳೆ. പരിശുദ്ധാത്മ സൃഷ്ടിക്കപ്പെടും. ಪರಿಶುದ್ಧಾತ್ಮನಲ್ಲಿ ಅವಳು ಸೃಷ್ಟಿಸಲ್ಪಡ್ತಾಳೆ. നടക്കാത്ത കാര്യം നടക്കും. ನಡೆಯದೇ ಇರೋ ಕಾರ್ಯ ನಡೆಯುತ್ತೆ. നടക്കാത്ത കാര്യം നടക്കും. ನಡೆಯದೇ ಇರೋ ಕಾರ್ಯಗಳು ನಡೀತದೆ. പഴയ നിയമത്തിൽ ಹಳೆ ಒಡಂಬಡಿಕೆ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ಒಂದು ಪ್ರವಾದನೆ ಇತ್ತು. കഴുതയുടെ ಮೇಲೆ യേശു കയറും. ಕತ್ತೆ ಮರಿಯ ಮೇಲೆ ಯೇಸು ಹತ್ತಿ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ. സെക്കൻഡിൽ കയറിയില്ല, ಸೆಕೆಂಡ್ ಅಲ್ಲಿ ಹತ್ತು ಬರಲಿಲ್ಲ, ഒരാഴ്ചയിൽ കയറിയില്ല, ಒಂದು ವಾರದಲ್ಲಿ ಹತ್ತು ಬರಲಿಲ್ಲ, ഒരു മാസത്ത് കയറിയില്ല, ಒಂದು ತಿಂಗಳಲ್ಲಿ ಹತ್ತು ಬರಲಿಲ್ಲ, ഒരു വർഷത്ത് കയറിയില്ല, ಒಂದು ವರ್ಷದಲ್ಲಿ ಹತ್ತು ಬರಲಿಲ್ಲ. വർഷങ്ങൾ കഴിഞ്ഞു. ಅನೇಕ ವರ್ಷಗಳು ಕಳೀತು. അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ಅನೇಕ ವರ್ಷಗಳು ಕಳೆದಾಗ ആ വചനം ಆ ವಾಕ್ಯ ദൈവത്തിന്റെ വായിന്ന് വന്നതുകൊണ്ട് ದೇವರ ಬಾಯಿಂದ ಬಂದಿದ್ದಾಗಿರೋದ್ರಿಂದ യേശു ആ കഴുതയുടെ മേൽ കയറി. ಯೇಸು ಆ ಕತ್ತೆ ಮರಿಯಲ್ಲಿ ಹತ್ತಿದರು. ഇവിടെ പറയുന്ന ഓരോ വചനവും ಇಲ್ಲಿ ಸಾರಲ್ಪಡುವ ಒಂದೊಂದು ವಾಕ್ಯವು വെറുതെ പോകത്തില്ല. ಸುಮ್ಮನೆ ಬಂದು ಹೋಗಲ್ಲ. കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ನಿನ್ನ ಕುರಿತಾಗಿ ಹೇಳಿದ್ರೆ ഇന്നല്ലെങ്കിൽ നാളെ ಇವತ್ತಲ್ಲ ನಾಳೆ ഈ വചനം ಈ ವಾಕ್ಯ നിന്റെ ജീവിതത്തെ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ മാറ്റിമറിക്കുമെന്നുള്ളത് ಬದಲಾಯಿಸುತ್ತದೆ ಎಂಬುದಾಗಿ, ഈ കഴുതയിൽ യേശുവിന്റെ തെളിവാണെന്ന് ಈ ಕತ್ತೆ ಮರಿಯ ಮೇಲೆ ಯೇಸು ಹತ್ತಿದ್ದೇ ಗುರುತೆಂಬುದಾಗಿ പരിശുദ്ധ പ്രവചനാത്മാവിൽ വിളിച്ചു. ಪರಿಶುದ್ಧಾತ್ಮನ ಪ್ರವಾದನಾತ್ಮದಿಂದ ಕೂಗಿ ಹೇಳ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുതയുടെ മേൽ യേശു കയറുന്ന കാര്യം നടക്കുന്ന കാര്യമാണ്. ಕತ್ತೆ ಮರಿಯ ಮೇಲೆ ಯೇಸು ಹತ್ತುವಂತ ವಿಷಯ, യേശു ನಡೆಯುವಂತ ವಿಷಯ. ആരാണെന്ന് വിചാരിക്കുന്നത്? ಯೇಸು ಯಾರಂತ ಅಂದ್ಕೊಂಡಿರೋದು? യേശു ആരാന്ന് വിചാരിക്കുന്നത്? ಯೇಸು ಯಾರಂತ ಅಂದ್ಕೊಂಡಿರೋದು? അറിയണമെങ്കിൽ ദൂതന്മാരോട് ചോദിച്ചാൽ അവര് പറയും. ಗೊತ್ತಾಗ್ಬೇಕಂದ್ರೆ ದೂತರ ಹತ್ರ ಹೋಗಿ ಕೇಳ್ರಿ ಗೊತ್ತಾಗುತ್ತೆ. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പറയും. ಪರಿಶುದ್ಧಾತ್ಮನ ಹತ್ರ ಕೇಳಿದ್ರೆ ಪರಿಶುದ್ಧಾತ್ಮ ಹೇಳ್ಕೊಡ್ತಾರೆ. അഭിഷേകമുള്ളവരോട് ചോദിച്ചാൽ പറയും. ಅಭಿಷೇಕ ಉಳ್ಳವರ ಹತ್ರ ಕೇಳಿದ್ರೆ ಅಭಿಷೇಕ ಉಳ್ಳವರು ಹೇಳ್ಕೊಡ್ತಾರೆ. വലിയവനാണ് യേശു. ಅಷ್ಟು ದೊಡ್ಡವನಾಗಿದ್ದಾನೆ ಯೇಸು. അവൻ ആരിലും വലിയവനാണ്. ಆತನ ಎಲ್ಲರಿಗಿಂತಲೂ ದೊಡ್ಡವನು. അവൻ എല്ലാത്തിലും വലിയവനാണ്. ಆತನ ಎಲ್ಲದರಲ್ಲೂ ದೊಡ್ಡವನು. അവൻ രാജാക്കന്മാരിൽ വലിയവനാണ്. ಅವನು ರಾಜರಿಗಿಂತಲೂ ದೊಡ್ಡವನು. അവൻ കർത്താക്കന്മാരിൽ വലിയവനാണ്. ಆತನ ಕರ್ತರಲ್ಲಿಯೂ ದೊಡ್ಡವನು. അവൻ ദൈവാദി ദൈവമാണ്. ಆತನ ದೇವಾದಿ ದೇವನು. അവൻ ആരംഭമില്ല, ಅವನಿಗೆ ಆದಿಯೂ ಇಲ್ಲ, അവൻ അവസാനവുമില്ല, ಆತನಿಗೆ ಅಂತ್ಯವೂ ಇಲ್ಲ. എന്നും എന്നൊക്കെ സർവശക്തനാണ് യേശു. ಎಂದಿಗೂ ಎಂದೆಂದಿಗೂ ಸರ್ವಶಕ್ತನಾಗಿದ್ದಾನೆ ആ ಯೇಸು. യേശുവിന് കഴുതയുടെ മേൽ കയറേണ്ട ആവശ്യമുണ്ടോ? ಆ ಯೇಸು ಒಂದು ಕತ್ತೆ ಮೇಲೆ ಹತ್ತಬೇಕಾಗಿರೋ ಅವಶ್ಯಕತೆ ಇದೆಯಾ? ആവശ്യമില്ല. ಅವಶ್ಯಕತೆ ಇಲ್ಲ. പക്ഷെ കേറും. ಆದ್ರೆ ಹತ್ತುತ್ತಾನೆ. കാരണം വാ പ്രസ്താവിച്ചു പോയി. ಯಾಕಂದ್ರೆ ಬಾಯ ಮಾತು ಅದನ್ನ ಘೋಷಿಸಾಯ್ತು. അത് സംഭവിച്ചേ പറ്റൂ. ಅದು ಸಂಭವಿಸಲೇಬೇಕು. അതേ വാ ಅದೇ ಬಾಯಿ ഇന്ന് പകല് ಇವತ್ತು ഈ ಹಗಲು കഴിഞ്ഞ നാളുകളിൽ ಈ ಕಳೆದ ದಿನಗಳಲ್ಲೂ നിങ്ങളോട് സംസാരിച്ച പ്രവചനം, ನಿಮ್ಮೊಂದಿಗೆ ಮಾತನಾಡಿದ ಪ್ರವಾದನೆಗಳು, വചനത്തിന്റെ പ്രവചനം ವಾಕ್ಯದ ದೈವೋಕ್ತಿಗಳು നിങ്ങളോടായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ನಿಮ್ಮೊಂದಿಗೆ ಆಗಿತ್ತು ಅಂತ ನೀವ್ ಹೇಳಿದ್ದು, നിങ്ങളിൽ അത് സംഭവിക്കും. ನನಗೆ ಪಾಸ್ಟ್ರೆ ಮಾತಾಡಿದ್ದು ಎಂಬುದಾಗಿ ನೀವು ಹೇಳಿದ್ದು ನಿಮ್ಮ ಜೀವಿತದಲ್ಲೇ ಅದು ಸಂಭವಿಸುತ್ತದೆ. ಕಾರಣ അവന് വാക്ക് മാറാൻ ಆತನಿಗೆ ಮಾತು ಬದಲಾಯಿಸಲಿಕ್ಕೆ ഒരിക്കലും കഴിയത്തില്ല. ಎಂದಿಗೂ ಆಗೋದಿಲ್ಲ. ഒരിക്കലും കഴിയത്തില്ല. ಎಂದಿಗೂ ಆಗೋದಿಲ್ಲ. ഒരിക്കലും കഴിയത്തില്ല. ಎಂದಿಗೂ ಆಗೋದಿಲ್ಲ. ഒരിക്കലും കഴിയത്തില്ല. ಎಂದಿಗೂ ಆಗೋದಿಲ್ಲ. കാരണം ആ വചനം വെറുതെ വരത്തില്ല. ಯಾಕಂದ್ರೆ ವಾಕ್ಯ ಸುಮ್ಮನೆ ಬರುವುದಿಲ್ಲ. കഴുതേ, ಕತೆಯೇ, നിന്നോടൊരു പ്രവചനമുണ്ട്. ನಿನಗೊಂದು ಪ್ರವಾದನೆ ಇದೆ. നിന്റെ കഷ്ടകാലം മാറാൻ ನಿನ್ನ പോകുന്നു. ಕಷ್ಟಕಾಲ ನೀಗಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. നിന്റെ നിന്ന മാറാൻ ನಿನ್ನ പോകുന്നു. ನಿಂದೆ ನೀಗ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ആ ಇದೆ. തലത്തിൽ ಆ ಹಂತದಲ್ಲಿ സർവശക്തൻ ಸರ್ವಶಕ್ತನು സകലത്തെയും സൃഷ്ടിച്ചവൻ ಎಲ್ಲವನ್ನ ಸೃಷ್ಟಿ ಮಾಡಿದವನು വേറെ ഒരു മൃഗത്തിലും കയറാതെ ಬೇರೆ ಯಾವ ಪ್ರಾಣಿಗಳ ಮೇಲೂ ಹತ್ತದೆ നിന്റെ മേൽ കയറും ನಿನ್ನ ಮೇಲೆ ಹತ್ತುತ್ತಾನೆ പ്രവചനം കുറിച്ചിട്ടുണ്ട്. ಎಂಬುದಾಗಿ ಒಂದು ಪ್ರವಾದನೆ ಇದೆ. കഴുതയോട് പോയിട്ട് സിംഹം പറഞ്ഞു. ಕತ್ತೆ ಹತ್ರ ಹೋಗ್ಬಿಟ್ಟು ಸಿಂಹ ಹೇಳ್ತು. അവിടെ എഴുതിയിട്ടില്ല. ಅಲ್ಲಿ ಬರ್ದಿಲ್ಲ. ഏ കഴുതേ, ಏ ಕತ್ತೆ, ബുദ്ധിയില്ലാത്ത കഴുതേ, ಏ ಬುದ್ಧಿ ಇಲ್ಲದ ಕತ್ತೆ, നീ ഇങ്ങനെ മടയത്തരം ചിന്തിച്ചിരിക്കരുത്. ನೀನು ಈ ತರ ದಡ್ಡತನ ಯೋಚನೆ ಮಾಡ್ಕೊಂಡು ಕೂತ್ಕೋಬೇಡ. നീ ഇത് വിശ്വസിക്കരുത്. ನೀನ್ ಇದನ್ನ ನಂಬಕ್ ಹೋಗ್ಬೇಡ. കാരണം ഞാനാ രാജാവ്. ನಾನೇ ರಾಜ. അങ്ങനെയാണെങ്കിൽ ಆಗಿರೋದಾದ್ರೆ എന്റെ മേലായിരിക്കണം ആദ്യം വരേണ്ടത്. ಅವನು ಬಂದು ಕೂತ್ಕೊಳ್ಬೇಕು.
ಆಗ್ಬೇಕಾಗಿರೋದು ನನ್ನ ಮೇಲೆ ಆಗಿರ್ಬೇಕು. എന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ನನ್ನ ಮೇಲೆ ಬಂದ್ರೆ ഞാൻ പറഞ്ഞ ഇവിടെ എല്ലാം നടക്കും. ನಾನು ಹೇಳಿದ್ದು ഇಲ್ಲೆಲ್ಲ ಕಡೆ ನಡೆಯುತ್ತೆ. ആമേ ഒരു പക്ഷേ ಒಂದು ಪಕ್ಷ അവിടെ എഴുതിയിട്ടില്ല, ಅಲ್ಲಿ ಬರ್ದಿಲ್ಲ. എന്റെ ഭാവനെ പറയുന്നു. ನನ್ನ ಕಲ್ಪನೆಯಲ್ಲಿ ಹೇಳ್ತೇನೆ, സിംഹം ಸಿಂಹ കഴുത കാത്തിരുന്നപ്പോൾ ಆ ಕತ್ತೆ ಕಾದಿರುವಾಗ കഴുതയുടെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ಕತ್ತೆಯು ಅದನ್ನ ನಂಬದೇ ಇರೋಕೋಸ್ಕರ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ಒಂದು ಪಕ್ಷ ಆ ರೀತಿಯಲ್ಲಿ ಬಂದು ಹೇಳಿದ್ರೆ രണ്ടാമത് ആമേ സിംഹം അറിയപ്പോൾ ಸಿಂಹ ಅಲ್ಲಿ ಹೇಳುವಾಗ കടുവ വന്നിട്ട് പറഞ്ഞു, ಅಲ್ಲಿ ಚಿರತೆ ಬಂದು ಹೇಳ್ತು, കഴുതയെ ಅಲ್ಲಿ ಹುಲಿ ಬಂದು ಹೇಳ್ತು, മണ്ടത്തരമാ, ನೀನ್ ಹೇಳ್ತಿರೋದು ದಾಡ್ತಾನ, നീ കാത്തിരിക്കരുത്. ನೀನ್ ಕಾದಿರ್ಬೇಡ. അങ്ങനെ വരികയാണെങ്കിൽ ಆ ರೀತಿಯಲ್ಲಿ ಏನಾದ್ರೂ ಅವನು ಬಂದ್ರೆ എന്റെ മേലെ കയറേണ്ടത്. ಆ ಮೆಸ್ಸಿಯ ನನ್ನ ಮೇಲಾಗಿದೆ ಬರ್ಬೇಕಾಗಿರೋದು. മൃഗങ്ങൾ പറയാൻ തുടങ്ങി. ಒಂದೊಂದು ಪ್ರಾಣಿಗಳು ಈ ರೀತಿಯಲ್ಲಿ ಸಾಲಾಗಿ ಹೇಳಕ್ ಸ್ಟಾರ್ಟ್ ಆಯ್ತು. ഒട്ടകം വന്നിട്ട് പറഞ്ഞു, ಕೊನೆದಾಗಿ ಒಂಟೆನು ಬಂದು ಹೇಳ್ತು, എന്റെ മേല ലഗേജ് വെക്കുന്നത്, ನನ್ನ ಮೇಲಾಗಿದೆ ಲಗೇಜ್ ಗಳನ್ನ ಇಡೋದು, എന്നെ കൊണ്ട് ഉപകാരമുണ്ട്, ನನ್ನಿಂದ ಅವು ಪ್ರಯೋಜನ ಇದೆ. കുതിരയും വന്ന് പറഞ്ഞു, ಕುದುರೆನು ಬಂದು ಹೇಳ್ತು, എന്റെ മേല രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത്, ನನ್ನ ಮೇಲಾಗಿದೆ ರಾಜರುಗಳೆಲ್ಲ ಪ್ರಯಾಣ ಮಾಡೋದು. അങ്ങനെ വരികയാണെങ്കിൽ ಹಾಗೇನಾದ್ರೂ ಮೆಸ್ಸಿಯನ್ ಬಂದ್ರೆ വരുന്ന നടക്കാത്ത കാര്യമാണ്. ಅದು ಆ ರೀತಿಯಲ್ಲಿ ಬರೋದು ನಡೆಯದೇ ಇರೋ ವಿಷಯ. അങ്ങനെ വന്നാൽ തന്നെ ಆ ರೀತಿಯಲ್ಲಿ ಏನಾದ್ರು ಬಂದ್ರು എന്റെ മേലെ കയറത്തുള്ളൂ. ನನ್ನ ಮೇಲೆ ನಾನು ಬರೋದು. വെറുതെ സമയം കളയുന്നുണ്ട്. ನೀನ್ ಸುಮ್ಮನೆ ಟೈಮ್ ವೇಸ್ಟ್ ಯಾಕೆ ಮಾಡ್ತೀಯ? കഴുതയെ ಎಂಬುದಾಗಿ ಕಥೆಯಲ್ಲ, പല ശ്രേഷ്ഠ മൃഗങ്ങളും ಅನೇಕ ಶ್ರೇಷ್ಠ ಮೃಗಗಳು അവിശ്വാസം പറഞ്ഞിട്ട് ಅಪನಂಬಿಕೆ ಮಾತುಗಳನ್ನು ಹೇಳಿ അവര് തങ്ങളെ കളിയാക്കി ಅವರ ಪರಸ್ಪರ ಲಜ್ಜೆ ಪಡಿಸುತ್ತಿರು. ഇവൻ വെറും ഒരു കഴുതയാ, ಇದು ಕೇವಲ ಒಂದು ಕತ್ತೆ. ഇവരെല്ലാം കമ്പനി കുടിക്കണം. ಇವರೆಲ್ಲ ಕಂಪನಿ ಸೇರ್ಕೊಂಡಿರ್ಬೋದು. എഴുതി വെച്ചിട്ടില്ല, ಅಲ್ಲಿ ಬರ್ದಿಲ್ಲ. ആരും ദുരുപദേശം എന്ന് പറയരുത്. ಯಾರು ಇದನ್ನು ದುರುಪದೇಶ ಅಂತ ಹೇಳ್ಬೇಡಿ. ഞാനിത് ഉദാഹരണം തെളിയിക്കാൻ ഒരു ഭാവനയെ കൊണ്ടുവരുന്നതാണ്. ನಾನು ಇದರ ಉದಾಹರಣೆಯನ್ನ ನಿಮಗೆ ತಿಳಿಸೋದಕ್ಕೋಸ್ಕರ ಒಂದು ಆತ್ಮಿಕ ಕಲ್ಪನೆಯಲ್ಲಿ ಹೇಳ್ತಿರೋದಾಗಿದೆ. ഇത് മുഴുവൻ കമ്മിറ്റി കുടിക്കണം. ಇವರೆಲ್ಲ ಸಂಘಟನೆ ಸೇರ್ಕೊಂಡಿರ್ಬೋದು. ഇതൊക്കെ മണ്ടനായ ഒരു മൃഗം, ಇದಕ್ಕೆ ಇಷ್ಟ ರೀತಿ ಅಲ್ಲ, ಈ ರೀತಿಯಲ್ಲಿ ದಡ್ಡನಾದ ಒಂದು ಪ್ರಾಣಿ യേശു കയറി വന്ന് കാത്തിരിക്കുന്നു. ಯೇಸು ಹತ್ತುತ್ತಾನೆ ಅಂತ ಕಾಯ್ಕೊಂಡಿದೆ. അപ്പൊ ഒരുവൻ വന്ന് പറഞ്ഞു, ಆಗ ಒಬ್ಬ ಬಂದು ಹೇಳಿದ್ರು, അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ಆ ರೀತಿಯಲ್ಲಿ ಆ ಮಾತಿನ ತಳ್ಳಕ್ಕಾಗಲ್ಲ. ഒരു പ്രവചനമുണ്ട്, ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ಪ್ರವಾದನೆ ಇದೆ. കഴുതയുടെ മേലെ യേശു കയറി യാത്ര ചെയ്യുന്നു. ಕತ್ತೆ ಮೇಲೆ ಯೇಸು ಪ್ರಯಾಣ ಮಾಡಿ ಬರ್ತಾರೆ ಎಂಬುದಾಗಿ. ചുമ്മാ അവൻ കാത്തിരിക്കുന്നതല്ല. ಸುಮ್ಮನೆ ಆ ಕತ್ತೆ ಕಾಯ್ತಿರೋದಲ್ಲ. ഞാൻ പറഞ്ഞ സാരം, ನಾನು ಹೇಳಿದ ಸಾರಾಂಶ, എത്ര കൊള്ളരാത്ത വ്യക്തിയാണെങ്കിലും, ಯಾವ ಅಪ್ರಯೋಜಕ ವ್ಯಕ್ತಿಯಾಗಿದ್ರು, എന്തെല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിലും, ಏನೆಲ್ಲ ನಷ್ಟವಾದ ವ್ಯಕ್ತಿಯಾಗಿದ್ರು, ഏതെല്ലാം പ്രതീക്ഷ തകർന്ന വ്യക്തിയാണെങ്കിലും, ಯಾವುದೆಲ್ಲ ನಿರೀಕ್ಷೆ ನಷ್ಟಪಟ್ಟ ವ್ಯಕ್ತಿಯಾಗಿದ್ರು, എല്ലാരും നിരാശപ്പെടുത്തിയ വ്യക്തിയാണെങ്കിലും, ಎಲ್ಲರೂ ನಿರಾಶೆಪಡಿಸಿದಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ರು, എല്ലാരും കരയിപ്പിച്ച വ്യക്തിയാണെങ്കിലും, ಎಲ್ಲರೂ ಅಳಿಸಿದಂತ ವ್ಯಕ್ತಿಯಾಗಿದ್ರು, നിന്നോടൊരു പ്രവചനം ദൈവം പറഞ്ഞിട്ടുണ്ട്, ನಿನಗೊಂದು ಪ್ರವಾದನೆ ದೇವರು ಹೇಳಿದ್ರೆ അത് നടക്കുക തന്നെ ಅದು ചെയ്യും. ನಡೆದೇ ನಡೀತದೆ. കാരണം എന്റെ വായിന്ന് വചനം ಯಾಕಂದ್ರೆ ನನ್ನ ಬಾಯಿಂದಾಗಿದೆ ವಾಕ್ಯ നീ ഒരു ಬಂದಿದ್ದು. കഴുതിയാണെങ്കിൽ കൂടി ನೀನೊಂದು ಕತ್ತೆಯಾಗಿದ್ರು ಕೂಡ നിന്റെ മേലെ ഞാൻ കയറിയിരിക്കും. ನಿನ್ನ ಮೇಲೆ ನಾನು ಹತ್ತಿರ್ತೇನೆ. അത്രയും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ಅಷ್ಟು ನಂಬಿಕೆ ಇಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತ ಒಂದು ಮಾತಿದ್ರೆ അതാ യേശുവിന്റെ വാക്ക്. ಅದಾಗಿದೆ ಯೇಸುವಿನ ಮಾತು. ഓരോ ഒറ്റ പ്രവചനമുള്ള കഴുതിയോട് ಒಂದೇ ಒಂದು ಪ್ರವಾದನೆ ಕತ್ತೆಗೆ, നിന്റെ മേലെ ഞാൻ കയറുമെന്ന്, ನಿನ್ನ ಮೇಲೆ ನಾನು ಹತ್ತುತ್ತೇನೆ ಎಂಬುದಾಗಿ ഉൽപ്പത്തി മുതൽ ಆದಿಕಾಂಡದಿಂದ വെളിപ്പാട് വരെ ಪ್ರಕಟಣೆವರೆಗೆ രോഗസൗഖ്യം പറഞ്ഞിട്ടുണ്ട്. ರೋಗ ಸೌಖ್ಯದ ಬಗ್ಗೆ ಹೇಳಿದೆ. എന്തുകൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നില്ല? ಯಾಕೆ ಅದನ್ನ ನಮಗೆ ಹೊಂದ್ಕೊಳಕ್ ಆಗ್ತಿಲ್ಲ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ಆದಿಕಾಂಡದಿಂದ ಪ್ರಕಟಣೆವರೆಗೆ ശാപമോചനമുണ്ട്. ಶಾಪದ ವಿಮೋಚನೆ ಇದೆ. എന്തുകൊണ്ട് വിടുതൽ പ്രാപിക്കാൻ ಯಾಕೆ പറ്റുന്നില്ല? ಅದರ ಬಿಡುಗಡೆ ಅನುಭವಿಸಕ್ ಆಗ್ತಿಲ್ಲ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ಆದಿಕಾಂಡದಿಂದ ಪ್ರಕಟಣೆವರೆಗೆ അഭിഷേകത്തെ സംസാരിക്കുന്നു. ಅಭಿಷೇಕದ ಬಗ್ಗೆ ಮಾತಿದೆ. എന്തുകൊണ്ട് പ്രാപിക്കാൻ ಯಾಕೆ പറ്റുന്നില്ല? ಅದನ್ನ ನಮಗೆ ಹೊಂದ್ಕೊಳಕ್ ಆಗ್ತಿಲ್ಲ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ಆದಿಕಾಂಡದಿಂದ ಪ್ರಕಟಣೆವರೆಗೆ രക്ഷയെ കുറിച്ച് പറയുന്നു. ರಕ್ಷಣೆ ಬಗ್ಗೆ ಇದೆ. എന്തുകൊണ്ട് അനുഭവിക്കാൻ ಯಾಕೆ പറ്റുന്നില്ല? ಅದನ್ನ ನಮಗೆ ಅನುಭವಿಸಕ್ ಆಗ್ತಿಲ್ಲ? ഒറ്റ വാക്ക് കഴുത വിശ്വസിച്ചെങ്കിൽ, ಒಂದೇ ಒಂದು ಮಾತನ್ನ ಅದರಲ್ಲಿ ಕತ್ತೆ ನಂಬಿದ್ರೆ, നമ്മൾ എത്ര അധികം വിശ്വസിക്കാനുള്ള വാഗ്ദത്തം കിടക്കുന്നതിനാണ്. ನಾವು ನಂಬುವುದಕ್ಕೆ ಎಷ್ಟೆಷ್ಟು ವಾಗ್ದಾನಗಳಿವೆ. ശോധന കണ്ട് ഭയപ്പെടരുത്. ಶೋಧನೆಯನ್ನು ಕಂಡು ಭಯಪಡಬಾರದು. നിരാശയിൽ ഒതുങ്ങരുത്. ನಿರಾಶೆಯಲ್ಲಿ ಅಡಗಿಸಲ್ಪಡಬಾರದು. സാഹചര്യം നോക്കി പുറകോട്ട് പോകരുത്. ಸನ್ನಿವೇಶವನ್ನು ನೋಡಿ ಹಿಂದೆ ಹೋಗಬಾರದು. കഴുതയുടെ ഒറ്റ വാക്കേ ഉള്ളൂ. ಆ ಕತ್ತೆಗಿರುವಂತ ಒಂದೇ ಒಂದು ഒരു ವಾಗ್ದಾನ കഴുതയെ സംബന്ധിച്ച് ಒಂದು ಕತ್ತೆಗೆ ಸಂಬಂಧಿಸಿದಂತೆ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ಎಂದಿಗೂ ನಡೆಯದೇ ಇರೋ ವಿಷಯ. എന്നാൽ ಆದ್ರೆ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ದೇವರ ಸ್ವರೂಪದಲ್ಲಿ സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ നിങ്ങളോട്, ಸೃಷ್ಟಿಸಲ್ಪಟ್ಟ ಮನುಷ್ಯರಾದ ನಾವು ನೀವು, ആ എന്നോട് നിങ്ങളോട് ಆ ನಮಗೂ ನಿಮಗೂ ഉൽപ്പത്തി മുതൽ ಆದಿಕಾಂಡದಿಂದ വെളിപ്പാട് വരെ ಪ್ರಕಟಣೆವರೆಗೆ എത്ര വാഗ്ദത്തമാ, ಎಷ್ಟೆಷ್ಟು ವಾಗ್ದಾನಗಳು. അത്രയും വാഗ്ദത്തം ಅಷ್ಟೊಂದು ವಾಗ್ದಾನ ഈ ಏನು കഴുതയോട് ಈ പറഞ്ഞിട്ടില്ല. ಕತ್ತೆಗೆ ಹೇಳಿಲ್ಲ. ഒറ്റ വാക്കേ ഉള്ളൂ. ಈ ಕತ್ತೆಗಿರೋದು ಒಂದೇ ವಾಗ್ದಾನ, ഞാൻ യാത്ര ನಿನ್ನ ಮೇಲೆ ನಾನು ಹತ್ತುತ್ತೇನೆ, ಪ್ರಯಾಣ ಮಾಡ್ತೇನೆ. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും തകരത്തില്ല. ನಿಮ್ಮ ನಿರೀಕ್ಷೆ ಎಂದಿಗೂ ನುಚ್ಚು ನೂರಾಗಲ್ಲ. വാക്കിൽ വിശ്വസിക്കുക. ಆ ಮಾತಲ್ಲಿ ನಂಬಿರಿ, വാക്കിൽ ಆ വിശ്വസിക്കുക. ಮಾತನ್ನ ನಂಬಿರಿ. യേശുവിന്റെ വചനം ಯೇಸುವಿನ ವಾಕ್ಯ ഏതെങ്കിലും വിഷയത്തിൽ ಯಾವ್ದಾದ್ರೂ ವಿಷಯದಲ್ಲಿ ശൂന്യതയാണെങ്കിൽ ಶೂನ್ಯತೆ ಇದ್ರೆ അത് ആമെ അത്ഭുതം കാണിക്കാൻ പോകുന്നു. ಆ ವಾಕ್ಯವು ಅದ್ಭುತ ತೋರಿಸಲಿಕ್ಕೆ ಹೋಗಿತ್ತು. പത്രോസിന്റെ പടക് ಪೇತ್ರನ ದೋಣಿ ശൂന്യമായി കടന്നു. ಶೂನ್ಯವಾಗಿತ್ತು. യേശുവിന്റെ വചനം ಯೇಸುವಿನ ವಾಕ್ಯ പടകിനകത്ത് കയറിയപ്പോൾ ಹಡಗಿನ ಆ ದೋಣಿ ಒಳಗಡೆ ಹೋದಾಗ എന്റെ വായിന്ന് പുറപ്പെടുന്നത് ನನ್ನ ಬಾಯಿಂದ ಹೊರಟದ್ದು എനിക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ, ನನಗೆ ಇಷ್ಟ ಇರುವುದನ್ನ ಮಾಡಿ മടങ്ങി വരത്തുള്ളൂ. ಅದು ಹಿಂದಿರುಗಿ ಬರೋದು. യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, വായിന്ന് വചനം പറഞ്ഞു, ಬಾಯಿಂದ ವಾಕ್ಯ ಹೇಳ್ತು, ശിമോനെ ಸಿಮೋನನೇ പടകിനെ അല്പം നീക്കുക. ದೋಣಿಯನ್ನು ಸ್ವಲ್ಪ ಆಳಕ್ಕೆ ತಳ್ಳು. വചനം വന്നു, ಆ ಮಾತು ಬಂತು, വചനം വന്നു, ವಾಕ್ಯವು ಬಂತು, പ്രതീക്ഷയുടെ വചനം വന്നു. ನಿರೀಕ್ಷೆಯ ವಾಕ್ಯ ಬಂತು. കരയുന്നവനോട് ಅಳುವವನಿಗೆ ശൂന്യമായ പടക് ಶೂನ್ಯವಾದ ದೋಣಿ ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ ಒಂದು കാണിക്കുന്നു. ಕುಟುಂಬದ ಪರಿಸ್ಥಿತಿಯನ್ನು ತೋರಿಸುತ್ತದೆ. കരയുന്നവൻ ಅಳುವವಳು ആ കുടുംബത്തിന്റെ വേദനയെ കണ്ടിട്ട്, ಆ ಕುಟುಂಬದ ವೇದನೆಯನ್ನು ನೋಡಿ, കുടുംബത്തിലെ സാഹചര്യം കണ്ടിട്ട്, ಕುಟುಂಬದ ಸನ್ನಿವೇಶ ನೋಡಿ, കുടുംബത്തിലെ അവസ്ഥ കണ്ടിട്ട് ಕುಟುಂಬದ ಪರಿಸ್ಥಿತಿ ನೋಡಿ അവന് സഹിക്കാൻ വയ്യാതെ ಅವ್ರು ಸಹಿಸಕ್ಕಾಗದೆ കരയുന്നതിനെ കാണിക്കുന്നു. ಅಳುವುದನ್ನು
ಇಲ್ಲದನ್ನ ತೋರಿಸ್ತದೆ. ಆಮೇಲೆ ഒന്നുമില്ലാത്തത് ಏನು ಇಲ್ಲದೆ ಆ ಇರುವಂತದ್ದು ಕುಟುಂಬത്തിലെ പരാജയത്തെ കാണിക്കുന്നു. ಕುಟುಂಬದ ಸೋಲನ್ನ ಸೂಚಿಸ್ತಾ ಇದೆ. ഒന്നുമില്ലാത്ത അവസ്ഥയെ കാണിക്കുന്നു. ಏನು ಇಲ್ಲದ ಪರಿಸ್ಥಿತಿಯನ್ನು ತೋರಿಸ್ತಾ ಇದೆ. എവിടെ കിട്ടാത്ത സ്നേഹമായിരിക്കും. ಒಂದು ಪಕ್ಷ ಎಲ್ಲೂ ಸಿಗದೇ ಇರೋ ಪ್ರೀತಿ ಆಗಿರಬಹುದು. സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും. ಎಂದಿಗೂ ಸಮಾಧಾನವಿಲ್ಲದೆ ಇರೋ ಪರಿಸ್ಥಿತಿ ಆಗಿರಬಹುದು. ഒരു നന്മയുമില്ലാത്ത അവസ്ഥയായിരിക്കും. ಯಾವ ಅನುಗ್ರಹವೂ ಇಲ್ಲದ ಪರಿಸ್ಥಿತಿ ಆಗಿರಬಹುದು. ಆದರೆ യേശു ಅಲ್ಲಿ കയറിയിട്ട് ಯೇಸು ಅಲ್ಲಿ ಬಂದು ಬಾಯಿಂದ ವಚനം വന്നു. ಬಾಯಿಂದ ವಾಕ್ಯ ಬಂತು. ശീമോനെ ಸಿಮೋನನೇ പടകിനെ അല്പം നീക്കുക. ದೋಣಿಯನ್ನು ಸ್ವಲ್ಪ ತಳ್ಳು. പടകിനെ അല്പം നീക്കുക. ದೋಣಿಯನ್ನು ಸ್ವಲ್ಪ ಮುಂದೆ അവൻ ತಳ್ಳು. നീക്കി ಅವನು ತಳ್ಳಿದನು. ആഴത്തിലേക്ക് വലയിറക്കുക. ಆಳಕ್ಕೆ ಬಲೆಯನ್ನು ಹಾಕು. രണ്ട് ശബ്ദേ പുറപ്പെട്ടിട്ടുള്ളൂ. ಎರಡು ಶಬ್ದವಾಗಿದೆ ಸಿಮೋನನಿಗಾಗಿ ಹೊರಡಿಸಿದ್ದು. ഉടനെ തന്നെ ತಕ್ಷಣವೇ സമുദ്രത്തിലുള്ള ಸಮುದ್ರದಲ್ಲಿರುವ യേശു ആമ ഇടപെടുന്ന ಯೇಸು ಒಡನಾಡುವ സകല മീൻകൂട്ടങ്ങളും ಯೇಸುವಿನ ಒಡನಾಟವನ್ನು ಅನುಭವಿಸ್ತಾ ಇರುವಂತ ಎಲ್ಲಾ ಮೀನಿನ ಗುಂಪುಗಳು അതിനകത്ത് കയറി വന്നുവെങ്കിൽ ಅದರೊಳಗಡೆ ಬಂದಿದ್ರೆ ശൂന്യത മാറ്റും ഈ ശബ്ദം. ಶೂನ್ಯತೆಯನ್ನ ನೀಗಿಸ್ತದೆ ಈ ಶಬ್ದ. കുടുംബത്തിലെ ശൂന്യതയെ മാറ്റും. ನಿನ್ನ ಕುಟುಂಬದ ಶೂನ್ಯತೆಯನ್ನ ಈ ಶಬ್ದ ನೀಗಿಸ್ತದೆ. തകർച്ചയെ ദൈവം മാറ്റും. ನಿನ್ನ ಕುಟುಂಬದ ನಾಶನವನ್ನ ಈ ಶಬ್ದ ನೀಗಿಸ್ತದೆ. കുടുംബത്തിലെ കണ്ണീരിനെ ഈ വാക്ക് മാറ്റും. ಹಲ್ಲೆಲೂಯಾ. ನಿನ್ನ ಕುಟುಂಬದ ಕಣ್ಣೀರನ್ನ ಈ ಮಾತು ನೀಗಿಸ್ತದೆ. കാരണമെന്ന് ചോദിച്ചാൽ ಯಾಕಂದ್ರೆ അവന്റെ വചനം എവിടെ കയറി എന്നുള്ളതാണ് ಅದರ വിഷയം. ಮಾತು ಎಲ್ಲಿ ಬಂದರೂ ಕೂಡ ഒരു പടകിനകത്ത് ಅದೊಂದು ದೋಣಿ ಒಳಗಡೆ മീൻ പിടിക്കുന്ന ಮೀನ್ ಹಿಡಿಯುವ നാറുന്ന ಹಲ್ಲೆಲೂಯಾ ನಾತ ಹುಟ್ಟಿರುವ ആമ മീൻ എല്ലാരും കഴിക്കത്തുമില്ല. ಆ ಮೀನನ್ನ ಎಲ್ಲರೂ ತಿನ್ನೋದಿಲ್ಲ. ആ നാറുന്ന പടക് ಆ ವಾಸನೆ ಹಿಡಿದಿರುವ ದೋಣಿ, സോപ്പിട്ട് കഴുകാത്ത, ಆ സോಪ್ ಹಾಕಿ ತೊಳೆಯದೇ ഒരു ಇರುವಂತ, ലോഷനും ഇട്ട് കഴുകാത്ത, ಯಾವ ಲೋಷನ್ ಹಾಕಿ ತೊಳೆಯದೇ ಇರುವಂತ, മീൻ ദിവസവും പിടിച്ചു കെട്ടുന്ന, ಆ ಮೀನಿನ ಸ್ಮೆಲ್ ಅಲ್ಲಿ ತುಂಬಿರುವ, പല മീനിന്റെ വെള്ളം വീണ, ಅನೇಕ ಮೀನಿನ ನೀರು ಬಿದ್ದಿರುವ, പല മീനിന്റെ നാറ്റമുള്ള, ಆ ಮೀನಿನ ಸ್ಮೆಲ್ ಇರುವ, അതിനകത്തേക്ക് ಅದರ ಒಳಗಡೆ യേശുവിന്റെ ശബ്ദം കയറി വന്നെങ്കിൽ, ಯೇಸುವಿನ ಶಬ್ದ ಬಂದಿದ್ರೆ എന്റെയും എന്റെയും ജീവിതത്തിനകത്തേക്ക് ನನ್ನ ಮತ್ತು ನಿಮ್ಮ ಜೀವಿತಕ್ಕೆ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, ಎಷ್ಟು ದೊಡ್ಡ ಸಮಸ್ಯೆಗಳಿದ್ರು, എത്ര ഒറ്റപ്പെടുത്ത പ്രശ്നമാണെങ്കിലും, ಎಷ್ಟು ಒಂಟಿತನದ ವಿಷಯವಾಗಿದ್ರು, എത്ര തള്ളിക്കളക വിഷയമാണെങ്കിലും, ಎಷ್ಟು ತಳ್ಳಲ್ಪಟ್ಟಂತ ವಿಷಯವಾಗಿದ್ರು, അതിനകത്തേക്ക് ശബ്ദം കയറി വന്ന ಅದರ ಒಳಗಡೆಗೆ ಈ ಶಬ್ದ ಬಂದ್ರೆ എത്ര അത്ഭുതമായിട്ട് മാറും. ಎಷ್ಟು ಅದ್ಭುತವಾಗಿ ಅದು ಮಾರ್ಪಡುತ್ತದೆ. എത്ര അത്ഭുതമായിട്ട് മാറും. ಎಷ್ಟು ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. പടക് നിറയുന്ന ലെവലിലേക്ക് ದೋಣಿ ತುಂಬುವಂತ ಹಂತಕ್ಕೆ ദൈവത്തിന്റെ അത്ഭുതനകത്ത് കയറി വന്നു. ದೇವರ ಅದ್ಭುತವಾದ ಅದರೊಳಗಡೆ ಪ್ರವೇಶ ಮಾಡಿದ್ರು. അതിനകത്തുള്ളവർ അതിശയിച്ചു പോയി. ಅದರೊಳಗಡೆ ಇದ್ದವರು ಅತಿಶಯ ಪಟ್ಟರು. സാധാരണക്കാരല്ല, ಸಾಧಾರಣದವರಲ್ಲ, എല്ലാം ആമ ഇതിനെപ്പറ്റി അറിയുന്നവരാണ്. ಇದರ ಬಗ್ಗೆ ಚೆನ್ನಾಗಿ ತಿಳ್ಕೊಂಡಿರುವವರು, എല്ലാം അറിയുന്നവർക്കാണ്. ಈ ಮೀನಿನ ಬಗ್ಗೆ ಎಲ್ಲವೂ ಗೊತ್ತಿರುವವರಿಗಾಗಿದೆ. ഏറ്റവും പ്രശ്നമാണെങ്കിൽ ಬಹಳ ಹೆಚ್ಚು ಸಮಸ್ಯೆ ಆಗಿದೆ. അവിടെ യേശുവിനെ കുറിച്ചേ പറ്റത്തുള്ളൂ. ಅಲ್ಲಿ ಯೇಸುವಿನಿಂದನೇ ಸಾಧ್ಯವಾಗುವುದು. ഹല്ലേലൂയ. ಆಮೆನ್. എന്നെ കേൾക്കുന്ന ദൈവമേ ശ്രദ്ധിക്കുക. ನಾನು ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ ಗಮನಿಸಿರಿ. ആകയാൽ എന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം, ಆದರೆ ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತುಗಳು എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ನನ್ನ ಇಷ್ಟವನ್ನು ನೆರವೇರಿಸದೆ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ನನ್ನ ಇಷ್ಟವನ್ನು ನೆರವೇರಿಸದೆ, ഒരു വചനം ഒരു വ്യക്തിയുടെ അകത്തേക്ക് വരുമ്പോൾ ಒಂದು ವಾಕ್ಯ ಒಬ್ಬ ವ್ಯಕ್ತಿ ಒಳಗಡೆ ಬರುವಾಗ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും, ಏನೆಲ್ಲ ಸಮಸ್ಯೆಗಳಿದ್ರು, ആ പ്രശ്നങ്ങളൊന്നും അവിടെ വിഷയമുള്ള ಆ കാര്യമല്ല. ಸಮಸ್ಯೆಗಳೇನು ಅಲ್ಲಿ ವಿಷಯ ಅಲ್ಲ. തിരിച്ച് ആ പ്രശ്നത്തിന്റെ മേലെ ഒരു വിടുതല നടക്കാൻ പോകും. ತಿರುಗಿ ಆ ಸಮಸ್ಯೆಗಳ ಮೇಲೆ ಒಂದು ಬಿಡುಗಡೆ ನಡೀಲಿಕ್ಕೆ ഒരു ಹೋಗುತ್ತೆ. ഭാഗം കൂടി വായിച്ചു യെഹെസ്കേലിന്റെ പുസ്തകം, ಒಂದು ವಾಕ್ಯವನ್ನು ಕೂಡ ನಾವು ಓದೋಣ. ಯೆಹೆಜ್ಕೇಲನು ಬರೆದ ಪ್ರವಾದನೆ ಗ್ರಂಥ 37ನೇ ಅಧ್ಯಾಯ, നാലാമത്തെ വാക്യം. ಅದರ 4ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. 37:4. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ಆಗ ಆತನು ನನಗೆ ಹೀಗೆ ಅಪ್ಪಣೆ ಮಾಡಿದನು, ನೀನು ಎಲುಬುಗಳ ಮೇಲೆ ಧ್ವನಿಯನ್ನು ಹರಡಿ ಅದಕ್ಕೆ ಈ ದೈವೋಕ್ತಿಯನ್ನು ನುಡಿ, ಒಣಗಿದ ಎಲುಬುಗಳೇ ಯೆಹೋವನ ವಾಕ್ಯವನ್ನು ಕೇಳಿರಿ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏത് അസ്ഥികൾ അവിടെ? ഏത് അസ്ഥികളോ? ഉണങ്ങിയ അസ്ഥികളോ? ಎಂತ ಎಲುಬುಗಳು? ಒಣಗಿದ ಎಲುಬುಗಳ. അസ്ഥികൾ ഉണങ്ങുമോ? ಎಲುಬುಗಳು ಒಣಗೋಗುತ್ತಾ? ഹല്ലേലൂയ. ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചവരല്ല ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. ഹല്ലേലൂയ. ನಾನು ಕಲ್ತಿಲ್ಲ, ಕಲ್ತಿರೋರು ಇಲ್ಲಿದ್ದೀರಲ್ಲ, ಹೇಳ್ರಿ. അസ്ഥികൾ ഉണങ്ങുമോ? ಎಲುಬುಗಳು ಒಣಗೋಗುತ್ತಾ? എവിടെ പറയുന്നു അസ്ഥികൾ ഉണങ്ങുന്നു? ಇಲ್ಲಿ ಹೇಳುತ್ತೆ ಎಲುಬುಗಳು ಒಣಗೋಗಿತ್ತು. അല്ല, എല്ലാരും അന്തിച്ചു നോക്കുക, അസ്ഥികൾ ഉണങ്ങോ? ಎಲ್ಲರೂ ಆಶ್ಚರ್ಯಪಟ್ಟು ನೋಡ್ತಿದ್ದೀರಾ, ಎಲುಬುಗಳು ಒಣಗೋಗುತ್ತಾ ಅಂತ ಕೇಳಿದ್ರೆ ദൈവവചനം. ನಾನಲ್ಲ ಹೇಳಿದ್ದು, ದೇವರ ವಾಕ್ಯವಾಗಿದೆ ಹೇಳಿದ್ದು, ಅದಕ್ಕೆ ಯಾವ ಬದಲಾವಣೆನೂ ಇಲ್ಲ. ഹല്ലേലൂയ. എന്റെ അറിവ് വചനത്തിൽ നിന്ന് കിട്ടുന്നത്, എനിക്ക് വേറെ ഒന്നുമല്ല. ನನಗಿರೋ ತಿಳುವಳಿಕೆ ಸಿಗುವಂತದ್ದು ಬೇರೆ ಎಲ್ಲಿಂದಲೂ ಅಲ್ಲ, ವಾಕ್ಯದಿಂದ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുന്ന ಪರಿಶುದ್ಧಾತ್ಮನಿಂದ. ഒരുപക്ഷെ ഒരു ശാസ്ത്രജ്ഞനെക്കാളും കൂടുതൽ അറിവ് പരിശുദ്ധന്റെ അകത്ത് തരാറുണ്ട് ചില സമയം. ಒಂದು ಪಕ್ಷ ಕೆಲವೊಂದು ಸಮಯಗಳಲ್ಲಿ ಒಬ್ಬ ವಿಜ್ಞಾನಿಗಿಂತಲೂ ಹೆಚ್ಚಿನ ಅರಿವನ್ನ ದೇವರು ನಾನು ಒಳಗಡೆ ಹಾರುತ್ತಾರೆ. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ಯಾಕಂದ್ರೆ ವಿಜ್ಞಾನಿಗಳು ಕಂಡುಹಿಡಿಯೋಕ್ಕಿಂತ ಮುಂಚೆ ദൈവവചനത്തിൽ ഉണ്ടത്. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಇದೆ. അതുകൊണ്ട് അത് പരിശുദ്ധം നമ്മുടെ മേലുണ്ടെങ്കിൽ, ಆದ ಕಾರಣ ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮ ಒಳಗಡೆ ಇದ್ದರೆ ഈ അറിവ് നമുക്ക് കിട്ടും. ಈ ತಿಳುವಳಿಕೆ ನಮಗೆ ಸಿಗುತ್ತದೆ. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. എന്നെ കേൾക്കുന്ന ദൈവമേ ശ്രദ്ധിക്കുക. ನಾನು ಶಬ್ದಗಳು ದೇವರ എന്റെ ಮಕ್ಕಳಿಗೆ അകത്ത് ಗಮನಿಸಿ. യേശു ഉണ്ടെങ്കിൽ, ನನ್ನ ಒಳಗಡೆ ಯೇಸು എന്റെ ಇದ್ದರೆ, അകത്ത് പരിശുദ്ധനുണ്ടെങ്കിൽ, ನನ್ನ ಒಳಗಡೆ ಪರಿಶುದ್ಧಾತ್ಮನಿದ್ರೆ, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ನನಗೆ ಓದಕ್ಕಾಗಿಲ್ಲ ഈ ಅಂದ್ರೆ വചനം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. ಈ ವಾಕ್ಯ ಏನು ಅಂತ ಕೇಳಿದ್ರೆ ಹೇಳ್ಕೊಡಕ್ಕಾಗುತ್ತೆ. ഹല്ലേലൂയ. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ಅದನ್ನಾಗಿದೆ ನಾನು ಹೇಳ್ತಾ ಬರ್ತಿರೋದು. അസ്ഥികൾ ഉണങ്ങുമോ? ಎಲುಬುಗಳು ಒಣಗುತ್ತಾ? ഹല്ലേലൂയ. ಆಮೆನ್. ഇവിടെ വായിക്കുന്ന ഉണങ്ങിയ അസ്ഥികൾ. ಆದ್ರೆ ಇಲ್ಲಿ ಬರ್ದಿದೆ ಒಣಗಿದ ಎಲುಬುಗಳು. അസ്ഥികൾ ഉണങ്ങിയിട്ടുണ്ട്. അതാ ഉണങ്ങിയ അസ്ഥികൾ. ಎಲುಬುಗಳು ಒಣಗುತ್ತೆ, ಆದ ಕಾರಣ ಆಗಿದೆ ಅಲ್ಲಿ ಒಣಗಿದ ಎಲುಬುಗಳು ಅಂತ ಹೇಳ್ತಿರೋದು. അങ്ങനെ അസ്ഥികൾ എങ്ങനെ ഉണങ്ങുന്നത്? ಎಲುಬುಗಳು ಹೇಗೆ ಒಣಗೋಗುತ್ತೆ? അസ്ഥികളിൽ നിന്ന് മാംസം വിട്ടുപോയാൽ, ಈ ಎಲುಬುಗಳಿಂದ ಮಾಂಸ ಬಿಟ್ಟೋದ್ರೆ, ത്വക്ക് വിട്ടുപോയാൽ, ಆ ಚರ್ಮ ಬಿಟ್ಟೋದ್ರೆ, ഞരമ്പ് വിട്ടുപോയാൽ, ನರ ಬಿಟ್ಟೋದ್ರೆ, ആലല്ലേ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ಅದನ್ನ ಹೊದ್ದುಕೊಂಡಿರುವ മുഴുവൻ വിട്ടുമാറുമ്പോൾ ಎಲ್ಲವೂ ಬಿಟ್ಟೋಗುವಾಗ അതൊരു ഉണങ്ങിയ അവസ്ഥയായി മാറും. ಅದೊಂದು ಒಣಗಿದ ಪರಿಸ್ಥಿತಿಯಾಗಿ വെറും ಮಾರ್ಪಡುತ್ತದೆ. അസ്ഥികളായി മാറുന്നു. ಕೇವಲ ಅಸ್ಥಿಗಳಾಗಿ ಮಾತ್ರ ಮಾರ್ಪಡುತ್ತದೆ. വെറും അസ്ഥികൾ. ಕೇವಲ ಎಲುಬುಗಳು. നിങ്ങൾ നോക്കുക, ನೀವು ನೋಡ್ರಿ, ഒരു മരത്തെ
ಒಂದು ಮರವನ್ನ, ഹല്ലേലൂയ, ഒരു മരത്തിന് ചുറ്റും ಒಂದು ಮರದ ಸುತ್ತಲೂ അല്ലെങ്കിൽ അത് പച്ചയായി നിൽക്കുമ്പോൾ ಅಥವಾ ಅದು ಹಸಿರಾಗಿ ನಿಂತಿರುವಾಗ അതിന് ഉണങ്ങാൻ കഴിയത്തില്ല. ಅದು ಒಣಗೋಗಕ್ಕಾಗಲ್ಲ. അല്ലെ, എന്നാ നല്ല ചൂട് തട്ടിയിട്ട് ಆದ್ರೆ ಬಹಳ ಬಿಸಿಲು അതിന് ತಟ್ಟಿ കിട്ടേണ്ടല്ല നഷ്ടപ്പെടുമ്പോൾ, ಅದು ಸಿಗಬೇಕಾಗಿರೋದೆಲ್ಲವೂ ನಷ್ಟ ಆಗುವಾಗ, വെള്ളം കിട്ടായിരിക്കുമ്പോൾ, ನೀರೇ ಸಿಗದೆ ചൂട് ಹೋಗುವಾಗ, ഓവർ ആകുമ്പോൾ ಬಿಸಿಲು ಹೆಚ್ಚಾಗುವಾಗ ആ മരം ഉണങ്ങാൻ ಆ സാധ്യതയുണ്ട്. ಮರ ಒಣಗುವ ಸಾಧ್ಯತೆ ಇದೆ. ഇതേപോലെ ಇದೇ ರೀತಿ അസ്ഥികളിൽ പൊതിഞ്ഞിരിക്കുന്ന ಈ ಎಲುಬುಗಳನ್ನ ಆವರಿಸಿಕೊಂಡಿರುವ മാംസവും ಮಾಂಸ, ത്വക്കും ಚರ್ಮ, ഞരമ്പ് വേർപെട്ട് കഴിഞ്ഞപ്പോൾ ನರವು ಬೇರ್ಪಡುವಾಗ ഒരു ഉണങ്ങിയ അസ്ഥിക്ക് തുല്യമായി, ഒരു ഉണങ്ങിയ മരം പോലെ അതിന് തുല്യമായി ಈ മാറി. ಒಣಗಿದ ಮರಕ್ಕೆ ಸಮಾನವಾಗಿ ಎಲುಬುಗಳು ಕೂಡ ಮಾರ್ಪಡುತ್ತವೆ. എന്തിനാണ് ഉണങ്ങിയ അസ്ഥികൾ എന്ന് വിളിച്ചത്? ಯಾಕೆ ಇವುಗಳನ್ನ ಒಣಗಿದ ಎಲುಬುಗಳು ಅಂತ ಕರೆದಿದ್ದು? അസ്ഥികളിൽ നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെട്ടു പോയി. ಈ ಎಲುಬಿಗೆ ಯಾವುದೆಲ್ಲ ನಷ್ಟವಾಗಬೇಕು ಅದೆಲ್ಲ ನಷ್ಟವಾಯಿತು. നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ನಷ್ಟವಾದಾಗ അസ്ഥി മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. ಎಲುಬು ಮಾತ್ರವೇ ಅಲ್ಲಿ ನಿರೀಕ್ಷೆ ಮಾಡ್ಲಿಕ್ಕಿರೋದು. അസ്ഥിയുടെ പ്രതീക്ഷയും പോയി. ಎಲುಬಿನ ನಿರೀಕ್ಷೆಯೂ ಹೋಯ್ತು. കാരണം അത് ഉണങ്ങിപ്പോയി. ಯಾಕಂದ್ರೆ ಅದು ಒಣಗಿ ಹೋಯ್ತು. ഉണങ്ങിപ്പോയി. ಒಣಗಿ ಹೋಯ್ತು. ഈ അവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടോ? ಈ ಪರಿಸ್ಥಿತಿಯಲ್ಲಿರುವ ಯಾರಾದ್ರೂ ಇದ್ದಾರೋ? ഇതിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ಇದರ ಒಳಗಡೆ ಅದ್ಭುತ ಮಾಡ್ಲಿಕ್ಕೆ ಯಾರಾದ್ರೂ ಇದ್ದಾರೋ? മന്ത്രവാദിക്ക് കഴിയുമോ? ಮಂತ್ರವಾದಿಗಾಗುತ್ತಾ? ഗവൺമെന്റിന് കഴിയുമോ? ಗವರ್ಮೆಂಟ್ಗಾಗುತ್ತಾ? ഒരു ഡോക്ടറിന് കഴിയുമോ? ಯಾವ್ದಾದ್ರು ವೈದ್ಯನಿಗಾಗುತ್ತಾ? ഒരു ശാസ്ത്രജ്ഞന് കഴിയുമോ? ಯಾವ್ದಾದ್ರು ವಿಜ್ಞಾನಿಗಾಗುತ್ತೋ? ആർക്കും കഴിയത്തില്ല എന്നുള്ളത് ಯಾರಿಗೂ ಆಗೋದಿಲ್ಲ ಅನ್ನುವಂಥದ್ದು 100% തെളിവാണ്. 100% ಅದು ಸತ್ಯ. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല. ಒಣಗಿದ ಎಲುಬುಗಳನ್ನ ಜೀವಪಡಿಸಲಿಕ್ಕೆ ಯಾರಿಗೂ ಆಗೋದಿಲ್ಲ. എന്നാൽ യഹസ്കേലേക്കുന്ന പ്രവാചകനെ ಆದ್ರೆ ಯೆಹೆಸ್ಕೇಲನೆಂಬ ಪ್ರವಾದಿಯನ್ನ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ದೇವ್ರು ಏನ್ ಮಾಡಿದ್ರು ಗೊತ್ತಾ? ഈ അസ്ഥി കൂട്ടത്തിനിടയ്ക്കൽ കൊണ്ട് നിർത്തി. ಈ ಎಲುಬುಗಳ ಗುಂಪುಗಳ ಮಧ್ಯದಲ್ಲಿ ದೇವರು ತೆಗೆದುಕೊಂಡು എങ്ങനെ കൊണ്ട് നിർത്തിയത്? ಹೇಗ್ ತಗೊಂಡೋಗಿ ನಿಲ್ಸಿದ್ರು? പ്ലെയിനിലല്ല, ಫ್ಲೈಟ್ ಅಲ್ಲ, കാറിലുമല്ല, ಕಾರಲ್ಲೂ ಅಲ್ಲ, കാളവണ്ടിയിലുമല്ല, ಎತ್ತನ ಗಾಡಿಯಲ್ಲ, തിരിച്ചെന്തിലാണ്? ಬದಲಾಗಿ ಯಾವ್ದ್ರಲ್ಲಿ? ആത്മാവിൽ എടുത്തു കൊണ്ടുപോയി ಆತ್ಮನಿಂದ ಒಯ್ದು ಎತ್ತಿಕೊಂಡು ತಗೊಂಡೋಗಿ ನಿಲ್ಸಿದ್ರು. ഹല്ലേലൂയ. ആത്മാവിൽ പോകുമ്പോ ഭയങ്കര സന്തോഷം. ಆತ್ಮದಲ್ಲಿ ಹೋಗೋದು ಅಂದ್ರೆ ಬಹಳ ಸಂತೋಷ. പോയി നിർത്തുന്ന സ്ഥലത്തില്ല ചെറിയൊരു പ്രശ്നം. ಆಗದಲ್ಲಾಗಿದೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ತೊಂದರೆ. ആത്മാവിനെ ആരാധിക്കാനൊക്കെ ഭയങ്കര സന്തോഷം. ಆತ್ಮದಲ್ಲಿ ಆರಾಧನೆ ಮಾಡೋದಲ್ಲ ಬಹಳ ಬಹಳ ಸಂತೋಷ ನಮಗೆ. ആത്മാവ് പരിശുദ്ധന് ഭയങ്കര സന്തോഷമാണ്. ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ತುಂಬುವಾಗ ನಮಗೆ ಬಹಳ ಸಂತೋಷ. പരിശുദ്ധന ക്രിയയിൽ ഭയങ്കര സന്തോഷം. ಪರಿಶುದ್ಧಾತ್ಮನ ಕಾರ್ಯದಲ್ಲಿ ನಮಗೆ ಬಹಳ ಸಂತೋಷ. ഇത് കഴിഞ്ഞിട്ട് ಇದೆಲ್ಲ ಕಳೆದು അവരവരെ വീട്ടിൽ പോകുമ്പോഴാണ് പ്രശ്നം. ಅವರವರ ಮನೆಗೆ ಹೋಗುವಾಗ ಇದೆ ಸಮಸ್ಯೆ. അവരവരെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ಅವರವರ ಮನೆಗಳಿಗೆ ಅಥವಾ ಸ್ಥಳಗಳಿಗೆ ಹಿಂದಿರುಗಿ ಹೋಗುವಾಗಿದೆ ಸಮಸ್ಯೆ. ഹല്ലേലൂയ. ഈ അവസ്ഥയാണ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ಈ ಪರಿಸ್ಥಿತಿ ಆಗಿದೆ. ಎಲ್ಲವೂ ನಷ್ಟಪಟ್ಟ എല്ലാ ಪರಿಸ್ಥಿತಿ, പ്രതീക്ഷയും കൈവിട്ട അവസ്ഥ, ಎಲ್ಲಾ ನಿರೀಕ್ಷೆ ನಷ್ಟವಾದ ಪರಿಸ್ಥಿತಿ, എല്ലാ ബന്ധവും പോയി, ಎಲ್ಲ ಸಂಬಂಧ ಹೋಯ್ತು. ആമേ ഉണങ്ങി ഒരു അസ്ഥി പോലെ ಒಣಗಿದ ಒಂದು ಎಲುಬಿನ ಹಾಗೆ. ചിരിയും പോയി, സന്തോഷം പോയി, സമാധാനം മുഴുവൻ പോയി. ನಗು ಹೋಯ್ತು, ಸಂತೋಷ ಹೋಯ್ತು, ಸಮಾಧಾನ ಹೋಯ್ತು, ಎಲ್ಲವೂ ಹೋಯ್ತು. കൊണ്ടുപോയത് എങ്ങനെയാ? പോയത് എങ്ങനെയാ? ಹೋಗಿದೆ ಹೇಗೆ? ആത്മാവിൽ സന്തോഷം, ಆತ್ಮದಲ್ಲಿ ಸಂತೋಷ ಪಡ್ತಾಗಿದೆ, വിശ്വാസം പറഞ്ഞുകൊണ്ട് ಬಹಳ ನಂಬಿಕೆ ಹೇಳ್ಕೊಂಡಾಗಿದೆ ഓ ಹೋಗಿದ್ದು. ഇന്ന് എന്നോടാ ಓ സംസാരിച്ചത്. ಇವತ್ತು ನನ್ ಜೊತೆನೆ ಮಾತಾಡಿದ್ದು. എന്തൊരു ഉത്സാഹത്തോടെ, ಎಂತ ಉತ್ಸಾಹ. ഹല്ലേലൂയ. പക്ഷെ പോയി ആമേ കൊണ്ട് നിർത്തിയ സ്ഥലമോ, ಆದ್ರೆ ತಗೊಂಡೋಗಿ ನಿಲ್ಸಿದ ಜಾಗ, പോയി എത്തിയ സ്ഥലമോ, ಹೋಗಿ ತಲುಪಿದ ಜಾಗ ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ಅನೇಕರ കാര്യമാണ്. ಜೀವಿತದಲ್ಲಿ ಸಂಭವಿಸ್ತಾ ಇರುವಂತ ವಿಷಯವಾಗಿದೆ. എന്നാ ശ്രദ്ധിക്കുക, ಆದ್ರೆ ಗಮನಿಸಿರಿ, യഹസ്കേലിന്റെ സന്തോഷം എല്ലാം അങ്ങ് പോയി. ಯೆಹೆಸ್ಕೇಲನ ಸಂತೋಷವೆಲ್ಲ ಹೋಯ್ತು. യഹസ്കേല് നോക്കുമ്പോൾ, ಯೆಹೆಸ್ಕೇಲ ನೋಡುವಾಗ, യഹസ്കേല് നോക്കുമ്പോൾ ಯೆಹೆಸ್ಕೇಲ ನೋಡುವಾಗ കാണുന്നത് ನೋಡ್ತಾ ಇರೋದು ഉണങ്ങിയ അസ്ഥികളാണ്. ಒಣಗಿದಂತ ಎಲುಬುಗಳಾಗಿದೆ. എല്ലാം നഷ്ടപ്പെട്ട ಎಲ್ಲವೂ ഒരു ನಷ್ಟವಾಗಿದೆ. അസ്ഥിയല്ല, ಒಂದು ಎಲುಬಲ್ಲ, അസ്ഥിയുടെ വലിയൊരു കൂട്ടത്തെ കാണുകയാണ്. ಎಲುಬುಗಳ ಒಂದು ದೊಡ್ಡ ಗುಂಪನ್ನೇ ಅವನು ഇത് ಕಾಡ್ತಿದ್ದಾನೆ. അന്യരല്ല, ಇದು ಅನ್ಯರಲ್ಲ, ഇത് അന്യരല്ല, ಆ ಒಣಗೋಗಿರೋರು ಅನ್ಯರಲ್ಲ. ഇത് യഹസ്കേലിന്റെ സ്വന്തക്കാരാണ്. ಇದು ಯೆಹೆಸ್ಕೇಲನ ಸ್ವಂತದವರೇ, യഹസ്കേലിന്റെ സഹോദരങ്ങളാണ്. ಯೆಹೆಸ್ಕೇಲನ ಸಹೋದರರೇ, അബ്രഹാമിന്റെ, ಅಬ್ರಾಮನ, ഇസഹാക്കിന്റെ, ಇಸಾಕನ, യാക്കോബിന്റെ ಯಾಕೋಬನ സന്തതികളായ ಸಂತತಿಗಳಾಗಿರುವ ഇസ്രായേൽ പാരമ്പര്യമാണിത്. ಇಸ್ರಾಯೇಲ್ ಪರಂಪರೆಯಲ್ಲಿ ಉಳ್ಳವರೇ ಆಗಿದ್ದಾರೆ ಇವರು ಬಿದ್ದಿರೋರು. യഹൂദയുണ്ട് ഇതിനകത്ത്, ಯಹೂದ್ಯವು ಇದರೊಳಗಡೆ എല്ലാ ಇದೆ. ഗോത്രങ്ങളുമുള്ള. ಇಸ್ರಾಯೇಲರ ಎಲ್ಲಾ ಕುಲಗಳು ಇರುವಂತ. ഒരുപക്ഷെ വേണമെങ്കിൽ സ്വന്തം വീടെന്ന് പറയാം, ಒಂದು ಪಕ್ಷ ಬೇಕಾದ್ರೆ ಇವನ ಸ್ವಂತ ಮನೆನೇ ಈ ಬಿದ್ದಿರೋದು ಅಂತ ಹೇಳ್ಬೋದು, അല്ലെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ടവർ. ಅಥವಾ ಸ್ವಂತವಾಗಿ ಬೇಕಾದವರು അവിടെ കൊണ്ട് ആമേ യഹസ്കേലിനെ നിർത്തി. ಅಲ್ಲಿಗೆ ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಯೆಹೆಸ್ಕೇಲನನ್ನ ದೇವರು ನಿಲ್ಸಿದ್ರು. യഹസ്കേലിനെ വേണേ ചോദിക്കാം, ಯೆಹೆಸ್ಕೇಲನ ಕೇಳ್ಬೋದು, ദൈവമേ നീ എനിക്കെന്തിന് എന്നെ ഇവിടെ നിന്ന് നിർത്തി? ದೇವರೇ ನನ್ನನ್ನು ಯಾಕೆ ಕರ್ಕೊಂಡು ಬಂದು ಇಲ್ಲಿ ನಿಲ್ಲಿಸಿದೆ? എന്തിന് ഈ വീട്ടിൽ എന്നെ ജനിപ്പിച്ചു? ಯಾಕೆ ಈ ಮನೆಯಲ್ಲಿ ನನ್ನನ್ನು ಹುಟ್ಟಿಸಿದೆ? എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണല്ലോ. ಎಲ್ಲವೂ ನಷ್ಟಪಟ್ಟ ಪರಿಸ್ಥಿತಿ ಆಗಿದೆ ಅದು. ഞാൻ എന്ത് ചെയ്യും? ನಾನು ಏನ್ ಮಾಡ್ಲಿ? ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ಇಲ್ಲಿ ನಾನು ಏನ್ ಮಾಡ್ಲಿ? എന്റെ വീട്ടുകാരെല്ലാം ഇങ്ങനെ ആയിപ്പോയി. ನನ್ನ ಮನೆಯವರೆಲ್ಲ ಈಗ ಆಗೋದ್ರಲ್ಲ, എന്റെ വേണ്ടപ്പെട്ടവരല്ല, ನಾನು ಬೇಕಾದವರೆಲ್ಲ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ಎಲ್ಲ ನಷ್ಟಪಟ್ಟವರಾಗಿದ್ದಾರಲ್ಲ. അവർക്ക് ഒരു പ്രതീക്ഷയില്ലേ? ಅವ್ರಿಗೆ ಯಾವ ನಿರೀಕ್ಷೆ ಇಲ್ವಾ? അതിനകത്ത് ഞാൻ പെട്ടുപോയല്ലോ. ಅದ್ರೊಳಗಡೆ ನಾನು ಸಿಕ್ಕಿಕೊಂಡಲ್ಲ. എങ്ങനെ ഇവരെ രക്ഷിക്കും? ನಾನು ಹೇಗೆ ಇವ್ರನ್ನ ಕಾಪಾಡ್ಲಿ? എങ്ങനെ ഇതിനകത്തൊരു വിടുതൽ കിട്ടും? ಹೇಗೆ ಇದ್ರೊಳಗಡೆ ಇದು ಒಂದು ಬಿಡುಗಡೆ ಸಿಗುತ್ತೆ? കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലല്ലോ. ಇವರ ಕುರಿತಾಗ ಒಂದು ನಿರೀಕ್ಷೆಯೂ ಇಲ್ವಲ್ಲ. ആ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ ಆ ನಿರೀಕ್ಷೆಯೇ ಇಲ್ಲದ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ അസ്ഥികളെല്ലാം നഷ്ടപ്പെട്ടു. ಈ ಎಲುಬುಗಳಿಗೆ ಬೇಕಾದ ಎಲ್ಲವೂ ನಷ್ಟವಾಗಿದೆ. യഹസ്കേലെല്ലാം ചുറ്റി ചുറ്റി നടക്കുമാറായി. ಯೆಹೆಸ್ಕೇಲನು ಎಲ್ಲ ಕಡೆಯಲ್ಲೂ ಸುತ್ತಿ ಸುತ್ತಿ ನಡೆದಾಡ್ತಿದ್ದಾನೆ. എഴുതിയിട്ടില്ല, ಅಲ್ಲಿ ಬರ್ದಿಲ್ಲ എത്ര സമയമാണെന്ന്. ಎಷ್ಟು ಸಮಯದಾಗಿ. എന്നാൽ ഓരോരുത്തർ ചിന്തിക്കുക, ಆದ್ರೆ ಒಬ್ಬೊಬ್ರು ಯೋಚನೆ ಮಾಡಿ ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, ದೇವರಿಗಾಗಿ ನಿಂತು, ഈ അഭിഷേകം നിന്നിട്ട്, ಈ ಅಭಿಷೇಕದಲ್ಲಿ ನಿಂತು, ഈ സന്തോഷിക്കുമ്പോൾ തന്നെ ಈ ನೀನ್ ಸಂತೋಷ ಪಡುವಾಗಲೇ മറുഭാഗത്ത് ಇನ್ನೊಂದು
ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ ചില വിഷയങ്ങളിലൂടെ ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ എത്ര നാളി കറങ്ങാൻ തുടങ്ങി, ಎಷ್ಟು ದಿನ ಆಯ್ತು ನೀನು ಸುತ್ತಾಡಕ್ಕೆ ಆರಂಭ എത്ര ಮಾಡಿ, നാളി വേദനിക്കാൻ തുടങ്ങി, ಎಷ್ಟು ದಿನ ಆಯ್ತು ನೀನು ವೇದನೆ ಪಡ್ಲಿಕ್ಕೆ എത്ര ಆರಂಭ നാളി ಮಾಡಿ, കണ്ണീര് ഒഴിക്കിട്ടുണ്ട്, ಎಷ್ಟು ದಿನ ನೀನು ಕಣ್ಣೀರು നിന്റെ ಸುರಿಸಿದ್ದಿ, വീട്ടിലെ സാഹചര്യങ്ങൾ ഓർത്ത്, ನಿನ್ನ ಮನೆಯ ಸನ್ನಿವೇಶ നിന്റെ ನೆನೆಸಿ, വേണ്ടപ്പെട്ട സാഹചര്യങ്ങൾ ನಿನಗೆ ഓർത്ത് ಬೇಕಾದವರ ಸನ್ನಿವೇಶವನ್ನ ನೆನೆಸಿ, എത്ര പേര് ഇതിനകത്ത് ആത്മാർത്ഥമായി കരയുന്നുണ്ട്, ಎಷ್ಟು ಜನ ಇದ್ರೊಳಗಡೆ ಯಥಾರ್ಥ ಚಿತ್ತತೆಯಿಂದ ಅಳ್ತಾ ಇದ್ದೀರಿ, അങ്ങനെ കരങ്ങിയിട്ടുണ്ട്, ಆ ರೀತಿಯಲ್ಲಿ ಹತ್ತಿದ್ದೀರಿ, അങ്ങനെ കരങ്ങിയിട്ടുണ്ട്, ಆ ರೀತಿಯಲ್ಲಿ ಹತ್ತಿದ್ದೀರಿ, എല്ലാം സഹിക്കാം, ಎಲ್ಲವನ್ನ ಸಹಿಸಬಹುದು. വീട്ടിലുള്ളവരുടെ അവസ്ഥ നോക്കുമ്പോൾ, ಆದ್ರೆ ಮನೆಯಲ್ಲಿರೋರ ಸ್ಥಿತಿ ನೋಡುವಾಗ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ, ಎಲ್ಲವೂ ನಷ್ಟವಾದ ಸ್ಥಿತಿ ನೋಡುವಾಗ, അവർ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ, ಅವರು ಜೀವಂತವಾಗಿದ್ದಾರೆ ಅಷ್ಟೇ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ಆದ್ರೆ ಎಲ್ಲವೂ ನಷ್ಟವಾದ ಸ್ಥಿತಿ. ഈ രീതിയിൽ യഹസ്കേൽ കറങ്ങുകയാണ്. ಇದ್ರ ಒಳಗಡೆ ಯೆಹೆಜ್ಕೇಲನ ತಿರುಗಾಡ್ತಾ ಇದ್ದಾನೆ. ഇതുവരെ ആത്മാവിൽ സന്തോഷ, ಇದ್ರ ಒಳಗೆ ಇದುವರೆಗೆ ಆತ್ಮದಲ್ಲಿ ಸಂತೋಷ ಪಟ್ಟ യഹസ്കേലിന് ഒരു കാര്യം മനസ്സിലായി. ಯೆಹೆಜ್ಕೇಲನಿಗೆ ಒಂದು ವಿಷಯ ಗೊತ್ತಾಯ್ತು. താൻ നിൽക്കുന്ന വീട്, ತಾನು ನಿಂತಿರುವ ಮನೆ, താൻ നിൽക്കുന്ന ഈ സഹോദരങ്ങൾ, ತಾನು ನಿಂತಿರುವಂತಹ ಸಹೋದರರು, തന്റെ ആൾക്കാർ ತನ್ನ ಜನಗಳು ഈ അവസ്ഥയിലാണല്ലോ ഉള്ളത്. ಈ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಇದ್ದಾರಲ್ಲ, എങ്ങനെ രക്ഷിക്കുമെന്ന് വേദനപ്പെട്ടു. ಹೇಗೆ ಇವ್ರನ್ನ ರಕ್ಷಿಸಲಿ ಎಂಬುದಾಗಿ ವೇದನೆ ಪಟ್ಟರು. ദൈവം അവനെ നോക്കിക്കൊണ്ടിരുന്നു. ದೇವರವನ್ನ ನೋಡ್ತಾ ಇದ್ದನು. ഇന്ന് പകല് ಇವತ್ತು ಹಗಲು ഇവിടെ പ്രാർത്ഥിക്കുന്ന, ಇಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ, ആരാധിക്കുന്ന ಆರಾಧಿಸುವ ദൈവ പൈതലേ, ದೇವರ ಮಕ್ಕಳೇ, നിന്റെ സാഹചര്യത്തെ, ನಿಮ್ಮ നിന്റെ ಸನ್ನಿವೇಶವನ್ನ, വീടിന്റെ സാഹചര്യത്തെ ನಿನ್ನ ಮನೆಯ നീ ಸನ್ನಿವೇಶವನ್ನ തന്നെ ನೀನೆ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ಹೇಗೆ ರಕ್ಷಿಸಲಿ ಎಂಬುದಾಗಿ ചിന്തിച്ച് വേദനിപ്പിക്കുമ്പോൾ ಚಿಂತೆ ಪಟ್ಟು ವೇದನೆ ಪಡ್ತಿರುವಾಗ പരിശുദ്ധാത്മാവ് ಅಲ್ಲಿಯ ഈ ಪರಿಶುದ್ಧಾತ್ಮನು വെളിപ്പാടിലൂടെ ಈ സംസാരിക്കുന്നു. ಪ್ರಕಟಣೆ ಮೂಲಕ ಮಾತಾಡ್ತಿದ್ದಾನೆ. യഹസ്കേൽ ചുറ്റി നടക്കുമ്പോൾ ಯೆಹೆಜ್ಕೇಲನು ಸುತ್ತುತ್ತಾ ತಿರುಗುತ್ತಾ ಇರುವಾಗ യഹസ്കേലിനോട് ദൈവം ചോദിച്ചു, ಯೆಹೆಜ್ಕೇಲನಿಗೆ ದೇವರು ಕೇಳಿದ್ರು, യഹസ്കേലേ, ಯೆಹೆಜ್ಕೇಲನೇ, മോനെ യഹസ്കേലേ, ಮಗನೇ ಯೆಹೆಜ್ಕೇಲನೇ, യഹസ്കേലേ, ಯೆಹೆಜ್ಕೇಲನೇ, ഒരു ശബ്ദം അവിടെ മുഴങ്ങി. ಒಂದು ಶಬ್ದ ಅಲ್ಲಿ ಮೊಳಗಿತ್ತು. ഇവിടുന്ന് ഈ ഒരൊറ്റ അസ്ഥിന്ന് ശബ്ദം കേട്ടിട്ടില്ല. ಇಲ್ಲಿರುವಂತ ಯಾವ ಎಲುಬುಗಳಿಂದಲೂ ಶಬ್ದ ಬರಲಿಲ್ಲ. ഒരു പക്ഷെ എന്റെ അമ്മയാകുന്ന അസ്ഥി, ಒಂದು ಪಕ್ಷ ನನ್ನ ತಾಯಿಯಾಗಿರುವಂತ ಎಲುಬು, ഒരു പക്ഷെ എന്റെ അപ്പനാകുന്ന അസ്ഥി, ಒಂದು ಪಕ್ಷ ನನ್ನ ತಂದೆ ಆಗಿರುವಂತ ഒരു ಎಲುಬು, പക്ഷെ എന്റെ സഹോദരനാകുന്ന അസ്ഥി ಒಂದು ಪಕ್ಷ ನನ್ನ ಸಹೋದರರಾಗಿರುವ ಎಲುಬು ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. ಜೀವಂತವಾಗಿದ್ದಾರಷ್ಟೇ. ഒരു ഗുണവുമില്ല, ಯಾವ ಪ್ರಯೋಜನವೂ ഒരു ಇಲ್ಲ, ഗുണവുമില്ല. ಯಾವ ಪ್ರಯೋಜನವೂ ഒരു ಇಲ್ಲ. പക്ഷെ എന്റെ വേണ്ടപ്പെട്ട അസ്ഥി, ಒಂದು ಪಕ್ಷ ನನಗೆ ಬೇಕಾದವರ ಆ ಎಲುಬುಗಳು, ഒരു ആശ്വാസത്തിന്റെ ശബ്ദം, ಒಂದು ಸಾಂತ್ವನದ ಶಬ್ದ, എന്റെ കണ്ണുനീര് കാണാനുള്ള ഒരു വേദന ನನ್ನ ಕಣ್ಣೀರನ್ನ ಕಾಣುವಂತ ವೇದನೆ ഇവർക്ക് ആർക്കുമില്ല. ಇವರು ಯಾರಿಗೂ ಇಲ್ಲ. ഇല്ലാത്തതിന്റെ കാരണം ಇಲ್ದೇ ಇರೋ ಕಾರಣ അവരുടെ കുഴപ്പമല്ല, ಅವ್ರ ಸಮಸ್ಯೆ ಅಲ್ಲ, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ಅವ್ರಿಗೆ ಏನು ಮಾಡಕ್ಕಾಗಲ್ಲ. വെറും ഉണങ്ങിയ അസ്ഥികളെ പോലെ ಕೇವಲ ಒಣಗಿದ ಎಲುಬುಗಳ ಹಾಗೆ എല്ലാ പ്രതീക്ഷ അവർ നഷ്ടപ്പെട്ടു. ಎಲ್ಲ ನಿರೀಕ್ಷೆಯು ನಷ್ಟವಾದವರಾಗಿದ್ದಾರೆ. ಅವರು അവരെ സഹായിക്കാൻ നീയേ ഉള്ളൂ. ಅವ್ರಿಗೆ ಸಹಾಯ ಮಾಡಕ್ಕೆ ನೀನೇ ಇರುವುದು. ഹല്ലേലൂയ. അതിനാ ദൈവം നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. ಅದಕ್ಕಾಗಿದೆ ದೇವರು ನಿನ್ನ ತಗೊಂಡೋಗಿ ಅಲ್ಲಿ ನಿಲ್ಸಿದ್ದು. അതിനാ നിന്നെ അവിടെ ദൈവം ജനിപ്പിച്ചിരിക്കുന്നത്. ಅದಕ್ಕಾಗಿದೆ ದೇವರು ನಿನ್ನ ಅಲ್ಲಿ ಹುಟ್ಟಿಸಿದ್ದು. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കുക, ಆದ್ರೆ ಗಮನಿಸಿ, യഹസ്കേൽ വേദനിക്കുമ്പോൾ ಯೆಹೆಜ್ಕೇಲನ ಈ ರೀತಿ ವೇದನೆ ಪಡುವಾಗ യേശു കണ്ടു, ಯೇಸು ಅದನ್ನು ಕಂಡನು. യേശു ചോദിച്ചു, ദൈവം ചോദിച്ചു, ದೇವರು ಕೇಳಿದ್ರು, യഹസ്കേലേ, ಯೆಹೆಜ್ಕೇಲನೇ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ಈ ಎಲುಬುಗಳು ಜೀವ ಉಂಟಾಗುತ್ತಾ? നിന്റെ അമ്മയ്ക്ക് വിടുതലുണ്ടാകുമോ? ನಿನ್ ತಾಯಿಗೆ ಬಿಡುಗಡೆ ಆಗುತ್ತಾ? നിന്റെ ഭർത്താവിന് വിടുതലുണ്ടാകുമോ? ನಿನ್ನ ಹತ್ರ ದೇವ್ರು ಕೇಳ್ತಿದ್ದಾರೆ, ನಿನ್ನ ಗಂಡನಿಗೆ ಬಿಡುಗಡೆ നിന്റെ ಆಗುತ್ತಾ? അപ്പന് വിടുതലുണ്ടാകുമോ? ನಿನ್ನ ತಂದೆಗೆ ಬಿಡುಗಡೆ നിന്റെ ಆಗುತ್ತಾ? മക്കൾക്ക് വിടുതലുണ്ടാകുമോ? ನಿನ್ನ ಮಕ್ಕಳಿಗೆ ಬಿಡುಗಡೆ അവർ ಆಗುತ್ತಾ? ജീവിക്കുമോ? ಅವ್ರು ಜೀವಿಸ್ತಾರ? ആ വിഷയത്തിൽ അവർ ശരിയാകുമോ ಆ ವಿಷಯ ಸರಿಯಾಗುತ್ತಾ എന്ന് യഹസ്കേൽ ചോദിച്ചപ്പോൾ ಎಂಬುದಾಗಿ ಯೆಹೆಜ್ಕೇಲನ ಬಳಿಯಲ್ಲಿ ದೇವರು ಕೇಳಿದಾಗ യഹസ്കേൽ അകം തകർന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ಯೆಹೆಜ್ಕೇಲನು ಒಳಗಡೆ ಆಂತರ್ಯದಲ್ಲಿ ಜಜ್ಜಲ್ಪಟ್ಟವನಾಗಿ ಒಂದು ವಿಷಯವನ್ನು ಹೇಳ್ತಿದ್ದಾನೆ. യഹോവേ, നീ മാത്രം അറിയൂ. ಯೆಹೋವನೇ, ಅದನ್ನು ನೀನೇ ಬಲ್ಲೆ. ഉടനെ യഹോവ പറഞ്ഞു. ತಕ್ಷಣ ಯೆಹೋವನು ಹೇಳಿದನು. നമ്മൾ വായിച്ച വാക്യം അതാണ്. ನಾವು ಓದಂತ ವಾಕ್ಯ ಅದಾಗಿದೆ. ഉടനെ യഹോവ പറഞ്ഞു. ತಕ್ಷಣ ಯೆಹೋವನು ಹೇಳಿದನು, യഹസ്കേലേ, ಯೆಹೆಜ್ಕೇಲನೇ, യഹസ്കേലേ, ಯೆಹೆಜ್ಕೇಲನೇ, നീ അസ്ഥികളോട് പ്രവചിക്കേണ്ടത്. ನೀನು ಈ ಎಲುಬುಗಳಿಗೆ ಪ್ರವಾದಿಸಬೇಕಾಗಿರೋದು. തലയിൽ ദൂതല്ല പറയേണ്ടത്. ನೀನು ಅವ್ರ ತಲೆ ಮೇಲೆ ಕೈ ಇಟ್ಟು ಪ್ರವಾದನೆ ಹೇಳ್ಬೇಡ, വചനം പറയാൻ പറഞ്ഞു. ವಾಕ್ಯವನ್ನ ಹೇಳು. ഈ വചനം കൂടെ പറയാൻ പറഞ്ഞു. ಈ ವಾಕ್ಯವನ್ನ ಹೇಳು. നീ വചനം, ಈ ವಾಕ್ಯ, ആ വചനം ഏതാ? ಆ ವಾಕ್ಯ ಯಾವುದು? യെശയ്യാ 55:11. ಯೆಶಾಯ 55:11. എന്റെ വായിന്ന് പുറപ്പെടുന്ന ನನ್ನ വചനം, ಬಾಯಿಂದ ಹೊರಟ ಮಾತುಗಳು, എനിക്ക് ഇഷ്ടമുള്ളത് ನನ್ನ ಇಷ್ಟಾರ್ಥವನ್ನ ഈ അസ്ഥികളിൽ പോയിട്ട് ಈ ചെയ്യത്തക്കവണ്ണം ಎಲುಬುಗಳಲ್ಲಿ ಹೋಗಿ ಮಾಡತಕ್ಕ ರೀತಿಯಲ್ಲಿ ആമേൻ, നീ ഇത് സംസാരിക്കാൻ പറഞ്ഞു. ನೀನು ನನ್ನ ವಾಕ್ಯವನ್ನ ನುಡಿ ಎಂಬುದಾಗಿ ദൈവ ಹೇಳಿದನು. പൈതലേ, ದೇವರ ಮಗುವೇ, ഈ ശുശ്രൂഷ അതാണ്. ಈ ಸೇವೆ ಅದೇನೆ. ഈ ശുശ്രൂഷ അതാണ്. ಈ ಸೇವೆ ಅದೇ ഈ ಆಗಿದೆ. ഉയർപ്പിന്റെ ധ്വനി അതാണ്. ಈ ಪುನರುತ್ಥಾನದ ಧ್ವನಿ എല്ലാം ಅದೇ ಆಗಿದೆ. എല്ലാം നഷ്ടപ്പെട്ടവർക്ക്, ಎಲ್ಲವೂ ನಷ್ಟವಾದವರಿಗೆ, അറിയുന്നവർക്ക്, ಆಳುವವರಿಗೆ, വേദനപ്പെടുന്നവർക്ക്, ವೇದನೆ ಪಡುವವರಿಗೆ, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ಎಲ್ಲವೂ ನಷ್ಟವಾದವರಿಗೆ പ്രതീക്ഷയുടെ, ಒಂದು ನಿರೀಕ್ಷೆಯ, ദൈവവചനത്തിന്റെ, ದೇವರ ವಾಕ್ಯದ, ദൈവവചനത്തിന്റെ ശബ്ദമാണ്. ದೇವರ ವಾಕ್ಯದ ಧ್ವನಿಯಾಗಿದೆ. ഉയർപ്പിന്റെ ധ്വനി എന്ന് ಈ പറയുന്നത്. ಪುನರುತ್ಥಾನದ ಧ್ವನಿ. യഹസ്കേലേ, ಯೆಹೆಜ್ಕೇಲನೇ, ഈ അസ്ഥിയോട് പ്രവചിച്ച് പറയേണ്ടത്, ಈ ಎಲುಬುಗಳಿಗೆ ನೀನು ಪ್ರವಾದಿಸಿ ಹೇಳಬೇಕಾಗಿರುವಂತದ್ದು, യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯವನ್ನ ಕೇಳಿರಿ. ഈ ശുശ്രൂഷയിൽ ಈ ಸೇವೆಯಲ್ಲಿ പരിശുദ്ധൻ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮ ಹೇಳ್ತಿದ್ದಾರೆ, ഇവിടെ കേൾക്കുന്ന വചനം ಇಲ್ಲಿ ಕೇಳುವಂತ ವಾಕ್ಯ ഒന്നും നഷ്ടമാക്കാതെ ಯಾವುದನ್ನು ನಷ್ಟಪಡಿಸದೆ ജീവിതത്തിൽ ಜೀವಿತದಲ್ಲಿ വിശ്വസിക്കുകയാണെങ്കിൽ ಅದನ್ನ ನಂಬುವುದಾದ್ರೆ നിങ്ങളുടെ വീട് വിടുവിക്കപ്പെടും. ನಿನ್ನ ಮನೆ ಬಿಡುಗಡೆಯಾಗುತ್ತದೆ. വിടുവിക്കപ്പെടും.
വിടുവിക്കപ്പെടും. ನೀನು ಬಿಡುಗಡೆಯಾಗುತ್ತಿ. നിന്റെ വിഷയത്തിന് വിടുതല. ನಿನ್ನ ವಿಷಯಕ್ಕೆ ಬಿಡುಗಡೆ ಇದೆ. കാരണം യഹസ്കേലേ, ಯಾಕಂದ್ರೆ ಯೆಹೂದ್ಯನೇ, നീ അസ്ഥികളോട് പ്രവചിക്കേണ്ടത് ನೀನು ಎಲುಬುಗಳಿಗೆ ಪ್ರವಾದಿಸಬೇಕಾಗಿರೋದು. യഹോവയുടെ വചനം പറയുവീൻ. ಯೆಹೋವನ ವಾಕ್ಯವನ್ನ ಹೇಳು. യഹോവയുടെ വചനം പറയുവീൻ. ಯೆಹೋವನ ವಾಕ್ಯವನ್ನ ಹೇಳು. യഹോവയുടെ വചനം എന്ന് പറഞ്ഞാൽ ಯೆಹೋವನ ವಾಕ್ಯವಂದ್ರೆ ഞാൻ അയക്കുന്ന വചനം, ನಾನು ಕಳುಹಿಸುವ ವಾಕ್ಯ. ഞാൻ അയക്കുന്ന വചനം, ನಾನು ಕಳುಹಿಸುವ എനിക്ക് ವಾಕ್ಯ. ഇഷ്ടമുള്ളത് ചെയ്തിട്ട് ನನಗೆ ಇಷ್ಟವುಳ್ಳದನ್ನು ಮಾಡಿಯೇ എന്റെ അടുക്കൽ തിരിച്ച് ನನ್ನ റിട്ടേൺ ಬಳಿಗೆ ಹಿಂದಿರುಗಿ ಬರೋದು. എന്റെ അടുക്കൽ വരത്തുള്ളൂ. ನನ್ನ ಬಳಿಗೆ ಹಿಂದಿರುಗಿ ಬರೋದು. അങ്ങനെയാണെങ്കിൽ ಆಗಿರೋದಾದ್ರೆ ദൈവമക്കളെ, ದೇವರ ಮಕ್ಕಳೇ, നല്ലൊരു പ്രതീക്ഷയുണ്ട്. ಒಂದು ಒಳ್ಳೆ ನಿರೀಕ್ಷೆ ಇದೆ ಇಲ್ಲಿ. ഈ വചനം ഇന്ന് ഇവിടെ വന്നതുകൊണ്ട് ಈ ವಾಕ್ಯ ಇವತ್ತು ಇಲ್ಲಿ ಬಂದಿರೋದ್ರಿಂದ ദൈവവചനം വെറുതെ വരത്തില്ല. ದೇವರ ವಾಕ್ಯ ಸುಮ್ಮನೆ ಬರಲ್ಲ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ನಿಮ್ಮೆಲ್ಲರಿಗೂ ഞാൻ ಗೊತ್ತು. ഇതുവരെ ബൈബിൾ തുറന്നിട്ടില്ല. ಇದುವರೆಗೂ ನಾನು ಬೈಬಲ್ ಅನ್ನು ಓಪನ್ ಮಾಡಿಲ್ಲ. ഹല്ലേലൂയ, ഇതാගෙන ഇരിക്കുന്നു. ಇದೋ ಈಗ ನೋಡಿ ಇಲ್ಲೇ ಇದೆ. എന്റെ അകത്ത് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത്. ನನ್ನೊಳಗಡೆ ದೇವರು ಕೊಡ್ತಿರೋದ್ರನ್ನ ನಾನು ಹೇಳ್ತಾನೆ ಇದ್ದೇನೆ. എന്നെ കുറെ പേർക്ക് അറിയാം, ನನ್ನ ಬಗ್ಗೆ ಅನೇಕರು ಗೊತ್ತು. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆನೆ ಗೊತ್ತು. ഹല്ലേലൂയ, എന്റെ കളർ അറിയാം, ನನ್ನ ಬಣ್ಣ ಗೊತ್ತು, എന്റെ വിദ്യാഭ്യാസം ನನ್ನ അറിയാം, ವಿದ್ಯಾಭ್ಯಾಸ ಗೊತ್ತು, എന്റെ യോഗ്യത അറിയാം, ನನ್ನ ಯೋಗ್ಯತೆ ಗೊತ್ತು, കഴിവറിയാം. ನನ್ನ ಸಾಮರ್ಥ್ಯ ಗೊತ್ತು. അത് മനസ്സിലാക്കി ಅದನ್ನ ಅರ್ಥ ಮಾಡ್ಕೊಂಡು വിലയിരുത്തുന്ന ആർക്കും ಆ ರೀತಿಯಲ್ಲಿ ನನಗೆ ಬೆಲೆ ಕಟ್ಟುವಂತ ಯಾರಿಗೂ ഒരു വിടുതൽ അനുഭവിക്കാൻ ಯಾವ പറ്റില്ല. ಬಿಡುಗಡೆಯನ್ನು ಅನುಭವಿಸಕ್ಕಾಗಲ್ಲ. യഹസ്കേലേ, ಆದ್ರೆ ಯೆಹೂದ್ಯನೇ, കളർ, ನಿನ್ನ ಬಣ್ಣ, നിന്റെ പൊക്കം, ನಿನ್ನ ಎತ್ತರ, നിന്റെ വിദ്യാഭ്യാസം, ನಿನ್ನ ವಿದ್ಯಾಭ್ಯಾಸ, നിന്നെ മുമ്പ് അറിയുന്ന ನಿನ್ನನ್ನ ಮುಂಚೆ ತಿಳ್ಕೊಂಡಿರುವ അവർക്കല്ല വിടുതൽ. ಅವರಿಗಲ್ಲ ಬಿಡುಗಡೆ. നീ ഞാൻ പറയുന്നതല്ല പറയുമ്പോൾ, ನಾನು ಹೇಳೋದನ್ನ ನೀನು ನುಡಿಯುವಾಗ, ഈ അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ, ಈ ಎಲುಬುಗಳಿಗೆ ನೀನು ಪ್ರವಾದಿಸುವಾಗ ഈ അസ്ഥികൾ ജീവിക്കും. ಈ ಎಲುಬುಗಳಿಗೆ ಜೀವ ഈ ಉಂಟಾಗುತ್ತೆ. അസ്ഥികൾ ജീവിക്കും. ಈ ಎಲುಬುಗಳಿಗೆ ಜೀವ ಉಂಟಾಗುತ್ತೆ. ഇതിനകത്ത് വരുന്ന എത്ര തകർന്ന കുടുംബമാണെങ്കിലും, ನನ್ನ ಬಳಿಗೆ ಬರುವಂತ ಎಂತ ಒಡೆಯಲ್ಪಟ್ಟ ಕುಟುಂಬವಾಗಿದ್ರು, തകർന്ന വ്യക്തിയാണെങ്കിലും, ಯಾವುದೇ ಒಡೆಯಲ್ಪಟ್ಟ ವ್ಯಕ್ತಿಯಾಗಿದ್ರು, ഇതിനകത്ത് ജീവിക്കുമെന്ന ദൈവാത്മാവ് ನೀನ್ ಜೀವಿಸ್ತಿ ಎಂಬುದಾಗಿ ದೇವರಾತ್ಮನು. യേശുവിന്റെ നാമത്തിൽ ಆಮೆನ್. ഉണങ്ങിയ അസ്ഥികളെ, ಒಣಗಿದ ಎಲುಬುಗಳೇ, യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ನುಡಿಯನ್ನು ಕೇಳ್ರಿ, യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯವನ್ನು ಕೇಳ್ರಿ. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം, ಅನೇಕ ಬಾರಿ ನಮಗೆ ಉಂಟಾಗುವಂತ ആര് ಅವಘಡ, സംസാരിച്ചു എന്നുള്ളതാണ്. ಯಾರು ಮಾತಾಡಿದ್ರು ಅನ್ನೋದಾಗಿದೆ. ഏത് വ്യക്തിയാ സംസാരിച്ചത്? ಯಾವ ವ್ಯಕ್ತಿ ಮಾತಾಡಿದ್ರು? അതല്ല ಅದಲ್ಲ യഹോവയുടെ വചനം ആര് പറയുന്നു. ಯೆಹೋವನ ವಾಕ್ಯವನ್ನ ಯಾರು ಹೇಳ್ತಾರೆ? ഹല്ലേലൂയ. ಆಮೆನ್. അങ്ങനെ പറയാൻ പറ്റുമോ? ಅರಿತೇಳಿ ശ്രദ്ധിക്കുക നിങ്ങൾ. ಗಮನವಿಟ್ಟುಕೊಳ್ಳಿ. നിങ്ങളെല്ലാം നല്ലവരായിട്ട് ഇരിക്കുക. ನೀವೆಲ್ಲರೂ ಒಳ್ಳೆಯವರಾಗಿ ಇಲ್ಲಿದ್ದೀರಿ. മാംസമുണ്ട് നിങ്ങളല്ലേ? ಅಲ್ಲ, ನಿಮ್ಮಲ್ಲಿ ಮಾಂಸವಿದೆ, ഞരമ്പുണ്ട്, ನರ ಇದೆ, ശ്വാസം നിങ്ങൾക്കുണ്ട്, ಶ್ವಾಸ ನಿಮಗಿದೆ ಅಲ್ವಾ? ഇതെല്ലാം നിങ്ങളിലുണ്ട്. ಇದೆಲ್ಲ ನಿಮ್ಮಲ್ಲಿದೆ. പക്ഷെ യഹസ്കേൽ പറയുമ്പോൾ ಆದ್ರೆ ಯೆಹೂದ್ಯನು ಹೇಳುವುದು ഇതൊന്നും അവിടെ ഇല്ല. ಇದ್ಯಾವುದೂ ಅಲ್ಲಿಲ್ಲ. വെറും അസ്ഥികളായിട്ട് ഉണങ്ങിയ അസ്ഥികൾ. ಕೇವಲ ಒಣಗಿದ ಎಲುಬುಗಳು ಮಾತ್ರ. അതിനോട് പറയുകയാണ്, ಅದರ್ಥ ಹೇಳ್ತಿದ್ದಾನೆ, യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯವನ್ನು ಕೇಳ್ರಿ. യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯ ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് ಯಾವ ನಿರೀಕ್ಷೆ ಇಲ್ಲದ ಸ್ಥಳದಲ್ಲಿ പറയുകയാണ്. ಹೇಳ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ, ഇതിവിടെ തുടങ്ങി. ഇതിಲ್ಲಿ ಪ್ರಾರಂಭ ಆಯ್ತು. ഹല്ലേലൂയ, ഇതിവിടെ തുടങ്ങി. ಇದು ಇಲ್ಲಿ ಪ್ರಾರಂಭ ಆಯ್ತು. ഇത് ഉടനെ നിൽക്കും. ಇದು ಬೇಗನೆ ನಿಲ್ಲುತ್ತೆ. ഇത് ആരുടെയൊക്കെ മിടുക്കൊണ്ട് കുറച്ച് പോകുന്നതാ. ಇದು ಯಾರ್ದೋ ಜಾಣತನದಿಂದ ಅಥವಾ ಯಾರ್ದೋ ಸಾಮರ್ಥ್ಯದಿಂದ ಈ ಸೇವೆ ಈ ತರ ಮುಂದಕ್ಕೆ ಹೋಗ್ತಿದೆ, ಇದು ಬೇಗ ನಿಲ್ಲುತ್ತೆ. അങ്ങനെയല്ല. ಆ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ. യഹസ്കേൽ അത് ഇവിടെ അയച്ചിട്ടുണ്ട്. ಯೆಹೂದ್ಯನನ್ನ ದೇವರಲ್ಲಿ ಕಳಿಸಿದ್ದಾರೆ. ಕಳಿಸಿದ್ದು ದೇವರಾಗಿದ್ರೆ, ദൈവമാണ് സംസാരിക്കുന്നത്. ಮಾತಾಡ್ತಿರೋದು ದೇವರಾಗಿದ್ರೆ, ಎಲುಬುಗಳಿಗೆ ಜೀವ ಉಂಟಾಗುತ್ತೆ. ಎಲುಬುಗಳಿಗೆ ಜೀವ ಉಂಟಾಗುತ್ತೆ. ಯೇಸುವಿನ ಅಧಿಕಾರವೇ ನಮ್ಮದು. ഹല്ലേലൂയ. 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 അങ്ങനെ പറയാൻ പറ്റുമോ? ಆ ರೀತಿ ಹೇಳಿಕ್ಕಾಗುತ್ತಾ? ഇത് ഞാൻ എങ്ങനെ പറയും? ಯೆಹೋವನೇ, ನಾನು ಇದನ್ನು ಹೇಗೆ ಹೇಳಿ? ജീവിക്കുന്ന ഞാൻ എങ്ങനെ പറയും? ನಿಮಗೆ ಜೀವ ಬರುತ್ತೆ ಅಂತ ನಾನು ಹೇಗೆ ಹೇಳಿ? നഷ്ടപ്പെട്ടു പോയല്ലോ. ಇವೆಲ್ಲವೂ ನಷ್ಟವಾಗಿದೆಯಲ್ಲ. പ്രാർത്ഥിക്കുന്ന ആരുടെയൊക്കെ ജീവിതം, ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಯಾರ್ದೋ നിന്റെ ಜೀವಿತ, സാഹിത്യം നോക്കി, ನಿನ್ನ ಸನ್ನಿವೇಶ ഒരു ನೋಡಿ, വീടിന്റെ സാഹിത്യം ನಿನ್ನ നോക്കി, ಮನೆಯ ಪರಿಸ್ಥಿತಿ ನೋಡಿ, എങ്ങനെ ഇത് സംഭവിക്കും ಇದು ಹೇಗೆ ಸಂಭವಿಸುತ್ತೆ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ಎಂಬುದಾಗಿ ಚಿಂತೆ ಮಾಡುವ ರೀತಿ ಇದೆ. എന്നാൽ ഇന്ന് പകല് ಆದ್ರೆ ಇವತ್ತಾಗಲು ദൈവം പറയുന്നു, ದೇವರು ಹೇಳ್ತಿದ್ದಾನೆ, ഞാൻ പറയുന്നത് പോലെ നീ പറയും. ನಾನು ಹೇಳಿದಂತೆಯೇ ನೀನು ನುಡಿ, ഞാൻ പറയുന്നത് പോലെ നീ വിശ്വസിക്കുക. ನಾನು ಹೇಳಿದಂತೆ ನೀನು ನಂಬು, ഞാൻ പറയുന്നത് പോലെ എന്നോട് പ്രവചിച്ചു. ನಾನು ಹೇಳಿದಂತೆ ಅವರಿಗೆ ಪ್ರವಾದಿಸು. യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯವನ್ನು ಕೇಳಿ, യഹോവയുടെ വചനം കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯವನ್ನು യഹോവയുടെ വചനം ಕೇಳಿ, കേൾപ്പി. ಯೆಹೋವನ ವಾಕ್ಯ ಕೇಳ್ರಿ. യഹസ്കേൽ ആ വചനം പറഞ്ഞു. ಯೆಹೆಜ್ಕೇಲನ ವಾಕ್ಯವನ್ನು ಹೇಳಿದ್ರು. ഉടനെ തന്നെ ತಕ್ಷಣವೇ ഈ അസ്ഥികൾ എന്ത് ಈ സംഭവിച്ചറിയാമോ? ಎಲುಬುಗಳಿಗೆ ಏನು ಸಂಭವಿಸಿತು? പെട്ടെന്ന് മാംസം കയറി വന്നു. ತಕ್ಷಣ ಅವುಗಳ ಮೇಲೆ ಮಾಂಸವು ಹೊತ್ತಿಕೊಂಡಿತು. ഒരു അസ്ഥിയിലേക്ക് ಒಂದು ಎಲುಬಿಗೆ മാംസം പൊതിഞ്ഞു കയറി വരും. ಮಾಂಸವು ಹೊತ್ತಿಕೆಯಾಗುವುದಕ್ಕಾಗಿ ಬರ್ತಾರೆ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നോക്കിക്കേ. ದೇವರ ವಾಕ್ಯದ ഞാൻ സ്ക്രീനിൽ കണ്ടത് കാണുന്ന ആ മാംസം ನಾನೊಂದು ಸ್ಕ್ರೀನ್ ಅಲ್ಲಿ ಕಾಣುವ ಹಾಗೆ ನಾನು ಅದನ್ನ ಕಾಣ್ತಿದ್ದೇನೆ
ಎಲುಬುಗಳ ಮೇಲೆ ಮಾಂಸ ಬರುವುದು, വേറെ ചില അസ്ഥിക്കകത്ത് ಕೇವಲ ಕೆಲವು ಎಲುಬುಗಳ ಮೇಲೆ മാംസം കയറി വരുന്നത് ಮಾಂಸವು ಹೊದ್ದು ಬರುವಂತದ್ದು. എത്ര പേർക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കാണാൻ ಎಷ್ಟು ಜನರಿಗೆ ಸ್ಕ್ರೀನಲ್ಲಿ ಕಾಣುವಂತೆ ಕಾಣಲಿಕ್ಕಾಗುತ್ತಾ ಇದೆ? ಯೆಹೋವನ ವಾಕ್ಯ സ്ക്രീനിൽ കാണുന്നത് പോലെ ಸ್ಕ್ರೀನಲ್ಲಿ ಕಾಣುವ അത് ಹಾಗೆ അനുഭവിക്കണം. ಮಾಂಸವು ಹೊತ್ತು ಬರುತ್ತಾ ಇದೆ. മാംസം കയറി വരുന്ന കണ്ടു. ಮಾಂಸವು ಏರಿ ಬರುವುದನ್ನು ഒരു ಕಾಣ್ತೀವಿ. പ്രതീക്ഷ വരാൻ ಒಂದು പോകുന്നു. ನಿರೀಕ್ಷೆ ಬರಲಿಕ್ಕೆ പ്രതീക്ഷ വരാൻ പോകുന്നു. ಒಂದು ನಿರೀಕ್ಷೆ ಬರಲಿಕ್ಕೆ എഹെസ്കേൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ಯೆಹೆಸ್ಕೇಲನು ಪುನಃ ಹೇಳ್ತಿದ್ರು, വീണ്ടും പ്രാർത്ഥിക്കണം. ಪುನಃ ಪ್ರಾರ್ಥನೆ ಮಾಡು, വീണ്ടും അതിനെ പറയണം. ಪುನಃ വാಕ್ಯ ಹೇಳ್ಬೇಕು. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ಹೇಳ್ತಿರುವಾಗ അതിനകത്തേക്ക് ഞരമ്പ് കയറി വരും. ಅದರೊಳಗಡೆ ನರವು ಬರುತ್ತಾ ಇದೆ. എല്ലാ ഇടത്തേക്കും ഞരമ്പ് പാസ് ചെയ്യാൻ ಎಲ್ಲ തുടങ്ങി. ಸ್ಥಳಗಳಿಗೂ ನರಗಳು ಪಾಸ್ ಆಗ್ಲಿಕ್ಕೆ ಆರಂಭವಾಯ್ತು. ഞരമ്പ് പാസ് ചെയ്യാൻ തുടങ്ങി. ನರಗಳು ಪಾಸ್ ಆಗ್ಲಿಕ್ಕೆ ಆರಂಭವಾಯ್ತು. വീണ്ടും നോക്കി. ಯೆಹೆಸ್ಕೇಲನು ಪುನಃ ನೋಡಿದ್ರು, വീണ്ടും സംസാരിച്ചു. ಪುನಃ ಮಾತಾಡಿದ್ರು, വീണ്ടും സംസാരിക്കുമ്പോൾ ಪುನಃ ಮಾತನಾಡಿದ. അതിന് ചുറ്റും ಅದರ ಸುತ್ತಲೂ മാംസത്തിന് ചുറ്റും ಮಾಂಸದ ಸುತ್ತಲೂ തൊക്ക് പൊതിയാൻ തുടങ്ങി. ಆ ಚರ್ಮವು ಹೊದಿಕೆ ಆಯ್ತು. തൊക്ക് പൊതിയാൻ തുടങ്ങി. ಚರ್ಮವು ಹೊದಿಕೆ ಆಯ್ತು. തൊക്ക് പൊതിഞ്ഞിട്ട് ಚರ್ಮ ಹೊದಿಕೆ ಆಗಿ എല്ലാ മനുഷ്യനും ಎಲ್ಲಾ ಮನುಷ್ಯರು ജഡ മനുഷ്യനായി നിൽക്കുന്നു. ಎಲ್ಲಾ ಮನುಷ್ಯರು ಒಂದು ಶರೀರವಾಗಿ ನಿಂತುಕೊಂಡರು. ജഡ മനുഷ്യനായി നിൽക്കുന്നു. ಶರೀರವಾಗಿ ನಿಂತರು, ജഡ മനുഷ്യനായി നിൽക്കുന്നു. ಶರೀರವಾಗಿ ನಿಂತರು. അപ്പോൾ ആമ വീണ്ടും പ്രസംഗിച്ചപ്പോൾ ಪುನಃ ವಾಕ್ಯ ನುಡಿದಾಗ യഹോവ ಯೆಹೋವನು കാറ്റിനോട് കൽപ്പിച്ചു, ಗಾಳಿಗೆ ಆಜ್ಞಾಪಿಸಿದನು, ഇവരുടെ മേൽ ഊതാൻ പറഞ്ഞു. ಇವರ ಮೇಲೆ ಜೀವ ಶ್ವಾಸ ಊದಲಿ എന്ന് ಎಂಬುದಾಗಿ പറഞ്ഞാൽ ಹೇಳಿದ್ರೆ ഏദൻ തോട്ടത്തിൽ ಏದೆನ್ ತೋಟದಲ್ಲಿ ആദത്തിൽ ഊതിയതുപോലെ ಆದಾಮನ ಒಳಗಡೆ ಜೀವ ಶ್ವಾಸವನ್ನು ಊದಿದ ಹಾಗೆ യഹോവ കൽപ്പിച്ചു, ಯೆಹೋವನ ಅಪ್ಪಣೆ ಕೊಟ್ಟನು, കാറ്റേ ഇവരുടെ മേൽ ഊതുക. ಗಾಳಿಯೇ ಇವರ ಮೇಲೆ ಬೀಸು. ഏത് കാറ്റെന്നറിയാമോ? ಯಾವ ಗಾಳಿ ಗೊತ್ತಾ? അപ്പസ്തോല പ്രവൃത്തി ಅಪೊಸ್ತಲರ ಕೃತ್ಯ 2-ൽ ಎರಡನೇ ಅಧ್ಯಾಯದಲ್ಲಿ കൊടിയ കാറ്റ് അവിടെ അടിച്ചു. ಒಂದು ಬಿರುಗಾಳಿ ಅವರ ಮೇಲೆ ಬೀಸಿತು. പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. ಪರಿಶುದ್ಧಾತ್ಮನ ಗಾಳಿ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. ಪರಿಶುದ್ಧಾತ್ಮನ ಗಾಳಿ, പരിശുദ്ധാത്മ കാറ്റ് ಪರಿಶುದ್ಧಾತ್ಮನ ಗಾಳಿ ഈ അസ്ഥിയുടെ മേൽ വന്ന് വീണു. ಈ ಎಲುಬುಗಳ ಮೇಲೆ ಬಂದು ಬಿತ್ತು. മരിച്ച എല്ലാം ಸತ್ತಂತ ಎಲ್ಲ ഉണങ്ങിയ എല്ലാ അസ്ഥികളും ಒಣಗಿದ ಎಲ್ಲ ಎಲುಬುಗಳು ആമേ ജീവനുള്ളതായി എണീച്ചു വരാൻ തുടങ്ങി. ಜೀವ ಉಳ್ಳದಾಗಿ ಎದ್ದು ಬರ್ಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. ജീവനുള്ളതായി എണീച്ചു വരാൻ ಜೀವ തുടങ്ങി. ಉಳ್ಳದಾಗಿ ಎದ್ದು ಬರ್ಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. നഷ്ടപ്പെട്ടതെല്ലാം ನಷ್ಟಪಟ್ಟದೆಲ್ಲ തിരിച്ചു വരാൻ തുടങ്ങി. ತಿರುಗಿ ಬರ್ಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. തിരിച്ചു വരാൻ തുടങ്ങി. ತಿರುಗಿ ಬರ್ಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. യഹോവയുടെ വായിന്ന് വരുന്ന ശബ്ദം ಯೆಹೋವನ ಬಾಯಿಂದ ಬರುವಂತ ಶಬ್ದ അപ്പോസ്തല പ്രവൃത്തിയിൽ ಅಪೊಸ್ತಲ ಕೃತ್ಯದಲ್ಲಿ കാറ്റടിച്ചപ്പോൾ ಈ ಗಾಳಿ ಬೀಸಿದಾಗ നഷ്ടപ്പെട്ടതെല്ലാം ನಷ್ಟಪಟ್ಟಿದ್ದೆಲ್ಲ തിരിച്ചു വന്നതുപോലെ ತಿರುಗಿ ಬಂದ ಹಾಗೆ ഒരു കൂട്ടം അപ്പോസ്തലന്മാർ ആത്മാവിൽ ಓ എണീക്കാൻ ಒಂದು ಗುಂಪು ಅಪೊಸ್ತಲರು ಆತ್ಮದಲ್ಲಿ ಎದ್ದು തുടങ്ങി. ಬರ್ತಿದ್ದಾರೆ. ഒരു കൂട്ടർ പ്രവാചകന്മാർ എണീക്കാൻ ಒಂದು തുടങ്ങി. ಗುಂಪು ಪ್ರವಾದಿಗಳು ಎದ್ದು ಬರ್ತಿದ್ದಾರೆ. ഒരു കൂട്ടർ സുവിശേഷകർ ಒಂದು എണീക്കാൻ ಗುಂಪು തുടങ്ങി. ಸುವಾರ್ತಿಕರು ಎದ್ದು ಬರ್ತಿದ್ದಾರೆ. ഒരു കൂട്ടം ഉപദേശകർ എണീക്കാൻ ಒಂದು തുടങ്ങി. ಗುಂಪು ಉಪದೇಶಕರು ಎದ್ದು ಬರ್ತಿದ್ದಾರೆ. ഒരു കൂട്ടം ഇടയന്മാർ എണീക്കാൻ ಒಂದು തുടങ്ങി. ಗುಂಪು ಸಭಾಪಾಲಕರು ಎದ್ದು ಬರ್ತಿದ್ದಾರೆ. എല്ലാവരുടെ മേൽ അഭിഷേകത്തിന്റെ കാറ്റടിക്കാൻ തുടങ്ങി. ಎಲ್ಲರ ಮೇಲೂ ಅಭಿಷೇಕದ ಗಾಳಿ ಬೀಸಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. ഇന്നും ആ കാറ്റ് ചലിച്ചുകൊണ്ട് നിൽക്കുന്നു. ಇಲ್ಲಿಯೂ ಆ ಗಾಳಿ ಚಲಿಸುತ್ತಲೇ ಇದೆ. നിന്നെ നോക്കി ചലിക്കുന്നു. ನಿನ್ನನ್ನು ನೋಡಿ ಚಲಿಸ್ತಾ ಇದೆ. കാറ്റ് നിന്റെ മേൽ അടിക്കാൻ ಆ ആഗ്രഹിക്കുന്നു. ಗಾಳಿ ನಿನ್ನ ಮೇಲೆ ಬರಬೇಕೆಂಬುದಾಗಿ ಬಯಸಿಯೋ കാറ്റ് നിന്റെ മേൽ വരാൻ പോകുന്നു. ಆ ಗಾಳಿ ನಿನ್ನ ಮೇಲೆ ಬರ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. വിശ്വസിക്കുന്ന മേൽ ನಂಬುವವರ ಮೇಲೆ ഇന്ന് നിന്റെ മേൽ ആ കാറ്റ് കയറി വരാൻ ಈ പോകുന്നു. ಹಗಲು ವೇಳೆಯಲ್ಲಿ ಆ ಗಾಳಿ ಬೀಸಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. മനസ്സിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചൂടബാലബാലബ ശബ്ദലാലബാലബ ഉടബജാരകസി റഗൽഖമാനസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചുടരകതന ഘടക ശാന്തൽ പ്രൗഢവനാദര ജുഡരകതന ഘടക ശാന്തൽ പ്രൗഢവനാദര. Thank you Jesus, 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 thank you Jesus. Holy Spirit, Holy Spirit. ചുടരകതന ഘടക ശാന്തൽ പ്രൗഢവനാദര വൈഡകധാരക. ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുകയാണെങ്കിൽ, ದೇವರ ಶಬ್ದಕ್ಕೆ, ದೇವರ ವಾಕ್ಯಕ್ಕೆ ಕಿವಿಗೊಡ್ರಿ. ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുകയാണെങ്കിൽ, ದೇವರ ಮಾತನ್ನ ನಂಬುವುದಾದ್ರೆ ഈ അസ്ഥികൾ കൂടെ ജീവിക്കാൻ തുടങ്ങി. ಈ ಎಲುಬುಗಳು ಕೂಡ ಜೀವವನ್ನು എന്റെ ಹೊಂದಿಕೊಂಡಿತು. തൊക്ക് കയറി വന്നു, ಅವುಗಳ ಮೇಲೆ ಚರ್ಮ ಉಂಟಾಯಿತು, മാംസം വന്നു, ಮಾಂಸ ಬಂತು, ഞരമ്പ് വന്നു. ನರಗಳು ಬಂತು. അത് ഈ ലോകത്തിലെ ಅದು ಈ ಲೋಕದ ഭൗതികങ്ങളും ಭೌತಿಕತೆಯು വേണ്ടപ്പെട്ടവരും ಬೇಕಾದವರು ഒക്കെ കയറി വരുന്നു. ಎಲ್ಲರೂ ಏರಿ ಬರ್ತಿದ್ದಾರೆ. എന്നാൽ ಆದ್ರೆ ഈ ആമ മെയിൻ ആയിട്ടൊന്ന് വരാൻ പോകുന്നു. ಮುಖ್ಯವಾಗಿ ಒಂದು ಬರ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದೆ. ഇതിന് ശ്വാസം ഉണ്ടാകണം. ಇದಕ್ಕೆ ಶ್ವಾಸ ಉಂಟಾಗಬೇಕು. പരിശുദ്ധാത്മാവിന്റെ കാറ്റാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ಗಾಳಿ ಆಗಿದೆ. ശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ಉಸಿರಿಲ್ದೇ ಇರುವಂತ ವ್ಯಕ್ತಿಯನ್ನು ನೋಡಿದ್ದೀರಾ? വെറും അല്ലല്ല മരിച്ചതിന് തുല്യമാണ്. ಅವನು ಸತ್ತದಕ್ಕೆ ಹೋಲಿಕೆ ಆಗಿದೆ. ഇതേപോലെ ആയിരിക്കും ಇದೇ ರೀತಿಯಾಗಿ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത വ്യക്തി. ಪರಿಶುದ್ಧಾತ್ಮನ
ಅಭಿಷೇಕವಿಲ್ಲದಂತ ವ್ಯಕ್ತಿ ಅದೇ ರೀತಿಯಾಗಿರ್ತಾರೆ. അതിനെ അവിടെ കാറ്റടിപ്പിച്ചത്. ಆದ ಕಾರಣ ಆಗಿದೆ ಅಲ್ಲಿ ಗಾಳಿಯನ್ನು ಬೀಸ ಮಾಡಿದ್ದು. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ಗಮನಿಸಿರಿ, ആദാമിന്റെ മേൽ ಆದಾಮನ ಮೇಲೆ മൂക്കിൽ ജീവശ്വാസം ഊതിയില്ലെങ്കിൽ ಮೂಗಿನಲ್ಲಿ ಜೀವಶ್ವಾಸ ಊದಿಲ್ಲ ಅಂದ್ರೆ അവനൊരു മൃഗത്തിന് തുല്യനായ. ಅವನೊಂದು ಪ್ರಾಣಿಗೆ ಮಾತ್ರ ಹೋಲಿಕೆ ಆಗಿರುತ್ತೆ. മൃഗത്തിന്റെ മേൽ ദൈവം ഊതിയിട്ടില്ല. ಯಾಕಂದ್ರೆ ಪ್ರಾಣಿಯ ಮೇಲೆ ದೇವರು ಊದಿಲ್ಲ. മൃഗത്തിന് ആത്മാവില്ല. ಪ್ರಾಣಿಗೆ ಆತ್ಮವಿಲ್ಲ. ഹല്ലേലൂയ. മനുഷ്യന് ആത്മാവുണ്ട്. ಮನುಷ್ಯನಿಗೆ ಆತ್ಮವಿದೆ. എവിടുന്ന് വന്നു? ಎಲ್ಲಿಂದ ಬಂತು? യഹോവ ദൈവം അവനെ ഊതി. ಯಹೋವ ದೇವರು ಅವನ ಒಳಗಡೆ ദൈവത്തിൽ ಊದಿದನು. നിന്ന് വന്നതാണ് ആത്മാവ്. ದೇವರಿಂದ ಬಂದಿದ್ದಾಗಿದೆ ಆತ್ಮ. ശരീരം മണ്ണിൽ നിന്നെടുത്തതാണ്. ಶರೀರ ಮಣ್ಣಿಂದ ತೆಗೆದಿದ್ದು. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ಆದ ಕಾರಣ ಆಗಿದೆ ಸಾಯುವಾಗ മണ്ണിൽ നിർത്ത മണ്ണിലേക്കും ಮಣ್ಣಿಂದ ತೆಗೆದ ಮನುಷ್ಯನ ಮಣ್ಣಿಗೆ ആത്മാവ് ദൈവത്തിന്റെ അടുക്കലേക്കും ಆತ್ಮವು പോകുന്നു. ದೇವರ ಬಳಿಗೆ ಹೋಗುತ್ತದೆ. ആ ആത്മാവിനെ ഉദ്ദേശിച്ചാണ് ಆ ಆತ್ಮವನ್ನು ഈ ಉದ್ದೇಶಿಸಬೇಕಾಗಿದೆ. നിഹിതന്മാരുടെ മേൽ, ഈ മരിച്ചവരുടെ മേൽ, ഈ അസ്ഥിയുടെ മേൽ, ಈ ಅಸ್ಥಿಗಳ ಮೇಲೆ ಅಥವಾ ಸತ್ತವರ ಮೇಲೆ ഞരമ്പ് മാംസം എല്ലാം വന്നപ്പോൾ ನರಗಳು ಮಾಂಸವು ಎಲ್ಲವೂ ಬಂದಾಗ അല്ലേ ഇവൻ വെറും ജഡമനുഷ്യനെ ഇരിക്കാൻ പാടില്ല. ಅವನು ಕೇವಲ ಜಡ ಮನುಷ್ಯನಾಗಿ ಮಾತ್ರ ಇರಬಾರದು. ഇസ്രായേലേ, ಇಸ್ರಾಯೇಲೇ, അഭിഷേകമില്ലാത്ത, ಅಭಿಷೇಕವಿಲ್ಲದ, ആത്മാവില്ലാത്ത, ಆತ್ಮವಿಲ್ಲದ മറ്റുള്ളവരെ പോലെ ಬೇರೆಯವರ ಹಾಗೆ ഉള്ള വ്യക്തികൾ നിങ്ങളാകാൻ പാടില്ല. ನೀವು ಆ ರೀತಿಯಾದ ವ್ಯಕ್ತಿ ಆಗಬಾರದು. ഇവരുടെ മേൽ കാറ്റടിക്കട്ടെ. ಇವರ ಮೇಲೆ ಗಾಳಿ ಬೀಸಲಿ. ഒറ്റ ആത്മാവിന്റെ കാറ്റ് ಒಂದೇ ಒಂದು ಆತ್ಮನ ಗಾಳಿ എല്ലാം ജീവനുള്ള എണീച്ചു നിന്നു. ಎಲ್ಲವೂ ಜೀವಂತವಾಗಿ ಎದ್ದು ನಿಂತವು. അതൊരു നിഴലാണ്. ಅದೊಂದು ನೆರಳಾಗಿದೆ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆ ആ ಬರುವಾಗ കാറ്റ് ಆ പരിശുദ്ധാത്മാവാണ്. ಗಾಳಿ ಪರಿಶುದ್ಧಾತ್ಮನಾಗಿದ್ದಾನೆ. മുഴക്കത്തോടു കൂടി ಬಿರುಗಾಳಿಯಾಗೆ അവർ കൂടിയിരിക്കുന്ന സ്ഥലത്ത്, ಹುಡುಗಿನಂತ ಶಬ್ದದೊಂದಿಗೆ ಅವರು ಕೂತಿರುವ ಸ್ಥಳದಲ್ಲಿ, ഇതേപോലെ ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ಇದೇ ರೀತಿಯಲ್ಲಿ ಯಾವ ನಿರೀಕ್ಷೆನೂ ಇಲ್ಲದೆ ಇರೋ ಸ್ಥಳದಲ್ಲಿ ഈ കാറ്റ് വന്ന് അടിച്ചത് കൊണ്ട് ಈ ಗಾಳಿ ಬಂದು ಬೀಸೋದ್ರಿಂದ അതിനകത്ത് ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കാൻ ಅದರ തുടങ്ങി. ಒಳಗಡೆ ಭಯಂಕರವಾದ ಅದ್ಭುತಗಳು ನಡೀಲಿಕ್ಕೆ അവർ ಆರಂಭವಾಯಿತು. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി. ಅದು ಲೋಕವನ್ನ ತಲೆ ಕೆಳಗಾಗಿ ಮಾಡುವಂತವರಾಗಿ ಮಾರ್ಪಟ್ಟರು. മരിച്ചവർ ഉറുക്കാൻ തുടങ്ങി. ಸತ್ತವರು ಎಬ್ಬಿಸಲ್ಪಟ್ಟರು. അത്ഭുതങ്ങളും അടയാളങ്ങളും ಅದ್ಭುತಗಳು, ಸೂಚಕ ಕಾರ್ಯಗಳು സ്വർഗ്ഗം അവരുടെ മേൽ ഇറങ്ങി വരുന്നത് പോലെ, ಪರಲೋಕ ಅವರ ಮೇಲೆ ಇಳಿದು ಬರುವ ಹಾಗೆ, ദൈവരാജ്യം ഇറങ്ങി വരുന്നത് പോലെ, ದೇವರ ರಾಜ್ಯವೇ ಅವರ ಮೇಲೆ ಇಳಿದು ಬರುವ ಹಾಗೆ, സ്വർഗ്ഗരാജ്യം ഇറങ്ങി വരുന്നത് പോലെ ದೇವರ ರಾಜ್ಯವೇ ಅವರ ಮೇಲೆ ಇಳಿದು ಬರುವ ಹಾಗೆ കാറ്റടിക്കുകയാണെങ്കിൽ ಈ ಗಾಳಿ ನಮ್ಮ ಮೇಲೆ ಬೀಸಿದ್ರೆ ನಿಮ್ಮ ಜೀವಿತ സ്വർഗ്ഗരാജ്യം ഇറങ്ങി വരുന്നത് പോലെ ದೈವ ರಾಜ್ಯ ನಿಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರುವ ಹಾಗೆ ಮಾರ್ಪಡುತ್ತದೆ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഓ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. ಹಾಗೆ ಸಂಭವಿಸಲಿ അങ്ങനെ ಕರ್ತನೇ, സംഭവിക്കട്ടെ. ಸಂಭವಿಸಲಿ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചൂടകരകദരി ഹംദല പൗഡി ബിലാ. ರಾಖವಾಸಿಯ ತನಗಡಗ യേശുവിന്റെ നാമത്തിൽ. ರಬಲ ಬರ 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 ಬರ. ഹല്ലേലൂയ. ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ഇതെന്നെ കേൾക്കുന്നത് പോലെ ശ്രദ്ധിക്കുക. ನನ್ನ ಶಬ್ದ ಕೇಳದವರ ಮಕ್ಕಳಿಗೆ ಗಮನಿಸಿರಿ. ആകെ എന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം ಆದ ಕಾರಣ ನನ್ನ ಬಾಯಿಂದ ಹೊರಟ അത് ಮಾತುಗಳು അസ്ഥിയിലേക്ക് പോയാൽ, ಅದು ಎಲುಬಿಗೆ ಹೋದ್ರೆ, അസ്ഥിയിൽ കൂടെ ഇത് ചെയ്യുമെങ്കിൽ, ಎಲುಬಿನಲ್ಲೇ ಈ ಕಾರ್ಯ ಮಾಡಿದ್ರೆ, കഴുതയിലേക്ക് പോയാൽ ಕತ್ತೆ ಮೇಲೆ ಹೋದ್ರೆ, കഴുതയിലേക്ക് മാറ്റം വരുമെങ്കിൽ, ಕತ್ತೆಯಲ್ಲಿ ಬದಲಾವಣೆ ಬರೋದಾದ್ರೆ, വിശ്വസിക്കാൻ എത്ര അധികമായി, ನಂಬುವವರ ಮೇಲೆ ಎಷ್ಟು ಅಧಿಕವಾದ ಮಾರ್ಪಾಟುಗಳು. എത്ര അധികമാ. അവന്റെ വചനം ಆತನ ವಾಕ್ಯ ആത്മാവും ജീവനുമാകുന്നു. ಆತ್ಮವು ಜೀವವುಳ್ಳದಾಗಿದೆ. യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, എന്റെ ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം, ನನ್ನ ದೇವರ ಬಾಯಿಂದ ಹೊರಡುವ ಮಾತುಗಳು അഥവാ എന്റെ വായിന്ന് പുറപ്പെടുന്ന ಅಥವಾ വചനം, ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತುಗಳು ആമേ ആത്മാവും ജീവനുമാകുന്നു. ಆತ್ಮವು ಜೀವವೂ ಆಗಿದೆ. പല വചനങ്ങളും വരും. ಅನೇಕ പല വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ಅನೇಕ ಮಾತುಗಳನ್ನು ನೀವು പക്ഷേ ಕೇಳಿರಬಹುದು. യേശു പ്രഖ്യാപിച്ചു. ಆದ್ರೆ ಯೇಸು ಘೋಷಿಸಿದ್ರು. യോഹന്നാൻ 6:63. ಯೋಹಾನನ ಸುವಾರ್ತೆ 6:63 ವಾಕ್ಯ, എന്റെ വായിന്ന് പുറപ്പെടുന്ന വചനം, ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತುಗಳು ആത്മാവും ജീവനുമായിരിക്കും. ಆತ್ಮವು ಜೀವವೂ ಆಗಿದೆ. ആത്മാവിന്റെ കാറ്റ് അതിനകത്ത് വരും. ಆತ್ಮನ ಗಾಳಿ ಅದರ ಮೇಲೆ ಬರ್ತದೆ. അതിനകത്ത് ജീവനുമുണ്ട്. ಆ ವಾಕ್ಯದ ಒಳಗಡೆ ಜೀವವೂ ಇದೆ, ആത്മാവും ഉണ്ടായിരിക്കും. ಆತ್ಮವೂ ಇರ್ತದೆ. ജീവൻ ഒരു മനുഷ്യന് ആവശ്യമുള്ള, ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಅವಶ್ಯಕ, അവൻ ജീവിക്കാനുള്ള മുഴുവനും ಅವನ ಜೀವಿಸಲಿಕ್ಕೆ ಬೇಕಾಗಿರುವಂತ ಎಲ್ಲವೂ ഉണ്ടായിരിക്കും. ಆ ವಾಕ್ಯದ ಒಳಗಡೆ ಇರುತ್ತೆ. എന്റെ ആത്മാവ് അതിനകത്ത് വരും. ನನ್ನ ಆತ್ಮ ಅದರೊಳಗಡೆ ಬರುತ್ತೆ. എന്റെ ആത്മാവ് അതിനകത്ത് അയക്കും. ನನ್ನ ಆತ್ಮವನ್ನ ವಾಕ್ಯದ ಜೊತೆಯಲ್ಲಿ ನಿಮ್ಗೆ ಕಳಿಸ್ತೇನೆ. അവൻ ജീവിച്ചാൽ മാത്രം പോരാ. ಯಾಕಂದ್ರೆ ಅವನು ಜೀವಿಸಿದ್ರೆ ಮಾತ್ರ അവൻ ಸಾಲದು. എനിക്കുള്ളവനാണെങ്കിൽ, ಅವನ್ ನನಗಿರುವವನಾಗಿದ್ರೆ എന്റെ ആത്മാവിന്റെ മേൽ ನನ್ನ വരണം. ಆತ್ಮ ಅವನ ಮೇಲೆ ಬರಬೇಕು. അതിനാണ് യോഹന്നാൻ 6:63. ಅದಾಗಿದೆ ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 6:63 ವಾಕ್ಯ. അന്നെടുത്ത് വായിച്ച യോഹന്നാൻ 6:63 എന്ന് വായിച്ചു. ಓದೋಣ ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 63 ವಾಕ್ಯ. ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 63 അത് ವಾಕ್ಯ. വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ಅದನ್ನು ಓದುವಾಗ ನಾವು ಕಾಣಬಹುದು, ನಾನು ನಿಮಗೆ ಹೇಳಿರುವ ಮಾತುಗಳೇ ಆತ್ಮವಾಗಿಯೂ ಜೀವವಾಗಿಯೂ ಅವೇ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഗമനിಸಿ. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ಇಲ್ಲಿ ಗಮನಿಸಿರಿ, വചനം പലരിൽ നിന്നും വരും. ವಾಕ್ಯ ಅನೇಕರಿಂದ ಬರುತ್ತೆ, പലരുടെ വായിൽ നിന്നും വരും. ಅನೇಕರ ಬಾಯಿಂದ ಬರುತ್ತೆ. ಅದಲ್ಲ, യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, എന്റെ വായിൽ പുറപ്പെടുന്ന വചനം ನನ್ನ ಬಾಯಿಂದ ಹೇಳಿರುವ ಮಾತುಗಳು യാതാന്നറിയാമോ? ಯಾವ್ದು ಗೊತ್ತಾ? യേശയ്യ 55:11. ಏಷಯ 55:11. ആ വചനത്തിന് ಆ ವಾಕ್ಯಕ್ಕೆ ജീവനുമുണ്ട്, ಜೀವವೂ ಇದೆ, ആത്മാവും ഉണ്ടാവും. ಆತ್ಮ ജീവനുമുണ്ട്, ಜೀವವೂ ಇದೆ, ആത്മാവുണ്ട്. ಆತ್ಮವೂ ಇದೆ. ജീവൻ എന്തിലേക്ക് വരണം? ಜೀವ ಯಾವ್ದಕ್ಕೆ ಬರಬೇಕು? മരിച്ചതിലേക്കാ വരേണ്ടത്. ಸತ್ತ ಅನುಭವಕ್ಕಾಗಿದೆ ಜೀವ. മരിച്ച പോലെ കിടക്കുന്ന, ಸತ್ತಂತೆ ಬಿದ್ದಿರುವ, ഒരിക്കലും എണീച്ചു വരാത്ത, ಎಂದಿಗೂ ಎದ್ದು ಬರದೇ ಇರುವ, ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയാത്ത, ಎಂದಿಗೂ ಕಾರ್ಯ ಮಾಡಕ್ಕಾಗದೇ ಇರುವ അതേപോലത്തെ വിഷയത്തിൽ ಆ ರೀತಿಯಾದ ವಿಷಯಕ್ಕೆ നീയോ നിന്റെ വീടുവാണെങ്കിൽ ನೀನು ನಿನ್ನ ಮನೆ ಆ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ജീവനുണ്ടവനാ കാണിക്കുന്നത്. ಅಲ್ಲಾಗಿದೆ ಜೀವ ಬರಬೇಕಾಗಿರುವುದು. ഇതിനേക്കാളും വലിയൊരു സന്ദേശം എന്താ? ಇದಕ್ಕಿಂತ ದೊಡ್ಡ ಸಂದೇಶ ಬೇಡ ಅಲ್ವಾ? ഈ വചനത്തിന്റെ ശക്തി, ಈ ವಾಕ್ಯದ ಶಕ್ತಿ. ഹല്ലേലൂയ. ജീവൻ എന്ന് പറഞ്ഞാൽ ಜೀವ ಅಂತ ಹೇಳಿದ್ರೆ മരിച്ചെടുത്തുനിന്ന് ಸತ್ತ ಸ್ಥಳದಿಂದ ഉയർത്തു വരുന്നതാണ്. ಎದ್ದು ಬರೋದಾಗಿದೆ. തിരിച്ച് ജീവൻ കൊടുത്താൽ, ತಿರುಗಿ ಜೀವ ಕೊಟ್ರೆ, ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മരിക്കുന്നില്ല. ಜೀವ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ ಅವನು ಸತ್ತಿಲ್ಲ. അപ്പൊ ജീവൻ ഉള്ളിടത്ത് ಹಾಗಾದ್ರೆ ಜೀವ ಇರೋ ಸ್ಥಳದಲ್ಲಿ ജീവൻ പറഞ്ഞ കാര്യമില്ല. ಜೀವ ಇರೋ ಸ್ಥಳದಲ್ಲಿ ಜೀವ ಬರಬೇಕಾಗಿಲ್ಲ. ജീവൻ ഇല്ലാത്തടത്താണ് ಜೀವ ಇಲ್ಲದೆ ಇರೋ ಸ್ಥಳದಲ್ಲಿ ಆಗಿದೆ ജീവൻ കയറി വരേണ്ടത്. ಜೀವ ಬರಬೇಕಾಗಿರೋದು.
ಜೀವನಿಲ್ಲದಡತ ಜೀವ ಇಲ್ದೇ ಇರೋ ಸ್ಥಳದಲ್ಲಿ ಯೇಸು ಬರೆಗೆയാണ്. ಯೇಸು ಹೇಳ್ತಾರೆ എന്റെ വചനവും ನನ್ನ ವಾಕ್ಯ ಫಸ್ಟ್ ಜೀವನവും ಮೊದಲು ಅದು ಜೀವವಾಗುತ್ತೆ. ಜೀವ ಇಲ್ದೇ ಇರೋ ಸ್ಥಳದಲ್ಲಿ ನನ್ನ ವಾಕ್ಯ ಮೊದಲು ಜೀವವನ್ನ ಕೊಡುತ್ತೆ. എന്താ ജീവൻ? ನನ್ನ വാസ്തവമായി നമ്മൾ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. ನಿಜವಾಗಿ ಜೀವ ಅಂದ್ರೆ ಏನು? ನಾವು ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ನಾವು ಜೀವಂತವಾಗಿ ಇದೀವಿ ಅಷ್ಟೇ. സാഹചര്യങ്ങളൊക്കെ മരിച്ചതുപോലെ, ಆದ್ರೆ ಸನ್ನಿವೇಶಗಳೆಲ್ಲ ಸತ್ತ ಹಾಗೆ. സാമ്പത്തികമായിട്ട് മരിച്ചതാണ്, ಆರ್ಥಿಕವಾಗಿ ಸತ್ತ ಹಾಗೆ, സ്നേഹം മരിച്ചു കിടക്കുക, ಪ್ರೀತಿಯಲ್ಲಿ ಸತ್ತ ಹಾಗಿದ್ದೇವೆ, പ്രതീക്ഷയെല്ലാം മരിച്ചു കിടക്കുക, ನಿರೀಕ್ಷೆಯಲ್ಲಿ ಸತ್ತ ಹಾಗಿದ್ದೇವೆ, സമാധാനമൊക്കെ മരിച്ചു കിടക്കുക. ಸಮಾಧಾನದಲ್ಲಿ ಸತ್ತವರಾಗಿದ್ದೇವೆ. സാഹചര്യത്തിലൂടെയാണോ ಆ ജീവിക്കുന്നത്? ರೀತಿಯ ಸನ್ನಿವೇಶದಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದ್ದೀವಿ. അങ്ങനെയുള്ള വീടിന്റെ സാഹചര്യത്തിലാണോ? ಆಗಿರುವ ಮನೆಯ ಪರಿಸ್ಥಿತಿಯಲ್ಲ. എന്നാൽ യേശുവിന്റെ വചനത്തിൽ ಆದ್ರೆ ಯೇಸುವಿನ ವಾಕ್ಯ, അവിടെ ജീവൻ ഉണ്ടാവും, ಯೇಸುವಿನ ವಾಕ್ಯದಲ್ಲಿ ಅಲ್ಲಿ ಜೀವ ಉಂಟಾಗುತ್ತೆ, പ്രതീക്ഷ ഉണ്ടാവും, ನಿರೀಕ್ಷೆ ಉಂಟಾಗುತ್ತೆ. അല്ല തീരത്തില്ല, ಅಲ್ಲಿಗೆ ಮುಗಿಯಲ್ಲ, രണ്ടാമത് വരാൻ പോകുന്നത് ಎರಡನೇದಾಗ ಬರಕ್ ಹೋಗ್ತಾ ಇದೆ. ചരിത്രത്തെ മാറ്റുന്നത് ನಿನ್ನ ಇತಿಹಾಸವನ್ನೇ ಬದಲಿಸುವಂತ. അതിന്റെ പേരാണ് ആത്മാവ്. ಅದರ ಹೆಸರೇ ಆತ್ಮ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞത്, ಇದನ್ನೇ ಹೇಳಿದ್ದು. എല്ലായിടത്തും പോയി ഇരിക്കുന്ന പോലെ ಎಲ್ಲಾ ಸ್ಥಳದಲ್ಲಿ ಹೋಗಿ ಕೂರುವ ഇവിടെ ಹಾಗೆ വന്ന് വചനം കേൾക്കാൻ ಇಲ್ಲಿ ഇരിക്കരുത്. ಬಂದು ವಾಕ್ಯ ಕೇಳ ಕುತ್ಕೋಬೇಡ್ರಿ. ഇത് സംഭവം വേറെയാ, ಇಲ್ಲಿ ಇದರ ಸಂಗತಿನೇ ಬೇರೆ, ഇത് സംഭവം വേറെയാ, ಇದರ ಸಂಗತಿಯೇ ಬೇರೆ, ഇത് സംഗതി വേറെയാ. ಇಲ್ಲಿ ನಡೀತಿರೋದೇ ಬೇರೆ. യേശു പറഞ്ഞു, ಯೇಸು ಹೇಳ್ತಾರೆ, ഈ ലോകത്തിൽ പല അപ്പങ്ങളും വിളമ്പും, ഈ ലോകത്തിൽ പല അപ്പങ്ങളും കൊടുക്കപ്പെടും. ಈ ಲೋಕದಲ್ಲಿ ಅನೇಕ ರೊಟ್ಟಿಯನ್ನು ಕೊಡಲಾಗುತ್ತೆ. എന്ന് യേശു പറഞ്ഞു, ಆದ್ರೆ ಯೇಸು ಹೇಳ್ತಾರೆ, ഞാൻ കൊടുക്കുന്ന അപ്പം ನಾನು ಕೊಡುವ ರೊಟ್ಟಿಯು സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದದ್ದಾಗಿದೆ. ജീവൻ കൊടുക്കുന്ന അപ്പം, ಅದು ಜೀವ ಕೊಡುವ ರೊಟ್ಟಿ ಆಗಿದೆ. ഈ വചനം, ಈ ವಾಕ್ಯ, യേശു തരുന്ന വചനം ಯೇಸು ಕೊಡುವ ವಾಕ್ಯ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, ಪರಲೋಕದಿಂದ ಇಳಿದು ಬರ್ತಿರೋದಾಗಿದೆ. ഏതോ ഒരു പഠനശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല, ಯಾವುದೋ ಒಂದು ಕಲಿಕೆ ಶಾಲೆಯಿಂದ ಅಥವಾ ಅಧ್ಯಯನ ಶಾಲೆಯಿಂದ ಬಂದಿದ್ದಲ್ಲ, ഏതോ ഒരു അറിവിന്റെ പ്രമാണത്തിൽ ഇറങ്ങി വരുന്നതല്ല, ಯಾವುದೋ ಒಂದು ಅರಿವಿನ ಪ್ರಮಾಣದಲ್ಲಿ ಬರ್ತಿರೋದಲ್ಲ, എവിടെയോ പഠിച്ചത് ഇറങ്ങി വരുന്നതല്ല. ಯಾರೋ ಎಲ್ಲಿಂದಲೋ ಕಲ್ತು ಇಳಿದು ಬಂದು ಹೇಳ್ತಿರೋದಲ್ಲ. യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, ആമ കൊടുക്കുന്ന അപ്പമോ, ನಾನು ಕೊಡುವ ರೊಟ್ಟಿಯು ആമ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದದಾಗಿದೆ. ജീവനുള്ളതാകുന്നു, ಅದು ಜೀವ ಉಳ್ಳದಾಗಿದೆ, ജീവനുള്ളതാകുന്നു, ಜೀವ ಉಳ್ಳದಾಗಿದೆ. എന്നെ തിന്നുന്നവൻ ನನ್ನನ್ನು ತಿನ್ನುವವನು മരിച്ചാലും ജീവിക്കും, ಸತ್ತರೂ ಬದುಕುತ್ತಾನೆ, മരിച്ചു കിടക്കുന്നത് പോലെ എണീച്ചു വരും. ಸತ್ತ ಹಾಗಿರುವವನು ಕೂಡ ಎದ್ದು ಬರ್ತಾನೆ. എന്നെ തിന്നുന്നവൻ ನನ್ನ ತಿನ್ನುವವನು മരിച്ചാലും ജീവിക്കും, ಸತ್ತರೂ ಬದುಕುತ್ತಾನೆ. ഈ വചനം പോയാൽ ಈ ವಾಕ್ಯ ಹೋದ್ರೆ അസ്ഥികൾ ജീവിക്കുമെന്ന്, ಎಲುಬುಗಳಿಗೆ ಜೀವ ಉಂಟಾಗುತ್ತೆ. മരിച്ചു കിടക്കുന്ന പലതും ജീവിക്കപ്പെടും. ಸತ್ತು ಬಿದ್ದಿರುವಂತಹ ಅನೇಕ ವಿಷಯಗಳು ಜೀವ ಹೊಂದ್ಕೊಳ್ಳುತ್ತೆ. അപ്പന്റെ കാലം മുതൽ, ತಂದೆಯ ಕಾಲದಿಂದ, അപ്പന്റെ കാലം മുതൽ ತಂದೆಯ ಕಾಲದಿಂದ ശാപം കിട്ടിയിട്ട് ಶಾಪವು ಲಭಿಸಿ തലമുറകൾ ತಲೆಮಾರುಗಳು എവിടെയും രക്ഷപ്പെടാതെ ಎಲ್ಲಿಯೂ ಉದ್ಧಾರವಾಗಿದೆ. ഏതിനും തൊട്ടായ പരാജയം. ಯಾವುದನ್ನ ಮುಟ್ಟಿದ್ರು ಸೋಲು. എന്നാൽ യേശു പറയുന്നു, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ കൊടുക്കുന്ന അപ്പമോ, ನಾನು ಕೊಡುವ ರೊಟ್ಟಿಯು സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದಿದ್ದಾಗಿದೆ. ഏത് ശാപം പിടിച്ച വീടാണെങ്കിലും ಯಾವ ಶಾಪ ಹಿಡಿದ ಮನೆಯಾಗಿದ್ರು അതിനകത്തൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന ലെവലിലേക്ക്, ಅದ್ರ ಒಳಗಡೆ ಒಂದು ನಿರೀಕ್ಷೆ ಉಂಟಾಗತಕ್ಕ ರೀತಿಯಲ್ಲಿ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ಇದು വചനം, ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದುವ ವಾಕ್ಯ ജീവൻ ഉണ്ടാകുന്നതാ, ಜೀವ ಉಂಟು ಮಾಡುವಂತದ್ದು. അതാ പറഞ്ഞത്, ಅದನ್ನಾಗಿದೆ ಹೇಳಿದ್ದು. എന്റെ വചനം ನನ್ನ ವಾಕ್ಯ ആത്മാവും ജീവനുമാകുന്നു. ಆತ್ಮವೂ ಜೀವವಾಗಿದೆ. യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. ನಾನೇ ಪುನರುತ್ಥಾನವೂ ಜೀವವಾಗಿದ್ದೇನೆ. കുടുംബം, ನನ್ನ ಕುಟುಂಬ ഒരു ശാപം പിടിച്ച ಒಂದು കുടുംബമായിരുന്നു. ಶಾಪ ಹಿಡಿದ ಕುಟುಂಬವಾಗಿತ್ತು. മാറാത്ത രോഗങ്ങൾ, ಮಾರಕ ರೋಗಗಳು, മാറാത്ത തകർച്ചകൾ, ಹೋಗದೇ ಇರುವ ನೀಗದೇ ಇರುವ ನಾಶನಗಳು എല്ലാം നഷ്ടപ്പെട്ടു. ಎಲ್ಲವೂ ನಷ್ಟವಾಯಿತು. പക്ഷേ ಆದರೆ ഞാൻ കൊടുക്കുന്ന ആമ അപ്പമോ, ನಾನು ಕೊಡುವ ರೊಟ್ಟಿಯೋ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದ ജീവൻ കൊടുക്കുന്നതാകുന്നു. ಜೀವ ಉಳ್ಳ ರೊಟ್ಟಿಯಾಗಿದೆ. അതുകൊണ്ട് ಆದ ಕಾರಣ എന്റെ കുടുംബം ನನ್ನ ಕುಟುಂಬ ആത്മാവിൽ ಆತ್ಮದಲ್ಲಿ സന്തോഷിക്കുവാൻ, ಸಂತೋಷ ಪಡ್ಲಿಕ್ಕೆ, ജീവിക്കാൻ തുടങ്ങി. ಜೀವಿಸಲಿಕ್ಕೆ ಆರಂಭವಾಯಿತು. ഹല്ലേലൂയ. ಆಮೆನ್. എന്തിനാ യേശു പ്രത്യേകിച്ച് എടുത്ത് പറയും, ഞാൻ കൊടുക്കുന്ന അപ്പമോ? ಯಾಕೆ ಯೇಸು ಹೇಳಿದ್ರು ನಾನು ಕೊಡುವ ರೊಟ್ಟಿ ಎಂಬುದಾಗಿ? എന്തിനാ പ്രത്യേകിച്ച് യേശു പറഞ്ഞത്? ಯಾಕೆ ವಿಶೇಷವಾಗಿ ಯೇಸು ಹೇಳಿದ್ರು എന്റെ വചനമോ? ನನ್ನ ವಾಕ್ಯ? എന്തിനാ പ്രത്യേകിച്ച് യഹോവ പറഞ്ഞത്? ಯಾಕೆ ಯೆಹೋವನು ವಿಶೇಷವಾಗಿ ಹೇಳಿದ್ರು എന്റെ വായിന്ന് പുറപ്പെടുന്നത്, ನನ್ನ ಬಾಯಿಂದ ಹೊರಟ ಮಾತು? അതിന്റെ അർത്ഥം മറുഭാഗം ಅದರ ಅರ್ಥ ಇನ್ನೊಂದು ಭಾಗದಲ್ಲಿ വേറെ പലയിടത്തുനിന്നും വരുന്നു. ಬೇರೆ ಸ್ಥಳದಿಂದಲೂ ಬರುತ್ತವೆ. ರೊಟ್ಟಿಯು ವಾಕ್ಯವು ಮಾತುಗಳು. ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. ಅರ್ಥ ಆಗ್ತಿರೋರಿಗಾಗಿ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. തിരിച്ചറിയുന്ന ഒരു ചുരുക്കം മാത്രമേ. ಇದನ್ನ ತಿಳ್ಕೊಳ್ಳೋರು ಅಲ್ಪರಷ್ಟೇ. ഇതിനെ തിരിച്ചറിയുന്ന ചുരുക്കം മാത്രമേ. ಇದನ್ನ ತಿಳ್ಕೊಳ್ಳಿಕ್ಕಾಗುವವರು ಅಲ್ಪರಷ್ಟೇ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമേ ശ്രദ്ധിക്കുക. ನಾನು ಕೇಳುವಂತ ದೇವರ ಮಕ್ಕಳೇ ಗಮನಿಸಿ, ദൈവത്തിന്റെ വായിന്ന് വരുന്നത് ದೇವರ ಬಾಯಿಂದ ಬರುವಂತದ್ದು ചലനമുണ്ടാക്കും, ಚಾಲನೆಯನ್ನುಂಟು ಮಾಡ್ತದೆ, സൃഷ്ടിപ്പുണ്ടാക്കും, ಸೃಷ್ಟಿಯನ್ನುಂಟು ಮಾಡ್ತದೆ, മാറ്റങ്ങൾ സംഭവിക്കും. ಬದಲಾವಣೆಗಳು ಸಂಭವಿಸ್ತದೆ. ഞാൻ കൊടുക്കുന്ന അപ്പമോ, ನಾನು ಕೊಡುವ ರೊಟ್ಟಿಯೋ, എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, ನನ್ನ ಶಬ್ದಗಳ ದೇವರ ಮಕ್ಕಳೇ, ജീവിതത്തിൽ ಜೀವಿತದಲ್ಲಿ ആമ എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ ಎಲ್ಲವೂ ನಷ್ಟವಾಗಿದ್ರೆ യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ കൊടുക്കുന്നതോ ನಾನು ಕೊಡುವಂತದ್ದು സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದದ್ದು. അവർക്ക് ജീവൻ ഉണ്ടാവും, ಅವರಿಗೆ ಜೀವ അവരുടെ ಉಂಟಾಗುತ್ತೆ, കുടുംബത്തിൽ ജീവൻ ഉണ്ടാവും, ಅವರ ಕುಟುಂಬದಲ್ಲಿ ಜೀವ ಉಂಟಾಗುತ್ತೆ, വിഷയത്തിൽ ജീവൻ ಅವರ ഉണ്ടാവും. ವಿಷಯದಲ್ಲಿ ಜೀವ ಉಂಟಾಗ್ತದೆ. യേശുവിന്റെ മാത്രം കിട്ടത്തുള്ളൂ. ಯೇಸುವಿಂದ ಮಾತ್ರ ಲಭಿಸ್ತದೆ. അതില്ലാത്തോണ്ടല്ലേ എങ്ങനെ കൊടുക്കുന്നത്? ಅದು ಇಲ್ಲದೆ ಇರೋದ್ರಿಂದ ಅಲ್ವಾ ನೀವು ಕೊಡ್ತಿರೋದು? ഇല്ലാത്ത സാഹചര്യത്തിലല്ലേ നമ്മൾ മുറിവേൽക്കുന്നത്? ಆಗಿರೋದಾದ್ರೆ ಅದು ಇಲ್ಲದೆ ಇರುವ ಸ್ಥಳದಲ್ಲಿ ಅಲ್ವಾ ನಾವು ಹಾಲೆಲೂಯ ಗಾಯಗೊಳ್ತಿರೋದು? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉണ്ടല്ലോ, ಆಗಿರೋದಾದ್ರೆ ಇಲ್ಲಿದೆಯಲ್ಲ ಅದು, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉണ്ടല്ലോ, ಆಗಿರೋದಾದ್ರೆ ಇಲ್ಲಿದೆಯಲ್ಲ. ജീവൻ കൊടുക്കും. ಎರಡನೇದಾಗಿ ಜೀವ ಕೊಡುತ್ತಾನೆ. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ಯೇಸುವಿನ ಅಲ್ಲೆಲೂಯ. ಕೆಲವರು ಹೇಳಲ್ವಾ, ಅವನ ಹೆಸರನ್ನ ಮಾತಾಡಕ್ಕೆ ಇವನಿಗೆ 100 ನಾಲಿಗೆ ಎಂಬುದಾಗಿ? ಅದೆಲ್ಲ ಸುಮ್ಮನೆ ಹೇಳೋದು, ನಾಲಿಗೆ ಒಂದೇ ಇರೋದು. ಆದ್ರೆ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ಯೇಸುವಿನ ಕುರಿತು ಹೇಳುವಾಗ നാക്കൊന്നേ ഉള്ളെങ്കിലും ನಾಲಿಗೆ ಒಂದಿದ್ರು 100 നാക്ക് പോലെ, 100 ನಾಲಿಗೆಗಳ ಹಾಗೆ, 1000 നാക്ക് പോലെ, 1000 ನಾಲಿಗೆಗಳ ಹಾಗೆ, അതേപോലെ ನಾಲಿಗೆಗಳ ಹಾಗೆ, പറയുവാൻ ಆ ರೀತಿಯಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ വേറെ ആരുമില്ല. ಬೇರೆ ಯಾರೂ ಇಲ್ಲ.
ഹല്ലേലൂയ. കാരണം യേശു പറയുകയാണ്, ಯಾಕಂದ್ರೆ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ തന്നെ, ನಾನೇ എന്റെ സാഹചര്യം, ನನ್ನ ಸನ್ನಿವೇಶ, നിങ്ങളുടെ സാഹചര്യം, ನಿಮ್ ಪರಿಸ್ಥಿತಿ ഏത് പ്രശ്നമാകട്ടെ, ಯಾವ ಸಮಸ್ಯೆ ಆಗಿರಲಿ, യേശു പറയാ, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ തന്നെ പുനരുത്ഥാനം. ನಾನೇ ಪುನರುತ್ಥಾನ. നിന്നെ നോക്കി പറയുന്നു, ನಿನ್ನ ನೋಡೇ നിന്റെ ಹೇಳ್ತಿರೋದು, വിഷയത്തെ നോക്കി. ನಿನ್ನ ವಿಷಯ ನೋಡೇ ಹೇಳ್ತಿರೋದು. ഹല്ലേലൂയ. ഞാൻ നിനക്കെല്ലാമാണ്. ನಾನು ನಿನಗೆ ಎಲ್ಲವೂ ಆಗಿದ್ದೇನೆ. യേശു പറയാ, ഞാൻ നിനക്കെല്ലാമാണ്. ಯೇಸು ಹೇಳ್ತಿದ್ದಾನೆ, ನಾನು ನಿನಗೆ ಎಲ್ಲವೂ യേശു ಆಗಿದ್ದೇನೆ. എല്ലാമാണ്. ಯೇಸು ಎಲ್ಲವೂ ಆಗಿದ್ದಾನೆ. ഹല്ലേലൂയ. ഒരു വീടായാൽ ಒಂದು ಮನೆ ಆಗಿದ್ರೆ അത് സന്തോഷം മാറണമെങ്കിൽ ಆ ಒಂದು ಮನೆ ಸಂತೋಷದಿಂದ ತುಂಬಬೇಕಂದ್ರೆ അതിനകത്ത് അപ്പനുണ്ടായിരിക്കണം, ಅದ್ರೊಳಗಡೆ ತಂದೆ ಇರ್ಬೇಕು, അമ്മയുണ്ടായിരിക്കണം, ತಾಯಿ ಇರ್ಬೇಕು, ചേട്ടൻ പെങ്ങളാണെങ്കിൽ ചേട്ടന്മാരുണ്ടായിരിക്കണം, ಅಣ್ಣ ಆಗಿದ್ರೆ ತಂಗಿ ಆಗಿದ್ರೆ ಅಣ್ಣಂದಿರು ಇರ್ಬೇಕು, ആങ്ങളെ ഉണ്ടായിരിക്കണം, ಅವ್ರಿಗೆ ತಮ್ಮಂದಿರು ಇರ್ಬೇಕು, ആങ്ങളമാർക്ക് ഒരു പെങ്ങളുണ്ടായിരിക്കണം. ಆ ತಮ್ಮಂದಿರಿಗೂ ಒಂದು ಅಕ್ಕ ಇರ್ಬೇಕು. എന്നാലേ ശരിക്കും സന്തോഷിക്കാൻ പറ്റുന്ന കുടുംബം എന്ന് പറയുന്നത്. ಆಗಿರೋದಾದ್ರೆ ಸಂತೋಷ ಆಗಿರೋದಾದ್ರೆ ಮಾತ್ರ ಅವ್ರಿಗೆ ಸಂತೋಷ ಪಡಕ್ಕಾಗೋ ಕುಟುಂಬ ಆಗೋದು. ഇതില്ലാത്തവർക്കറിയാം എന്റെ വേദന എത്ര. ಇದಿಲ್ದೇ ಇರೋರು ಗೊತ್ತು ಅದರ ವೇದನೆ ಏನಂತ. എന്നാൽ ಆದ್ರೆ ഇതിൽ ആരുമില്ലെങ്കിലും ಇದ್ರಲ್ಲಿ ಯಾರು ಇಲ್ದೇ ಇದ್ರು യേശു ഉണ്ടെങ്കിൽ ಯೇಸು ಇದ್ರೆ എല്ലാം ഉള്ളതിനേക്കാൾ, ಎಲ್ಲವೂ ಇರುವ ಹಾಗೆ. കാരണം ഞാൻ തന്നെ പുനരുദ്ധാനം ಯಾಕಂದ್ರೆ ನಾನೇ ಪುನರುತ್ಥಾನವು ಜೀವವು. ഇതേപോലെ ಇದೇ ರೀತಿ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ಏನೆಲ್ಲ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇಲ್ಲದೆ ಹೋದ್ರು ഉണ്ടെങ്കിൽ ಯೇಸು ಇದ್ರೆ എല്ലാം ഉള്ളതിനെ ಎಲ್ಲವೂ ಇರುವ ಹಾಗೆ. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനും ನಾನೇ ಪುನರುತ್ಥಾನವು ಜೀವವು ಆಗಿದ್ದೇನೆ. എന്റെ വചനവും ನನ್ನ ವಾಕ್ಯ ആത്മാവും ജീവനും ಆತ್ಮವು ಜೀವವು വരുന്നുണ്ട്. ആത്മാവ് വരുന്നുണ്ട്. ಬರ್ತಾ ಇದೆ, ಆತ್ಮವು ಬರ್ತಾ ആത്മാവ് ಇದೆ. വരുമ്പോഴാണ് ಆತ್ಮ ಬರುವಾಗಿದೆ ദൈവത്തിന്റെ സ്വന്തമായി നമ്മൾ ದೇವರ ಸ್ವಂತವಾಗಿ ನಾವು ಮಾರ್ಪಡೋದು. നിത്യതയിൽ പോകാൻ പറ്റും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എണീച്ച് ನಿತ್ಯತ್ವಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗೋದು. ನಾವು ಒಂದು ನಿಮಿಷ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳೋಣ. ചിലർക്ക് ഇത് എത്ര പോയാലും കുഴപ്പമില്ല എന്നുള്ളവരുണ്ടാവും. ഹല്ലേലൂയ. ಕೆಲವರಿಗೆ ಇದು ಎಷ್ಟು ಮುಂದೆ ಹೋದ್ರು ಪರವಾಗಿಲ್ಲ ಅನ್ನೋರು ಇದ್ದೀರಾ, ചിലർക്ക് അങ്ങനെയല്ല. ಕೆಲವರಿಗೆ ಹಾಗಲ್ಲ. അതുകൊണ്ട് ಆದ ಕಾರಣ ഹല്ലേലൂയ, എല്ലാം ഒരേപോലെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. ಎಲ್ಲರನ್ನ ಒಂದೇ ರೀತಿಯಲ್ಲಿ ನಾವು ನಿಯಂತ್ರಿಸಿ ತೆಗೆದುಕೊಂಡು ಹೋಗ್ಬೇಕಲ್ಲ. ഒരു കുടുംബമായ കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങളെ നോക്കണം, പ്രായമുള്ളവരെ നോക്കണം, ചെറുപ്പക്കാരെ നോക്കണം എന്ന് പറഞ്ഞ പോലെ ಒಂದು ಕುಟುಂಬ ಅಂತಿದ್ರೆ ಚಿಕ್ಕ ಮಕ್ಕಳನ್ನು ನೋಡ್ಕೋಬೇಕು, ವಯಸ್ಸಾದವ್ರನ್ನ ನೋಡ್ಕೋಬೇಕು, ಯವನಸ್ಥರನ್ನು ನೋಡ್ಕೋಬೇಕು ಅನ್ನೋ ರೀತಿಯಲ್ಲಿ ಆಗಿದೆ ಸೇವೆಯಲ್ಲೂ ಕೂಡ. അതുകൊണ്ട് പരിശുദ്ധം ചന്തോചിതമായിട്ട് ചെയ്യും. ಆದ ಕಾರಣ ಪರಿಶುದ್ಧಾತ್ಮನೆ ಎಲ್ಲವನ್ನ ಸುಂದರವಾಗಿ ಮಾಡ್ತಾರೆ. കർത്താവിന്റെ കരങ്ങളിൽ നൽകി ಕರ್ತನ ಕರಗಳಲ್ಲಿ ಒಪ್ಪಿಸೋಣ. ദൈവമക്കളെ, എത്ര വലിയ സന്തോഷമാണ് ದೇವ್ರ ಮಕ್ಕಳು ಎಷ್ಟು ದೊಡ್ಡ ಸಂತೋಷ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ಇವತ್ತು ನಾವಿಲ್ಲಿ ನಿಂತಿರೋದು. നമ്മൾ കേട്ടത് ഒരു സിനിമ നടന്റെ കാര്യമാണ്. ನಾವು ಕೇಳಿದೊಂದು ಸಿನಿಮಾ ನಟನ ವಿಷಯವಲ್ಲ. ആരെങ്കിലും മറ്റുള്ളവർ പോയിട്ടുന്ന ഒരു വ്യക്തിയുടെ കാര്യം. ಬೇರೆ ವ್ಯಕ್ತಿಗಳೆಲ್ಲ ಹೊಗಳ್ತಾರಲ್ಲ ಆ ವ್ಯಕ್ತಿಗಳ ಕುರಿತಾಗಿನೂ ಅಲ್ಲ. ആർക്ക് പുകഴ്ത്താൻ യോഗ്യതയില്ല, അവർ പുകഴ്ത്താനുള്ള പുകഴ്ത്തുന്ന ആർക്കും ഒരു യോഗ്യതയില്ലാത്ത. ಆದರೆ ಆತನನ್ನ ಹೊಗಳುವುದಕ್ಕೆ ಯಾರಿಗೂ ಯೋಗ್ಯತೆ ಇಲ್ಲದೆ ಇರುವಂತ അവനെ പുകഴ്ത്താൻ നമുക്ക് ഭാഗ്യം കിട്ടി. ಆ ಯೇಸುವನ್ನ ಹೊಗಳೋದಕ್ಕೆ ನಮಗೆ ಭಾಗ್ಯ ಸಿಕ್ತು. അവന്റെ ശബ്ദം നമ്മൾ കേട്ടു. ಅವನ ಶಬ್ದ ನಾವು ಕೇಳಿದ್ವಿ. എന്റെ വചനം, ನನ್ನ ವಾಕ್ಯ വെറുതെ എന്റെ അടുക്കൽ വരും. ಸುಮ್ಮನೆ ನನ್ನ ಬಳಿಗೆ ಹಿಂದಿರುಗಿ ಬರೋದಿಲ್ಲ. വചനം ಯಾರಾಗಿದೆ ಆ ವಾಕ್ಯ? അത് യേശു തെളിയിച്ചു. ಯೇಸು ಅದನ್ನ ಪ್ರೂವ್ ಮಾಡಿದ್ರು. 1:1 ಯೋಹಾನ ಬರೆದು ಸುವಾರ್ತೆ 1:1 ವಾಕ್ಯ. ആദിയിൽ ദൈവം ആകാശം ഭൂമി അല്ല സൃഷ്ടിച്ചത്. ದೇವರ ಆಕಾಶ ಭೂಮಿ ಎಲ್ಲ ಸೃಷ್ಟಿ ಮಾಡಿದ್ದು. ആദിയിൽ യേശു. ಆದಿಯಲ್ಲಿ വചനമുണ്ടായി. ಆದಿಯಲ್ಲಿ ವಾಕ್ಯ ಇತ್ತು. വചനമാണ് ആദ്യം. ವಾಕ್ಯವಾಗಿದೆ ಫಸ್ಟ್. വചനത്തിൽ നിന്നുളവായതാണ്. ಎಲ್ಲವೂ ವಾಕ್ಯದಿಂದ ಆಗಿದೆ, ನಿರ್ಮಿತವಾಗಿದ್ದು. ആ വചനത്തിന്റെ പേര്, ಆ ವಾಕ್ಯದ ಹೆಸರು യേശുവിന്റെ ಯೇಸು ಅಂತಾಗಿದೆ. വെളിപ്പാട് 19:13. ಪ್ರಕಟಣೆ ಪುಸ್ತಕ 19:13 അവന്റെ പേര്, ಆತನ ಹೆಸರೇ, പേര്, ಆತನ ಸರಿಯಾದ ಹೆಸರು ദൈവവചനം, ದೇವರ ವಾಕ್ಯ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തെയാണ് ಆ ವಾಕ್ಯವನ್ನ യെശയ്യാവ് പറഞ്ഞത്. ಯೆಶಾಯನು ಹೇಳಿದ್ದು, എന്റെ വായിന്ന് പുറപ്പെടുന്ന ನನ್ನ ಬಾಯಿಂದ ಹೊರಟ അത് ಮಾತುಗಳು യേശുവാണ്. ಅದು ಯೇಸುವಾಗಿದ್ದಾರೆ. അതുകൊണ്ട് അത്രയും പ്രവൃത്തി നടക്കുന്നത്. ಆದ ಕಾರಣ ಆಗಿದೆ ಅಷ್ಟೊಂದು ಕಾರ್ಯ ನಡೆಯೋದು. ആദ്യം ജീവനുണ്ടായി. ಮೊದಲು ಜೀವ ಇತ್ತು. യേശു കാൽവരി നമുക്ക് വേണ്ടി ജീവൻ നൽകി. ಆತನಿಗೆ ಜೀವ ಇತ್ತು. ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಆತನು ನಮಗಾಗಿ ಜೀವವನ್ನು ಕೊಟ್ಟನು. എന്റെ വചനം ആത്മാവും ജീവനും. ನನ್ನ ವಾಕ್ಯ ಆತ್ಮವು ಜೀವ. ജീവൻ കാൽവരി നൽകി. ಆ ಜೀವವನ್ನು ಆತನು ಕಲ್ವಾರಿಯಲ್ಲಿ ಕೊಟ್ಟನು. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ಆದ ಕಾರಣ ಆಗಿದೆ ನಾವು ಜೀವಿಸ್ತಿರೋದು. തിരിച്ച് എന്റെ വചനം ആത്മാവാണ്. ತಿರುಗಿ ನನ್ನ ವಾಕ್ಯ ಆತ್ಮವಾಗಿದೆ. അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. ಆತನು ನಮಗಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನನ್ನು ಕಳಿಸಿದನು. ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണ്. ಈಗ ನಾವು ಆ ಪರಿಶುದ್ಧಾತ್ಮನ ನಿಯಂತ್ರಣದಲ್ಲಾಗಿದೆ. അപ്പോസ്തല പ്രവൃത്തി മുതൽ ಅಪೊಸ್ತಲ ಕೃತ್ಯದಿಂದ ആ പരിശുദ്ധാത്മന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ಆ ಪರಿಶುದ್ಧಾತ್ಮನ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ನಮ್ಮನ್ನು ಬಿಟ್ಟುಕೊಡೋಣ. വെള്ളത്തിലുള്ള മീനുകൾ മുഴുവനും ಆ ನೀರಿನಲ್ಲಿರುವ ಮೀನುಗಳೆಲ್ಲ ആമേ നീന്തി തുടിക്കുന്നത് പോലെ ಈಜಾಡುವ ಹಾಗೆ പരിശുദ്ധാത്മാവിന്റെ വലയത്തിനകത്തുനിന്നുകൊണ്ട് ಪರಿಶುದ್ಧಾತ್ಮನ ವಲಯದೊಳಗಡೆ ನಿಂತುಕೊಂಡು ഇന്ന് പകലേ കർത്താവിനെ നാം മഹത്വപ്പെടുത്താം. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಕರ್ತನನ್ನು ಮಹಿಮೆಪಡಿಸೋಣ. എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. ಎಲ್ಲರೂ ದೇವರನ್ನ ಸ್ತುತಿಸೋಣ. എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ಸೃಷ್ಟಿಗಳು ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾ ಇವೆ. യേശുവിനെ നോക്കിക്കൊണ്ട് ನಾವು ಕೂಡ ಯೇಸುವನ್ನ ನೋಡಿಕೊಂಡು സകല മരങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ಸಕಲ ಮರಗಳು ಕೂಡ ಯೇಸುವನ್ನ ಸ್ತುತಿಸ್ತಾ നമ്മൾ ಇದೆ. യേശുവിനെ നോക്കിക്കൊണ്ട് ನಾವು ಯೇಸುವನ್ನ ನೋಡಿ സമുദ്രം ദൈവത്തെ സ്തുതിക്കുന്നു. ನಮ್ಮ ಯೇಸುವನ್ನ ನೋಡಿಕೊಂಡು ಸಮುದ್ರವು ಸ್ತುತಿಸ್ತಾ ಇದೆ. നമ്മുടെ യേശുവിനെ നോക്കിക്കൊണ്ട് ನಮ್ಮ ಯೇಸುವನ್ನ ನೋಡಿಕೊಂಡು കല്ലുകൾ ദൈവത്തെ സ്തുതിക്കുന്നു. ಕಲ್ಲುಗಳು ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾ നമ്മുടെ ಇದೆ. യേശുവിനെ നോക്കിക്കൊണ്ട് ನಮ್ಮ ಯೇಸುವನ್ನ ನೋಡಿಕೊಂಡು ഭൂമി ദൈവത്തെ സ്തുതിക്കുന്നു. ಭೂಮಿ ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾ ಇದೆ. ആകാശം സ്തുതിക്കുന്നു. ಆಕಾಶ ಸ್ತುತಿಸ್ತಾ നക്ഷത്രങ്ങൾ ಇದೆ. സ്തുതിക്കുന്നു. ನಕ್ಷತ್ರಗಳು ಸ್ತುತಿಸ್ತಾ സൂര്യൻ ಇದೆ. ചന്ദ്രൻ സ്തുതിക്കുന്നു. ಸೂರ್ಯ ಚಂದ್ರ ಸ್ತುತಿಸ್ತಾ നമ്മുടെ ಇದೆ. യേശുവിനെ നോക്കിക്കൊണ്ട് ನಮ್ಮ ಯೇಸುವನ್ನ ನೋಡಿಕೊಂಡು നമ്മുടെ യേശുവിനെ നോക്കിക്കൊണ്ട് ನಮ್ಮ ಯೇಸುವನ್ನ എന്റെ ನೋಡಿಕೊಂಡು യേശുവിനെ നോക്കിക്കൊണ്ട് ನಮ್ಮ ಯೇಸುವನ್ನ ನೋಡಿಕೊಂಡು അവരൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ನಾವು ಅವರೆಲ್ಲರೂ ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾ ഒരു ಇದ್ದಾರೆ. സംഘം ദൈവത്തെ ಒಂದು സ്തുതിച്ചുകൊണ്ട് ದೊಡ್ಡ ಸೈನ್ಯವೇ, ದೊಡ್ಡ ಸಂಘವೇ ಇದೆ ಯೇಸುವನ್ನ ಸ್ತುತಿಸ್ತಾ ಇವೆ. ഇന്ന് പകല് ಇವತ್ತು ಹಗಲು ഒരുമിച്ച് നമുക്ക് ദൈവകരങ്ങൾ ನಾವು ಕೂಡ ಒಟ್ಟಾಗಿ ದೇವರನ್ನ ಸ್ತುತಿಸೋಣ. കർത്താവിന് സ്തോത്രം പറയാം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ.
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. ഈ കേട്ട വചനം പോലെ ಈ ಕೇಳಿದಂತ ವಾಕ್ಯದ ഇന്ന് ಹಾಗೆ പകല് ಇವತ್ತಾಗಲು യേശു ಕ್ರಿಸ್ತುവിന്റെ ಅಧಿಕಾರമുള്ള ಯೇಸು ಕ್ರಿಸ್ತನ ಅಧಿಕಾರವುಳ್ಳ ನಾಮದಲ್ಲಿ എന്റെ വചനം വെറുതെ വരത്തില്ല. ನನ್ನ ವಾಕ್ಯ ಸುಮ್ಮನೆ ಬರೋದಿಲ್ಲ. എനിക്ക് ഇഷ്ടമുള്ള സാധിക്കും. ನನಗಿಷ್ಟ ಇರೋದನ್ನ ನೆರವೇರಿಸುತ್ತದೆ യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യേശു രോഗികളെ സൗഖ്യമാക്കും. ಯೇಸು ರೋಗಿಯನ್ನು ಸೌಖ್ಯ യേശು ಮಾಡ್ತಾರೆ. ഭൂതങ്ങളെ പുറത്താക്കും. ಯೇಸು ದೆವ್ವಗಳನ್ನು യേശು ಹೊರಗಾಕುತ್ತಾರೆ. അത്ഭുതം ചെയ്യും. ಯೇಸು ಅದ್ಭುತವನ್ನು യേശು ಮಾಡ್ತಾರೆ. സമാധാനം തരും. ಯೇಸು ಸಮಾಧಾನ ഇന്ന് ಕೊಡ್ತಾರೆ. പകല് ಇವತ್ತಾಗಲು എന്റെ വചനം ನನ್ನ ವಾಕ್ಯ വെറുതെ വരത്തില്ല. ಸುಮ್ಮನೆ ಬರೋದಿಲ್ಲ. ഇപ്പോൾ തന്നെ ಈಗಲೇ അതിന്റെ ക്രിയ ಅದರ ಕಾರ್ಯ ഓരോ ശരീരങ്ങളുടെ മേലും ಒಂದೊಂದು ಶರೀರಗಳ ಮೇಲೆ ഇപ്പോൾ തന്നെ കർത്താവേ, ಈಗಲೇ അസ്ഥിയുടെ മേൽ, ಎಲುಬುಗಳ ಮೇಲೆ, ഞരമ്പിന്റെ മേൽ, ನರಗಳ ಮೇಲೆ, മാംസത്തിന്റെ മേൽ, ಮಾಂಸದ ಮೇಲೆ, മനസ്സിന്റെ മേൽ, ಮನಸ್ಸಿನ ಮೇಲೆ, സകല ശരീരങ്ങളിലും ಎಲ್ಲ ಶರೀರದ ಅವಯವಗಳ ಮೇಲೆ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ അവന്റെ അടിപ്പിണറാൽ ಆತನ ಬಾಸುಂಡೆಗಳಿಂದ ഇപ്പോൾ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ಈಗಲೇ ಶರೀರಗಳ ಸೌಖ್ಯ ಉಂಟಾಗಲಿ. ആന്തരിക സൗഖ്യങ്ങൾ നടക്കട്ടെ. ಆಂತರಿಕ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. ശാരീരിക സൗഖ്യങ്ങൾ നടക്കട്ടെ. ಶಾರೀರಿಕ ಸೌಖ್ಯಗಳು ನಡೆಯಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ തവണ ശരിക്കും ദൈവത്തെ സ്തുതിക്കാം. ಕರ್ತನೆ ಹಾಗೆ ಮಾಡಿರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കരങ്ങൾ കർത്താവിനെ സ്തുതിക്കാം. ಎಲ್ಲರೂ ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ഈ സെഷനിലെ ಈ ಸೆಷನ್ ಅನ್ನ ಈಗ ನಿಲ್ಲಿಸ್ತೇವೆ. ಈ ವಾಕ್ಯಗಳ ಮೂಲಕ ಕರ್ತನ ಮೇಲೆಲ್ಲರೂ ಕೂಡ ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ.